ഹായ് ഗൈസ്, ഇന്നു മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ആൽക്കമി ഓഫ് സോൾസ് എന്ന് പറഞ്ഞ സീരീസിന്റെ സെക്കൻഡ് സീസൺ ആണ് കേട്ടോ. അപ്പോൾ അതിന്റെ ഫസ്റ്റ് സീസൺ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണേ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കാണ്ട് സീരീസിലോട്ട് കടന്നാലോ. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഒരു 3 ആൾക്കാർ നമ്മുടെ ജിൻചോയുടെ വീട്ടിലായിട്ട് കള്ളം കൊണ്ടുവരുന്നത് കാണിച്ചുകൊണ്ടാണ്. എന്നാൽ നമ്മുടെ ജിൻചോയി ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ആ കള്ളിന്റെ ആ ബോട്ടിലില്ലേ അതെല്ലാം അങ്ങ് നശിപ്പിച്ച് കളയും. എന്നിട്ട് പറയും വീണ്ടും ഉണ്ടായിക്കൊണ്ടുവരാൻ. എന്നാൽ അവിടെ നിൽക്കുന്ന ആള് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഇനി വെള്ളമില്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന്. പെട്ടെന്ന് തന്നെ ജിൻചോയി ആണെങ്കിൽ അക്കൂട്ടത്തിലുള്ള ഒരുത്തരെയും വിളിച്ച് അകത്തോട്ട് കൊണ്ടുവരും. അവനെ ആ ഗാർഡനിൽ നിർത്തിയിട്ട് എല്ലാവരും അവൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അകത്തോട്ട് കയറിപ്പോവും. ആ സമയത്ത് തന്നെ അവിടെയായിട്ടൊരു സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി കയറി വരും. അവള് വേറെ ആരുമല്ല, നമ്മുടെ നക്സുവിന്റെ ബോഡിയിൽ ജീവിക്കുന്ന ജിൻചോയിയുടെ ചേച്ചിയായിട്ടുള്ള ബുയോങ് ആയിരുന്നു. അവളെ കണ്ടു കഴിഞ്ഞാൽ നക്സുവിനെ പോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഫസ്റ്റ് സീസണിന്റെ അവസാനത്തിൽ കാണിക്കുന്നുണ്ട്, അതായത് നമ്മുടെ മുതോക്ക് വെള്ളത്തിൽ വീഴാൻ നേരത്ത് അവളുടെ ബോഡിനെ ആരോ രക്ഷിക്കുന്നത്. ഇവളാണെങ്കിൽ ഈ ചെറുക്കൻ്റെ അടുത്ത് വന്ന് കയ്യിലിരിക്കുന്ന ആ കള്ളിന്റെ ബോട്ടിലില്ലേ അത് വാങ്ങി അങ്ങ് കുടിക്കും. ഇവനാണെങ്കിൽ ഇവളുടെ സൗന്ദര്യത്തിൽ ഭയങ്കരമായിട്ട് മയങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അവള് കുടിച്ചു കഴിഞ്ഞ് വീണ്ടും ഉണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അവൻ അത് കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതും അവിടെയുള്ളവരത്തെല്ലാം പറയും ഞാനൊരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടീനെ ആ ജിൻ ഫാമിലിയിൽ കണ്ടു എന്ന്. അതേസമയം തന്നെ അവിടെയായിട്ട് ഒരു സോൾ ഷിഫ്റ്ററിന്റെ ബോഡി വന്ന് വീഴും. ഇത് കാണുന്ന അവന്മാർ പേടിച്ചു പോകും. പെട്ടെന്ന് തന്നെ അവരടുത്തുള്ളൊരു വീട്ടിൽ കയറുന്നതും അവിടെ ഒരുപാട് സോൾ ഷിഫ്റ്റേഴ്സിന്റെ ബോഡി അടക്കുന്നത് കാണും. അവർ പേടിച്ചു പോകും. പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ അവിടെയായിട്ട് നമ്മുടെ ജിയാങ് വരും. അവൻ വന്നിട്ട് ഇവന്മാരത്ത് ചോദിക്കും നിങ്ങളുടെ കയ്യിലുള്ള ഈ മന്ത്രം എന്തുവാ എന്ന്. അപ്പൊ അവര് പറയുന്നത് തന്നെ ഞങ്ങൾ നക്സുവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ ഈ മന്ത്രം കൂടെ കൊണ്ട് നടക്കുന്നേ എന്നാ. ജിയാങ് വലിയ മൈൻഡ് ഒന്നും കൊടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ ഒരു സോൾ ഷിഫ്റ്റർ വന്നിട്ട് നമ്മുടെ ജിയാങ്ങിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതും ജിയാങ് അവിടെ ഒരു പ്രത്യേകതരം മന്ത്രം യൂസ് ചെയ്യും. ഇത് കാണുന്ന ആ സോൾ ഷിഫ്റ്റർ പറയും ഓഹോ നിനക്ക് ഈ മന്ത്രം അറിയാല്ലേ, അതിന്റെ അർത്ഥം നീയും ഒരു സോൾ ഷിഫ്റ്റർ ആണെന്നല്ലേ, നീയും എന്നെ പോലെ ഒരു മോൺസ്റ്റർ ആണെന്ന് നമ്മുടെ ജിയാങ്ങിന്റെ അടുത്ത് പറയും. അവൻ വേഗം തന്നെ ഈ സോൾ ഷിഫ്റ്ററിനെ അറ്റാക്ക് ചെയ്ത് കൊല്ലാൻ നോക്കും. അപ്പോഴും നമ്മുടെ ജിയാങ്ങിനാണെങ്കിൽ അയാളുടെ ലൈഫിൽ എന്തൊക്കെയാ സംഭവിച്ചത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസും അവന് ഫ്ലാഷ് ബാക്ക് ആയിട്ട് വരും. അവൻ അവിടെ പറയും നിങ്ങൾ എൻ്റെ അടുത്ത് ഒരുപാട് സംസാരിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ നിങ്ങളുടെ മോൻ്റെ അടുത്ത് ചെയ്തത് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ജിയാങ് ആണെങ്കിൽ അവന്മാരുടെ കയ്യിൽ നിന്ന് കള്ളും വാങ്ങിച്ച് നമ്മുടെ മുതോക്കിന്റെ ആ ഒരു ശവകുടീരമില്ലേ അതിന്റെ അടുത്തായിട്ട് വന്നിരുന്ന് കുടിക്കുന്നതാണ്. അവനവിടെ പറയും നക്സു ഇനി ഒരു പക്ഷേ നീ തിരിച്ചു വന്നാലും എനിക്ക് നിന്നെ ഒരിക്കലും കാണണമെന്നില്ല എന്ന്. അതേസമയം തന്നെ നമ്മളുടെ ആ നക്സുവിന്റെ ബോഡിയിലുള്ള ബുയോങ് ഇല്ലേ അവളെ കാണിക്കും. നമുക്ക് അവളെ ബുയോങ് എന്ന് തന്നെ പറയാം. അവളും അവിടെ ലോൺലി ആയിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്ന ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന അവിടെയായിട്ടൊരു സോൾ ഷിഫ്റ്ററും വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ പാക്ജിൻ അവിടേക്ക് വരും. അവന്റെ ആൾക്കാരും ഉണ്ട്. ആ സോൾ ഷിഫ്റ്റർ ഇപ്പോൾ നേരെ വന്നിരിക്കുന്ന തന്നെ നമ്മളുടെ ആ ജിൻ ഫാമിലി ഇല്ലേ അവിടേക്കായിരുന്നു. പാക്ജിൻ വന്നിട്ട് അവിടെ വന്ന് വിളിക്കുമ്പോൾ നമ്മളുടെ ജിൻചോയിയാണ് വന്ന് വാതിൽ ഉറക്കുന്നത്. അവളെ കാണുന്നത് പാക്ജിൻ ഭയങ്കര ഇമോഷണൽ ആവും. അവൻ പറയും നമ്മൾ രണ്ടുപേരും ഇപ്പൊ കണ്ടിട്ട് തന്നെ 3 വർഷത്തോളം ആയി എന്ന്. എനിക്ക് അകത്തോട്ടൊന്നും കാരണം ഒരു സോൾ ഷിഫ്റ്റർ അകത്ത് വന്നിട്ടുണ്ട് എന്ന്. എന്നാൽ നമ്മുടെ ജിൻചോയി അതിന് സമ്മതിക്കത്തില്ല. അവിടെ നമ്മുടെ പാക്ജിൻ പറയുന്നുണ്ട് നീ എനിക്ക് ഒരവസരം കൂടി തന്നൂടെ, ഞാൻ എന്ത് വേണമെങ്കിലും പ്രായശ്ചിത്തമായിട്ട് ചെയ്യാം. എന്നാൽ നമ്മുടെ ജിൻചോയി ഇപ്പോഴും ഭയങ്കര റൂഡായിട്ടാണ് നിൽക്കുന്നത്. അവിടെയായിട്ട് പെട്ടെന്ന് ടൈം സ്ലോ ആവുന്ന പോലെ കാണിക്കും. അവിടേക്ക് നമ്മുടെ ജിയാങ് ഇല്ലേ അവൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ആ വീടിന്റെ അകത്ത് കയറുന്നതും കാണിക്കും. ഇവിടെ നമ്മളുടെ ജിൻചോയി ചോദിക്കും ഇപ്പൊ ഇവിടെ ആരെങ്കിലും വന്നായിരുന്നോ എന്ന്. അപ്പൊ നമ്മുടെ പാക്ജിൻ പറയും ഒരു പക്ഷേ ജിയാങ് ആയിരിക്കും എന്ന്. അവൻ വേഗം തന്നെ ആ വീട്ടിനകത്ത് കയറിയിട്ട് ആ സോൾ ഷിഫ്റ്റർ ഇല്ലേ അതിനെ ഇങ്ങ് കൊന്നു കളയും. അവൻ അതിന്റെയും പാസ്റ്റ് എല്ലാം മനസ്സിലാവും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് അവനൊരു സ്പെഷ്യൽ റൂം കാണും. വന്ന് കയറുമ്പോ അവിടെ നമ്മളുടെ ബുയോങ്ങിനെയും കാണും. അവിടെ അവളാണെങ്കിൽ ഒരുമാതിരി വിയേർഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. ഇവന് കണ്ടിട്ടൊന്നും മനസ്സിലാവത്തില്ല. അവൻ പറയും നിനക്ക് പ്രാന്താ എന്ന്. ഇവിടെ നമ്മുടെ ബുയോങ് അവൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കും. നീ എന്നെ ഹെൽപ്പ് ചെയ്ത് ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ സഹായിക്കുവാണെങ്കിൽ അപ്പോഴും ഞാൻ പറയാം ഞാൻ യഥാർത്ഥത്തിൽ ആരാ എന്ന്. നിന്റെ കയ്യിൽ ആകാശത്തിലെയും ഭൂമിയിലെയും എല്ലാ പവേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. നിനക്ക് ഐസ്റ്റോണിന്റെ മണമാണെന്നും പറഞ്ഞിട്ട് ബുയോങ് അവനെ മണപ്പിച്ചൊക്കെ നോക്കും. ജിയാങ് ഭയങ്കര ഓക്വേർഡ് ആയിട്ടുണ്ടായിരുന്നു. അവൻ പറയും നിനക്ക് പ്രാന്താന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകാനൊരുങ്ങും. അതേസമയം തന്നെ നമ്മുടെ ജിൻചോയി എവിടേക്ക് വരും. അവളുടെ പേടിയെന്ന് വെച്ചാൽ അവളുടെ ചേച്ചീനെ ഇനി ആരെങ്കിലും കണ്ടോ എന്നായിരുന്നു. അവള് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ബുയോങ് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുവാണ്. അവൾ അവിടെ നിന്ന് പോകുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയാങ് അവിടേക്ക് വരും. അതായത് അവനോടൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ബുയോങ് കുറച്ച് സ്പെഷ്യലാണ് എന്ന്. അതുകൊണ്ട് തന്നെ അവൻ അവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ജിയാങ് അവന്റെ വീട്ടിൽ വരുമ്പോൾ അവനെ കാത്ത് അവന്റെ വളർത്തമ്മ നിൽക്കുന്നതാ. ഇപ്പോഴും നമ്മളുടെ ജിയാങ് നക്സുവിന്റെ ആ സോഡില്ലേ അതും കൊണ്ട് തന്നെ നടക്കുന്നത്. അത് കഴിഞ്ഞ് അവനവന്റെ റൂമിൽ വന്നിരുന്ന് ഡ്രിങ്ക്സ് ചെയ്യാനായിട്ട് തുടങ്ങും. അവന് ചുറ്റുമായിട്ട് കുറെ ആത്മാക്കൾ ഇങ്ങനെ പരതി നടക്കുന്നുണ്ട്. അവരെല്ലാവരും എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് എന്നെ രക്ഷിക്കോ, എനിക്ക് ഐസ്റ്റോൺ തരുവോ, എനിക്കൊന്ന് ജീവൻ തരുവോ എന്നൊക്കെയാ. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ വളർത്തമ്മയാണെങ്കിൽ ഗ്രാമത്തിലോട്ട് വരുന്നയാ. അവിടെ നമ്മുടെ പാക്ജിനാണ് ഇപ്പോൾ ആ സ്കൂളൊക്കെ നല്ലതുപോലെ മാനേജ് ചെയ്ത് ലീഡർഷിപ്പ് ഏറ്റെടുത്തേക്കുന്നത്. അതേ
അതേപോലെ തന്നെ നമ്മുടെ യൂനില്ലേ, അവളും എല്ലാവരും ചികിത്സിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വളർത്തമ്മ നേരെ വരുന്നത് പാർക്കിനെ കാണാൻ വേണ്ടിയിട്ട്. അയാളിപ്പോൾ ലീഡർഷിപ്പൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഒരു വീടും അതേപോലെ കുറെ ഗാർഡനൊക്കെ ആയിട്ട് തനിച്ച് ഒരിടത്ത് താമസിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ പാക് ജിന്നില്ലേ, അവൻ അറിയുന്നതാ ജിൻ ഫാമിലിയിൽ ഏതോ ഒരു പെൺകുട്ടിയുടെ കല്യാണം നടക്കാൻ പോവുക എന്ന്. ഇത് കേൾക്കുന്നേ അവൻ ഭയങ്കര ഷോക്കാവും. അവൻ വിചാരിക്കുന്നത് ജിൻചോയുടെ കല്യാണമാ എന്നാ നമുക്ക് ബൂയോങ്ങിനെ കാണിക്കും. അവളിപ്പോ ഒരു മതിലിന്റെ മുമ്പിലായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അവളിപ്പോ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ അമ്മ അകത്തോട്ട് കയറി വന്നിട്ട് അവളുടെ അടുത്ത് പറയും, മോളെ നിന്റെ കല്യാണം അടുത്താവാറായി, നിന്റെ ചെറുക്കനും നീയും ഇനി മുതൽ ഈ റൂമിൽ തന്നെ ആയിരിക്കും താമസിക്കാൻ പോകുന്നത് എന്ന്. അവളും നല്ല സംശയത്തിലായിരുന്നു. അതായത് അങ്ങനെ ആരാണ് എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയത് എന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ സിയോങ്ങിനെയാ. അവനിപ്പോ 3 വർഷത്തിന് ശേഷമാണ് നമ്മളുടെ ഈ രാജ്യത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവന്റെ കൂടെ തന്നെ വേറൊരുത്തനെയും കാണിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ മാസ്റ്റർലി രാജാവിന്റെ അടുത്ത് വന്നിട്ട് ജിയാങ് കുറെ സോൾ ഷിഫ്റ്റേഴ്സിനെ കൊന്ന കാര്യം പറയുന്നയാ. രാജാവ് അവിടെ അവന് 1000 സ്വർണം കൊടുക്കുക എന്ന് പറയും. എന്നാൽ മാസ്റ്റർലി പറയുന്നത് ക്രൗൺ പ്രിൻസ് അവനത് സ്വന്തമായിട്ട് കൊടുക്കണം എന്നാ. ക്രൗൺ പ്രിൻസ് നമ്മുടെ മാസ്റ്റർലി എടുത്ത് വന്നിട്ട് ചോദിക്കും, അത്രയും സ്വർണം അവന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഭയങ്കര വലിയ പണക്കാരനായി പോകത്തില്ലേ എന്ന്. എന്നാൽ നമ്മുടെ മാസ്റ്റർലി അവിടെ ഓർമ്മിപ്പിക്കും, അവരാണ് കിങ് സ്റ്റാറോട് കൂടി ജനിച്ചത് എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ബുയോങ് ഇല്ലേ, അവൾ ആ വീട്ടിൽ നിന്ന് തന്നെ രക്ഷപ്പെടുന്നതാണ്. അവളുടെ അനിയത്തിയായിട്ടുള്ള ജിൻചോയ് വന്ന് നോക്കുമ്പോൾ ബുയോങ് രക്ഷപ്പെട്ടത് കണ്ട് ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. അത് കഴിഞ്ഞ് കാണിക്കുന്ന ബുയോങ് ഇങ്ങനെ ഗ്രാമത്തിൽ കൂടി നടക്കുന്നതാണ്. അവക്കാണെങ്കിൽ ഇപ്പൊ അറിയേണ്ടത് അവളെ കല്യാണം കഴിക്കാൻ വന്നത് ആരാ എന്ന്. അങ്ങനെ അവളാണെങ്കിൽ നേരെ വന്ന് കാര്യങ്ങളൊക്കെ തിരക്കുന്നത് നമ്മളുടെ മുതോക്കിന്റെ പണ്ടത്തെ ഫ്രണ്ട് ഇല്ലേ, അവളുടെ അടുത്തായിരുന്നു. അവള് ചോദിക്കുന്നത് തന്നെ സിയോങ് ഫാമിലിയിലെ ചെറുക്കൻ ആരാ എന്ന്. അപ്പൊ അവള് പറയും, സിയോങ് ഫാമിലിയിൽ നിന്ന് സിയോങ് മാത്രമേ ഉള്ളൂ, അവനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാമത്തിലുള്ള ഒട്ടുമിക്ക പെൺപിള്ളാരും കാത്തിരിക്കുന്നത് തന്നെ. അപ്പൊ നമ്മളുടെ ബുയോങ് ആണെങ്കിൽ ഒരു സ്വർണത്തിന്റെ ഒരു സംഭവം എടുത്തു കൊടുത്തിട്ട് പറയും, എനിക്ക് കുറച്ചും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന്. അവിടെ ഈ പെണ്ണ് പറയാൻ തുടങ്ങും, ഈ ഗ്രാമത്തില് 4 സുന്ദരൻ ചെറുക്കന്മാരാ ഉള്ളത്. ഒന്ന് നമ്മുടെ ക്രൗൺ പ്രിൻസ്, അതേപോലെ പാക് ജിന്ന്, സിയോങ്, അതേപോലെ നമ്മളുടെ ജിയാങ്. ഇവരുടെ അടുത്ത് എല്ലാവർക്കും ക്രഷാണ് എന്നൊക്കെ പറയും. ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പെണ്ണാണെങ്കിൽ ഈ സ്വർണം കൊണ്ടുവന്ന് വേറൊരുത്തൻ്റെ കൊടുക്കും. എന്നാൽ അവനത് നോക്കിയിട്ട് പറയും, ഈ സ്വർണത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇത് ജിൻ ഫാമിലിയിലാണ്, മിക്കവാറും നിനക്കിത് കൊണ്ടു തന്നത് വല്ല കള്ളിയുമായിരിക്കും, കട്ടെടുത്തോണ്ട് വന്നതായിരിക്കും എന്ന്. ഇത് കേട്ട ഉടനെ നമ്മളുടെ ബുയോങ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മളുടെ പാക് ജിൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ബുയോങ് ആണെങ്കിൽ ഒരു കായലിന്റെ തീരത്തായിട്ട് വരുന്നത്. അവിടെയായിട്ട് അവളുടെ വീട്ടിലുള്ള ആ ജോലിക്കാരെ കാണുന്ന അവൾ പെട്ടെന്ന് തന്നെ ഒളിച്ചങ്ങിരിക്കും. അവൾ ഒളിച്ചിരുന്നത് തന്നെ ഒരു വള്ളത്തിലെ സാധനങ്ങളുടെ പുറകിലായിട്ടായിരുന്നു. അങ്ങനെ ആ വള്ളത്തിൽ ട്രാവൽ ചെയ്യാനായിട്ട് തുടങ്ങും. അവിടെയായിട്ട് നമ്മളുടെ സിയോങ് വരും. സിയോങ്ങിനെ കാണുന്നേ നമ്മളുടെ സോളില്ലേ, അവൾക്ക് ഭയങ്കര സന്തോഷമാവും. അതേപോലെ തന്നെ നമ്മളുടെ ഈ ബുയോങ് ആണെങ്കിൽ നമ്മളുടെ ജിയാങ്ങിനെ കാണും. അങ്ങനെ അവള് ജിയാങ്ങിനെ ഫോളോ ചെയ്ത് അവൻ ഏത് റെസ്റ്റോറൻറ്റിലാണോ വരുന്നത് അവിടേക്ക് വന്ന് അവൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ഒരുങ്ങും. ഇത് കാണുന്നേ നമ്മുടെ ജിയാങ്ങിന് മനസ്സിലാവും, അവസാനം ഇവള് രക്ഷപ്പെടുക തന്നെ ചെയ്തല്ലോ എന്ന്. അവിടെ നമ്മുടെ ബുയോങ് പറയുന്നത് തന്നെ, എന്നെ കല്യാണം കഴിപ്പിക്കാനാണ് എൻ്റെ അമ്മ ട്രൈ ചെയ്യുന്നത്, എനിക്കെന്നാ ആ വീട്ടിൽ തന്നെ ഇങ്ങനെ അടച്ചും മൂടി കിടക്കാൻ ഒട്ടും ഇഷ്ടമല്ല, എനിക്ക് പുറത്തോട്ട് ഇറങ്ങണം, നീ എന്നെ സഹായിക്കൂ, നീ എന്നെ കല്യാണം കഴിക്കാൻ റെഡിയാണോ എന്ന് നമ്മുടെ ബുയോങ് അവൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ സിയോങ് ആണെങ്കിൽ ആ സ്കൂളില്ലേ അവിടെയായിട്ട് വരുന്നയാ. അവൻ വന്നിട്ട് നമ്മുടെ പാക്ജിന്റെ അടുത്ത് ചോദിക്കും, എന്താ ഇവിടെ എങ്ങും സ്റ്റുഡൻസ് ഒന്നും ഇല്ലാത്തതെന്ന്. അപ്പോൾ അവൻ പറയും, 3 വർഷങ്ങൾക്ക് മുന്നേ തന്നെ എല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞുപോയി, പിന്നീട് ആരും ഇവിടോട്ട് വന്നിട്ടില്ല എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ഈ ബുയോങ് ഇല്ലേ, അവളാണെങ്കിൽ ജിയാങ്ങിനെ ഒരുപാട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന അവളെ കല്യാണം കഴിക്കുമോ എന്ന്. എന്നാൽ നമ്മുടെ ജിയാങ്ങിന് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങി എങ്ങ് പോവും, ഒന്നും പറയാൻ നിൽക്കത്തില്ല. എന്നാൽ നമ്മളുടെ ബുയോങ്ങിന്റെ കയ്യിലായിട്ടുള്ള ബ്രേസ്ലെറ്റ് ഭയങ്കരമായിട്ട് തിളങ്ങാൻ തുടങ്ങും. കൂട്ടത്തിൽ തന്നെ അവളുടെ ഷോൾഡർ നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും നമുക്ക് ജിൻ ഫാമിലിയിലുള്ള ആ ജോലിക്കാരില്ലേ അവരെ കാണിക്കും. അവർ കയ്യിലായിട്ട് ഒരു ഗോൾഡൻ കളർ നൂല് പോലത്തെ സംഭവം വെച്ചിട്ട് ഇവളെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ ബുയോങ് അവിടെ നിന്ന് ഇറങ്ങി ഒളിക്കാനായിട്ട് ഒരുങ്ങും. അവിടേക്ക് നമ്മളുടെ ജിയാങ് വരും. അവനിത് കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ വന്നിട്ട് ബുയോങ്ങിന്റെ അടുത്ത് ചോദിക്കും, യഥാർത്ഥത്തിൽ നീ ആരാണ്? അവിടെ നമ്മുടെ ബുയോങ് പറയും, ഞാൻ ജിൻചോയുടെ ഏറ്റവും മൂത്ത ചേച്ചിയായിട്ടുള്ള ബുയോങ് ആണ് എന്ന്. എന്നാൽ നമ്മളുടെ ജിയാങ് പറയുന്നത്, ഓഹോ, അപ്പൊ അവര് വീണ്ടും വേറെ ഏതോ പെണ്ണിനെ പിടിച്ചോണ്ട് വന്നിട്ട് ബുയോങ് ആക്കിയിരിക്കുക അല്ലേ എന്ന്. അപ്പൊ അവള് പറയും, അങ്ങനെയല്ല, ഞാൻ തന്നെയാണ് യഥാർത്ഥ ബുയോങ്. എന്നാൽ നമ്മളുടെ ജിയാങ് അത് വിശ്വസിക്കാൻ റെഡി ആയിരുന്നില്ല. അവൻ അവിടെ നിന്ന് പോവാൻ ഒരുങ്ങുന്നത് നമ്മളുടെ ബുയോങ് അവനെ തടയാൻ നോക്കും. എന്നാൽ അവനെ തടയാൻ പറ്റത്തില്ല. ബുയോങ്ങിന്റെ കയ്യിലുള്ള ആ ബ്രേസ്ലെറ്റില്ലേ അത് ഭയങ്കരമായിട്ട് ഗ്ലോ ആവുന്നുണ്ടായിരുന്നു. അവസാനം ആ ജിൻ ഫാമിലിയിലുള്ള ജോലിക്കാര് ഇവളെ വന്ന് പിടിക്കുക തന്നെ ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മുടെ പാർക്കിനെ കാണാൻ വേണ്ടിയിട്ട് സിയോങ്ങും പാക് ജിന്നും അതേപോലെ ജിയാങ്ങും വരുന്നതാണ്. അവിടെ പാർക്ക് ഉണ്ടാക്കിയ ഫുഡ് ഇവരെല്ലാവരും കഴിക്കും. ഇവരുടെ ഫേസ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അതൊട്ടും കൊള്ളത്തില്ല എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ ബുയോങ്ങിനെ കല്യാണം
കഴിക്കാൻ വന്നിരിക്കുന്ന സിയോങ്ങിന്റെ അങ്കിളാണ്. സിയോങ് ഇതറിയുന്നതും അവന്റെ അങ്കിളുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ എന്താ ഇത്രയും നേരമായിട്ട് ഇതിനെപ്പറ്റി എൻ്റെ അടുത്ത് പറയാഞ്ഞേന്ന്. അപ്പോഴേ അയാൾ പറയും, ഞാനാണെങ്കിൽ കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്നത് തന്നെ ഈ ജിൻ ഫാമിലിയിലുള്ള മൂത്ത മോളായിട്ടുള്ള ബുയോങ്ങിനെയാണ്, അതുകൊണ്ടാണ് ഞാനത് സീക്രട്ട് ആക്കി വെച്ചേ എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ബുയോങ്ങിനെയാണെങ്കിൽ ബ്രൈഡിനെ പോലെ ഒരുക്കിയിട്ട് അവളെ ഒരു വള്ളത്തിലായിട്ട് കയറ്റി വിടുന്നതാണ്, അതായത് ചെറുക്കൻ്റെ വീട്ടിലോട്ട് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെ എന്തൊക്കെ മാജിക്കൊക്കെ സംഭവിച്ചു, വെള്ളമൊക്കെ ഇങ്ങനെ കൂടി അവസാനം അവളുടെ ബോട്ട് തന്നെ കാണാണ്ടാവും. പിന്നീട് ആ ബോട്ടാണെങ്കിൽ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ ഒരു കായലിൻ്റെ അടുത്തായിട്ടാണ്. അവിടെ നോക്കുമ്പോൾ നമ്മുടെ ജിയാങ്ങും അവിടെ നിൽക്കുന്നുണ്ട്. ഇവക്ക് സന്തോഷം കാരണം വയ്യായിരുന്നു, അവൾ വേഗം തന്നെ വന്ന് നമ്മുടെ ജിയാങ്ങിനെ അങ്ങ് കെട്ടിപ്പിടിക്കും. അതേസമയം തന്നെ എല്ലാവരും നമ്മളുടെ ഈ ബോട്ടില്ലേ അതിങ്ങനെ തേടിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ബുയോങ് ആണെങ്കിൽ ജിയാങ്ങിൻ്റെ അടുത്ത് പറയും, നീ എന്നെ ഒന്ന് എടുത്തുകൊണ്ട് പോവുമോ? അപ്പോൾ നമ്മുടെ ജിയാങ് ചോദിക്കും, അതെന്താ നിനക്ക് നടക്കാൻ പറ്റത്തില്ലേ? അപ്പോൾ അവൾ പറയുന്നതന്നെ, ഈ ഡ്രസ്സിന് ഭയങ്കര വെയിറ്റ് ആണ്, എനിക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല എന്ന്. അതേസമയം തന്നെ നമ്മുടെ ജിയാങ് അവളുടെ അടുത്ത് ചോദിക്കും, അല്ല നിന്നെ എന്തിനാ ഇത്രയും നാളും പൂട്ടി വെച്ചത്? അപ്പോൾ നമ്മുടെ ബുയോങ് പറയും, എനിക്ക് ഒട്ടും വയ്യായിരുന്നു അതുകൊണ്ടായെന്ന്. എന്നാൽ നമ്മുടെ ജിയാങ് ചോദിക്കുന്നത്, അല്ല അതിന് മുന്നത്തെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവള് പറയും, എനിക്ക് എന്തോ അസുഖമായിട്ടാണ് എൻ്റെ അമ്മ എന്നെ ചികിത്സിച്ചത്, അതിന് മുന്നത്തെ കാര്യമൊന്നും എനിക്കറിയത്തില്ല, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന്. അമ്മ അത് ഇപ്പോഴും ഭയങ്കര സീക്രട്ട് ആക്കിയാ വെച്ചേക്കുന്നേ എന്നൊക്കെ അവള് പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ പാക്ജിനെയാണ്. അവൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അവനിരുന്ന് കരയുന്ന കണ്ടിട്ട് നമ്മുടെ സിയോങ് പറയും, എടാ നീ വിഷമിക്കണ്ട, നമ്മുടെ ജിൻഷോയുടെ കല്യാണമല്ല, പകരം അവളുടെ ചേച്ചിയായിട്ടുള്ള ബുയോങ്ങിന്റെ മാരേജാ എന്ന്. അത് കേൾക്കുന്നവന് സമാധാനവും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ജിയാങ്ങും അതേപോലെ ബുയോങ്ങും കൂടി സംസാരിക്കുന്നയാ. അവിടെ നമ്മുടെ ജിയാങ് ആണെങ്കിൽ ബുയോങ്ങിന്റെ കണ്ണ് ഭയങ്കര ക്ലോസ് ആയിട്ട് പിടിച്ചിരുത്തി നോക്കും. അവളുടെ കണ്ണിൽ ആ ബ്ലൂ എനർജി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ പറയും, നീ ഒരു സോൾ ഷിഫ്റ്റർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിന്റെ കണ്ണിൽ അത് നല്ലതുപോലെ തെളിഞ്ഞാനെ. അല്ല നീ ബുയോങ് തന്നെയാണോ? നിനക്ക് യഥാർത്ഥത്തിൽ എൻ്റെ ഉള്ളിലുള്ള ആ ഐസ് സ്റ്റോൺ കാണാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ ബുയോങ് പറയും, ഉറപ്പായിട്ട് എനിക്ക് കാണാൻ പറ്റും, എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. അപ്പോൾ നമ്മുടെ ജിയാങ് മനസ്സിലാലോചിക്കും, ബുയോങ്ങിന് മാത്രമേ അതിനുള്ള പവേഴ്സ് ഉള്ളൂ എന്ന്. അതേസമയം തന്നെ അവിടെ വെള്ളത്തിലായിട്ട് ഒരാത്മാവിനെ കാണിക്കും. അതിവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ ഇത് നമ്മളുടെ ബുയോങ്ങിന് ഒരുമാതിരി ഫീൽ ചെയ്യും. അവൾ ആ വെള്ളത്തിലോട്ട് നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. അവരവിടെ നിന്ന് പോകുന്നതും അവിടെയായിട്ട് ഒരു മീൻപിടുത്തക്കാരൻ വരുന്നതും അയാളെ ഈ ആത്മാവ് പിടിച്ചിട്ട് അയാളുടെ ദേഹത്തായിട്ട് ഇതങ്ങ് കയറും. എന്നിട്ട് നമ്മുടെ ജിയാങ്ങിനെ ഫോളോ ചെയ്ത് വരാനായിട്ടൊരുങ്ങും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സിയോങ് ആണെങ്കിൽ അവന്റെ അങ്കിളുടെ അടുത്ത് ചോദിക്കുന്ന, നിങ്ങളുടെ കല്യാണ ദിവസമായിട്ട് നിങ്ങളോട് എന്തെടുക്കുമെന്ന്. അപ്പോൾ അയാൾ പറയും, ബുയോങ്ങിനെ കാണാനില്ല എന്ന്. അതേസമയം തന്നെ അവിടെ എല്ലാവരും വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഡൗട്ട് ഇപ്പൊ നമ്മുടെ പാക്ജിനിലാണ്, അവനായിരിക്കും ആ പെണ്ണിനെ കടത്തിക്കൊണ്ടുപോയത് എന്നും പറഞ്ഞിട്ട്. പാക്ജിൻ അവിടെ പറയും, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അവളെ കണ്ടിട്ട് കൂടിയില്ല എന്ന്. അവിടെ നമ്മളുടെ സിയോങ്ങും പറയും, അതെ അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ അവനല്ല ഇങ്ങനെ ഒരു പണി കാണിച്ചത് എന്ന്. അവിടെയായിട്ട് നമ്മുടെ ജിൻചോയ് റിവീലാക്കും, എൻ്റെ ചേച്ചി 3 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, അവളുടെ കല്യാണമായിരുന്നു എന്ന്. ഇത് കേൾക്കുന്ന എല്ലാവരും ഷോക്കായി പോകും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബുയോങ് ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്ന ജിയാങ് ആണെങ്കിൽ നമ്മുടെ ബുയോങ്ങിനെ കൊണ്ട് അവൻ്റെ വീട്ടിൽ വരുന്നയാ. അവിടെ വളർത്തമ്മ ഇവനെ കാണുന്നതും ഭയങ്കര ഷോക്കായിരുന്നു. അപ്പൊ നമ്മുടെ ജിയാങ് പറയും, ഇതെന്റെ കല്യാണ പെണ്ണാണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ വളർത്തമ്മ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അങ്ങനെ അവരകത്തോട്ട് കയറും. അതേസമയം തന്നെ നേരത്തെ അവരെ ഫോളോ ചെയ്ത് വരുന്ന ആ ആത്മാവില്ലേ, അതാണെങ്കിൽ അവിടെ വന്നിട്ട് നമ്മുടെ ജിയാങ്ങിന്റെ ഒരു ജോലിക്കാരന്റെ ദേഹത്തായിട്ടങ്ങ് മാറും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ബുയോങ്ങും അതേപോലെ തന്നെ നമ്മുടെ ജിയാങ്ങും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ്. അവിടെയായിട്ട് നമ്മളുടെ ബുയോങ് ആണെങ്കിൽ ഒരു കപ്പിനകത്ത് കുറച്ച് വൈൻ ഒഴിച്ചിട്ട് അവൾ അതെടുത്തങ്ങ് കുടിക്കും. എന്നിട്ട് അതെടുത്ത് നമ്മളുടെ ജിയാങ്ങിന്റെ നേർക്ക് നീട്ടിയിട്ട് പറയും, ഇത് നീ കുടിക്കണം, കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒഫീഷ്യലി മാരീഡ് ആയതുപോലെയാണ്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജിയാങ് അത് കുടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആവത്തില്ല. അവനത് താഴ്ത്തിയങ്ങ് വെക്കും. എന്നിട്ട് അവിടെയായിട്ട് ഒരു ലാമ്പ് എടുത്ത് കാണിച്ചിട്ട് പറയും, നീ യഥാർത്ഥത്തിൽ ബുയോങ് ആണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അതിന് വേണ്ടിയിട്ട് നിനക്ക് ഞാനൊരു ഓപ്ഷൻ തരാം. ഈ വിളക്കെന്ന് വെച്ചാൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്, അതാണെങ്കിൽ ഒരിക്കലും അണയത്തില്ല. നിന്റെ ഫാമിലിയിലുള്ള പവേഴ്സ് യൂസ് ചെയ്താൽ മാത്രമേ ഈ വിളക്ക് അണയ്ക്കാൻ പറ്റത്തുള്ളൂ. നീ ഇത് അണച്ചു കാണിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കാമെന്ന്. എന്നാൽ നമ്മുടെ ബുയോങ് അവിടെ പറയും, എൻ്റെ കയ്യിൽ ഇപ്പോൾ പവേഴ്സ് ഒന്നുമില്ല, എൻ്റെ ഓർമ്മശക്തി പോയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പവേഴ്സും എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ബുയോങ് ആണെങ്കിൽ അവളുടെ ബ്രേസ്ലെറ്റ് കാണിച്ചിട്ട് പറയും, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് സമയമില്ല, അവരുടനെ തന്നെ എന്നെ കണ്ടുപിടിക്കും, ഞാൻ വേഗം തന്നെ ഇവിടെ നിന്ന് പൊക്കോളാം എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയാങ് ആണെങ്കിൽ അവളുടെ ആ ബ്രേസ്ലെറ്റ് അങ്ങ് കടിച്ചു മുറിച്ച് കളയും. ബുയോങ് അവിടെ നിന്ന് പോവാനായിട്ടിരുങ്ങും. എന്താന്ന് വെച്ചാൽ അവളുടെ കയ്യിൽ ഇപ്പോൾ പവേഴ്സ് ഒന്നും ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ബുയോങ്ങിന്റെ അമ്മ നമ്മുടെ മാസ്റ്റർലീനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നയാ. എന്നിട്ട് പറയും, എൻ്റെ മോളെ കണ്ടുപിടിക്കാൻ സഹായിക്കണം എന്ന്. അവിടെ നമ്മളുടെ മാസ്റ്റർലി പറയും, അവളെ നക്സു ആണ് എന്നുള്ള കാര്യം നീ മറക്കരുത് എന്ന്. എന്നാൽ നമ്മുടെ ബുയോങ്ങിന്റെ അമ്മ പറയും, എനിക്ക് അതൊന്നും യാതൊരു പ്രശ്നമില്ലാന്ന് പറഞ്ഞ് നമ്മൾക്ക് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് നമ്മളുടെ മുതോക്ക് വെള്ളത്തിൽ വീണപ്പോൾ ഈ ജിൻ ഫാമിലിയിലുള്ള ആ ലേഡിയിലെ അവർ തന്നെയാണ് മുതോക്കിനെ രക്ഷിച്ച് അവരുടെ വീട്ടിലായിട്ട് കൊണ്ടുവന്നത്. മാസ്റ്റർലി ആണെങ്കിൽ ബോഡി ചെക്ക് ചെയ്തിട്ട് പറയും, ഇപ്പോൾ നമ്മുടെ ബുയോങ്ങിന്റെ ബോഡിയിലായിട്ട് നക്സു ഇപ്പോൾ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്,
ഈ ബോഡിയിൽ ഇപ്പോൾ 2 ആത്മാക്കളും ഉണ്ട്. ഈ ബോഡിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 2 പേർക്കും മരണം ഉറപ്പാണ് എന്നൊക്കെ നമ്മുടെ മാസ്റ്റർ ലീ പറയും. ഇത് കേൾക്കുന്നേം ബുയോങ്ങിന്റെ അമ്മ പറയും, എന്ത് സംഭവിച്ചിട്ടായിരുന്നാലും ഇവളെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ, ഇവളെന്റെ ബുയോങ് അല്ലേ, ഇവളുടെ ഉള്ളില് ഇനി എന്തായിരുന്നാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറയും. അങ്ങനെയാണ് നമ്മളുടെ മുതോക്കിന്റെ ബോഡീനെ ഹീൽ ചെയ്തെടുക്കുന്നത്. ഇവിടെ നമ്മുടെ മാസ്റ്റർ ലീ പറയും, ഈ ബോഡിയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് നക്സൂനാണ്, അതുകൊണ്ട് തന്നെ ബോഡി ഹീൽ ആവുമ്പോൾ അവളുടെ യഥാർത്ഥ രൂപം ഏതാണോ അതിലോട്ട് മാത്രമേ ട്രാൻസ്ഫോം ആയി വരത്തുള്ളൂ എന്ന്. അവിടെ നമ്മളുടെ ബുയോങ്ങിന്റെ അമ്മ പറയും, ഒരിക്കലും നക്സുന്റെ ബോഡിയും നക്സുന്റെ ആത്മാവും ഒരേപോലെ ഒരുമിച്ച് ആവാൻ പാടില്ല എന്ന്. എന്നാൽ നമ്മുടെ മാസല്ലി പറയുന്നത് തന്നെ അത് അവളുടെ ചോയ്സാണ്. അവൾക്ക് എല്ലാം ഓർമ്മ വന്നു കഴിഞ്ഞാൽ അവൾ ഉറപ്പായിട്ടും നക്സുമായിട്ട് മാറും. അത് കഴിഞ്ഞ് അവൾക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. അങ്ങനെയാവുമ്പോൾ അവൾ ജിയാങ്ങിനെ പ്രേമിക്കുകയും ചെയ്യും. ഇത് കേൾക്കുന്നേം ബുയോങ്ങിന്റെ അമ്മ പറയും, ഞാൻ അതിനൊരിക്കലും സമ്മതിക്കത്തില്ല, ഞാൻ അവരെ ഒരിക്കലും മീറ്റ് ചെയ്യാൻ അനുവദിക്കത്തില്ല എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ബുയോങ് ആണെങ്കിൽ ജിയാങ്ങിന്റെ വീട്ടിൽ നിന്ന് പോകാനായിട്ട് ഇറങ്ങുന്നതാണ്. പോകുന്ന വഴിയിൽ വെച്ചിട്ട് അവളാണെങ്കിൽ ഒരു സോൾ ഷിഫ്റ്ററിനെ കാണും. അതായത് ആ പുഴയിൽ നിന്ന് കയറി വന്ന ആത്മാവില്ലേ, അതിനെ കാണുന്നേം അവൾ അതിനെ ഫോളോ ചെയ്ത് പോകാനൊരുങ്ങും. ആ ആത്മാവ് നമ്മളുടെ ബുയോങ്ങിനെ അറ്റാക്ക് ചെയ്ത് വെള്ളത്തിലായിട്ട് മുക്കിക്കൊല്ലാൻ നോക്കും. കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ജിയാങ് അവിടേക്ക് വന്നിട്ട് ബുയോങ്ങിനെ അങ്ങ് രക്ഷിക്കും. എന്നിട്ട് ആ സോൾ ഷിഫ്റ്ററിനെ ആ വെള്ളത്തിൽ വെച്ച് തന്നെ കൊന്നു കളയും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ബുയോങ്ങിനെയും കൊണ്ട് അവൻ ആ റൂമിലായിട്ട് വരുന്നതാണ്. ബുയോങ് ഇപ്പൊ ബോധം കെട്ടി കിടക്കുമായിരുന്നു. അവിടെ നമ്മളുടെ ജിയാങ് ബുയോങ്ങിന് ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് വൈൻ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ആ വൈൻ തന്നെ അവനും കുറച്ച് കുടിക്കും. അപ്പോഴവന് ഓർമ്മ വരുന്നത് അതായത് ഇത് അവരുടെ വെഡിങ് ഡ്രിങ്ക് ആയിരുന്നില്ലേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ പാക്ജിനാണെങ്കിൽ ബുയോങ്ങിന്റെ ഫോട്ടോ വരച്ചിട്ട് എല്ലായിടത്തും ഒട്ടിക്കുന്നതാണ്. എല്ലാവരും ഇവളുടെ ഫോട്ടോ കാണുന്നതും ഭയങ്കരമായിട്ട് അതിശയത്തി നോക്കി എന്നിട്ട് പറയും, ഇവൾ എന്ത് സുന്ദരിയാ എന്ന്. അതേപോലെ തന്നെ ഇവളുടെ ഫോട്ടോ നമ്മുടെ സോള് കാണും. അവള് കണ്ട് ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു. അവൾ വിചാരിക്കും ബുയോങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുതോക്കായിരുന്നില്ലേ, ഇവളെങ്ങനെ ആവാനാ എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ സിയോങ് ആണെങ്കിൽ ഈ ബുയോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നയാ. അവിടെയായിട്ട് നമ്മളുടെ ഈ ബുയോങ് അവൻ്റെ അടുത്ത് സോറി പറയും. എന്നിട്ട് പറയും, എനിക്ക് വേറൊരാളെ ഇഷ്ടവാ, നീ വേറൊന്നും വിചാരിക്കരുത് എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ സിയോങ് ചിരിച്ചിട്ട് പറയും, ഓക്കെ ഞാൻ ഇക്കാര്യം എൻ്റെ അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞേക്കാം എന്ന്. അത് കേൾക്കുന്നേ ബുയോങ് ചോദിക്കും, അപ്പോൾ നീയല്ലേ എന്നെ കല്യാണം കഴിക്കാൻ വന്നേന്ന്. അപ്പോൾ അവൻ പറയും, ഇല്ല, സിയോളിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്കല്ല വന്ന, ഞാൻ എൻ്റെ അങ്കിളുമായിട്ടാണ് വന്നത് എന്ന്. ഇത് കേൾക്കുന്നേ ബുയോങ്ങിന് കാര്യമെല്ലാം മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സിയോങ് ആണെങ്കിൽ ബുയോങ്ങിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവൻ എന്തോ പരിചയം തോന്നുന്നുണ്ട്. അവൻ ചോദിക്കും, നമ്മൾ രണ്ടുപേരും മുമ്പ് എപ്പോഴേലും കണ്ടിട്ടുണ്ടോ എന്ന്. എന്നാൽ ബുയോങ് പറയും, ഒരിക്കലുമില്ല, ഞാൻ 3 വർഷമായിട്ട് എൻ്റെ റൂമിന് പുറത്തോട്ട് പോലും ഇറങ്ങിയിട്ടില്ല എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മുടെ ജിയാങ്ങിന്റെ അടുത്ത് അവനെ വളർത്തുമ്പോൾ ഒന്ന് ചോദിക്കുന്നേ, നീ ഇവിടെ കൊണ്ടുവന്ന പെങ്കൊച്ച് ആ ജിൻ ഫാമിലിയിലെ മൂത്ത പെങ്കൊച്ചാണോ എന്ന്. എന്നാൽ ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ജിയാങ് ആണെങ്കിൽ വലിയ മൈൻഡൊന്നും ആക്കത്തില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്ന ആ ജിൻ ഫാമിലിയിലായിട്ട് നമ്മുടെ ബുയോങ് തിരിച്ചു വരുന്നയാ. അവളെ കാണുന്നത് അവളുടെ അമ്മ ആദ്യമേ തന്നെ അവളുടെ ചെവുക്കുറ്റി നോക്കി ഒരു അടിയങ്ങ് വെച്ചു കൊടുക്കും. എന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും, ഞാൻ വിചാരിച്ചു ഞാൻ നിന്നെ വീണ്ടും കൊണ്ട് കളഞ്ഞു എന്ന്. ഇത്രയും പറഞ്ഞ് അവര് ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ സിയോങ് ആണെങ്കിൽ അവന്റെ അങ്കിളുടെ അടുത്തിരുന്ന് കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അവനാണെങ്കിൽ നമ്മുടെ ബുയോങ് എന്തൊക്കെയാണോ പറഞ്ഞത് അതെല്ലാം പറഞ്ഞു കൊടുക്കും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഈ ബുയോങ് അവളുടെ അമ്മയോട് ഇരുന്ന് സംസാരിക്കുന്നയാ. അവള് പറയും, എന്റെ കയ്യിൽ പവേഴ്സ് ഒന്നും ഇല്ലല്ലോ എന്ന്. അപ്പൊ അവളുടെ അമ്മ പറയും, അതുകൊണ്ടാണ് നിനക്ക് എല്ലാവരുടെ ആവശ്യമുള്ളത്. ഇനിയിപ്പോ നീ എന്തായാലും പുറത്തോട്ട് ഇറങ്ങിയേ പറ്റത്തുള്ളൂ, എല്ലാവരും നിന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ബുയോങ്ങിന്റെ അമ്മയാണെങ്കിൽ അവളുടെ കയ്യിലായിട്ട് ആ ബ്രേസ്ലെറ്റ് നോക്കും. എന്നാ ആ കയ്യിൽ അതില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവരൊരു സൂചിയും നൂലും എടുത്തിട്ട് ആ ഗോൾഡൻ ത്രെഡ് എടുത്ത് അവളുടെ ആ ഷോൾഡറിലായിട്ട് തുന്നി വെക്കാനായിട്ട് ഒരുങ്ങും. എന്താന്ന് വെച്ചാൽ ഇനി ആർക്കും അത് അഴിച്ചു മാറ്റാൻ സാധിക്കരുത് എന്നുള്ളൊരു മൈൻഡിൽ. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മളുടെ ജിയാങ് ആണെങ്കിൽ അവന്റെ വീട്ടിലിരുന്ന് ഡ്രിങ്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ഇരിക്കുന്ന ആ ലാൻഡേണില്ലേ അത് അണയുന്നത് അവൻ ശ്രദ്ധിക്കും. അപ്പൊ അവന് മനസ്സിലാവും ഇത് ഉറപ്പായിട്ടും നമ്മളുടെ ബുയോങ് തന്നെ ചെയ്തായിരിക്കും എന്ന്. അവളിപ്പോ നമ്മളുടെ ജിയാങ്ങിനെ പറ്റി മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ആ ജിൻ ഫാമിലിയില്ലേ അവരാണെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ നമ്മളുടെ ബുയോങ്ങിനെ റിവീൽ ചെയ്യുന്ന ദിവസമായിരുന്നു. നമ്മളുടെ ബുയോങ്ങിന്റെ അമ്മയാണെങ്കിൽ അവളെയും കൊണ്ട് സ്റ്റേജിലായിട്ട് കയറും. അവിടെയായിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെയുള്ള ലൈറ്റ്സ് എല്ലാം ഓഫായിട്ട് ഒരാളിങ്ങനെ കയറി വരും. അവന്റെ കയ്യിലായിട്ട് ഒരു വിളക്കുണ്ട്. ആ വിളക്ക് ഇപ്പോൾ കത്തിയിരിക്കുകയാണ്. ഇത് വേറെ ആരുമല്ല നമ്മളുടെ ജിയാങ് തന്നെയാ. അവൻ അവിടെ വന്നിട്ട് ബുയോങ്ങിനെ കണ്ടിട്ട് പറയും, നീ ഈ വിളക്ക് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അണയ്ക്കുവാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാൻ റെഡിയാണ് എന്ന്. എന്നാൽ നമ്മളുടെ ബുയോങ് പറയും, എനിക്കതിന് പറ്റത്തില്ല, എന്റെ കയ്യിൽ പവേഴ്സ് ഒന്നും ഇല്ല
ഇല്ലല്ലോ എന്ന്. ഇത് കേൾക്കുന്നേം ജിയാങ് ആണെങ്കിൽ ഓക്കെ ശരിയെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാനായിട്ടിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ബൂയോങ് അവന്റെ കയ്യിൽ കയറി പിടിക്കുന്നതും ആ വിളക്കങ്ങ് അണഞ്ഞു പോവും. എല്ലാവരും ഷോക്കാവും. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ജിയാങ് ഷോക്കായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടുത്തെ എല്ലാ ലൈറ്റ്സും ഓൺ ആവും. അതേസമയം തന്നെ നമ്മളുടെ ജിയാങ് അവിടെ പറയും ഇവക്കൊരിക്കലും ജിൻ ഫാമിലിയുടെ ലീഡർ ആവാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ എൻ്റെ ഭാര്യയാണ്. ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും കൂടി വെഡിങ്ങിന്റെ ആ ഒരു വൈൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെയാണ് കല്യാണം കഴിച്ചത് എന്നും പറയും. ഇത് കേൾക്കുന്ന എല്ലാവരും ഷോക്കായി പോവും. നമ്മുടെ ബൂയോങ്ങും അത് സത്യമാണെന്ന് എല്ലാവരുടെയും മുമ്പിൽ പറയും. യഥാർത്ഥത്തിൽ ബൂയോങ്ങിന് തന്നെ അറിയത്തില്ല ആ വിളക്ക് അവൾ എങ്ങനെയാണ് അണച്ചത് എന്ന്. അവിടെയായിട്ട് നമ്മളുടെ ജിയാങ് ഇല്ലേ, അവനാണെങ്കിൽ അവളെ ചേർത്ത് പിടിക്കും. ഇത് കാണുന്നേയും അവളും ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുണ്ടായിരുന്നു. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ജിയാങ്ങും അതേപോലെ തന്നെ ബൂയോങ്ങും കൂടി ചേർന്നിട്ട് അവർ രണ്ടുപേരും മാരീഡ് ആണെന്ന് എല്ലാവരുടെയും മുമ്പിൽ റിവീൽ ആക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അവിടെയായിട്ട് നമ്മുടെ ജിന്നില്ലേ, അയാൾ വന്നിട്ട് ജിയാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും നീ നിന്റെ പവേഴ്സിനെയൊക്കെ മോശമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന്. അവിടെയായിട്ട് നമ്മുടെ ജിയാങ് അവന്റെ പവേഴ്സ് എല്ലാം കാണിക്കും. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭയങ്കരമായിട്ടും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ പാക് ജിന്നും അവന്റെ ആൾക്കാരും നടന്നു വരും. അവിടെയായിട്ട് നമ്മുടെ ജിൻചോയി വന്നിട്ട് ചോദിക്കും നീ എന്തിനാ ഇങ്ങനെ കാണിച്ചത്? നീ ആ പോസ്റ്റർ എല്ലായിടത്തും ഒട്ടിച്ചത് കൊണ്ടാണ് എനിക്കും എൻ്റെ അമ്മയ്ക്കും ചേച്ചീനെ ഇപ്പം എല്ലാവരുടെ മുമ്പിലായിട്ട് റിവീൽ ആക്കേണ്ടതായിട്ട് വന്നത്. അതുകൊണ്ടാണല്ലോ ഇത്രയും പ്രശ്നങ്ങളല്ല ഇവിടെ ഉണ്ടായത്. അതേസമയം തന്നെ നമ്മുടെ ആ ജിന്ന് ജിയാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും അല്ല നിനക്ക് അവളെ അങ്ങ് വെറുതെ വിട്ടൂടെ? ഇന്നലെ രാത്രിയല്ലേ നിങ്ങൾ കല്യാണം കഴിഞ്ഞത്? ഇതിനെന്താ നിങ്ങളുടെ കയ്യിൽ പ്രൂഫ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും. ഉടനെ തന്നെ നമ്മളുടെ ബുയോങ് ആണെങ്കിൽ പറയും എൻ്റെ കയ്യിൽ ഒരു തെളിവുണ്ടെന്ന് പറഞ്ഞ് അവൾ വേഗം തന്നെ അവളുടെ വയറ്റിലായിട്ട് കൈയെടുത്തങ്ങ് വയ്ക്കും. ഇത് കാണുന്നതും എല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു. നമ്മളുടെ ജിയാങ് പോലും ഞെട്ടി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മുടെ ഗുരുജി വന്നിട്ട് പറയും ഒരു 10-12 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഇത് ചെക്ക് ചെയ്തിട്ട് പറയാൻ പറ്റത്തുള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ജിയാങ് ആണെങ്കിൽ ബുയോങ്ങിനെ കൊണ്ട് അവൻ്റെ വീട്ടിലായിട്ട് വരുന്നതാണ്. അവിടെയായിട്ട് ബുയോങ് ആ വിളക്കം കൊണ്ടുവന്ന് അവിടെ ഒരു ടേബിളിലായിട്ട് വെക്കും. എന്നിട്ട് അവളാണെങ്കിൽ ജിയാങ്ങിന്റെ കയ്യിൽ കയറി പിടിച്ചപ്പോൾ ആ വിളക്കണഞ്ഞില്ലേ, അതിനെ പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കും. കൂട്ടത്തിൽ തന്നെ അവൾ ആ വിളക്കിനെ ഒന്നുകൂടി അണയ്ക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. എന്നാൽ അവിടെ ചെറുതായിട്ട് മാത്രമേ ആ തീയൊന്ന് അനങ്ങത്തുള്ളൂ. അവിടെ നോക്കാൻ നേരത്ത് നമ്മളുടെ ജിയാങ്ങിന്റെ വാളിരിപ്പുണ്ടായിരുന്നു. അത് നക്സുവിൻ്റെതല്ലേ. അതിനകത്ത് അവളൊന്ന് ജസ്റ്റ് തൊട്ട് നോക്കുന്നതും അവൾക്ക് എന്തൊക്കെയോ ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരുന്നത് പോലെ തോന്നും. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ വിളക്കില്ലേ അതങ്ങ് കത്തും. ഇത് കാണുന്നതും നമ്മളുടെ ജിയാങ് അവിടേക്ക് ഓടി വരും. അവൻ വന്നിട്ട് ചോദിക്കും നീയാണോ ഇപ്പൊ ഈ വിളക്ക് കത്തിച്ചത്? അപ്പൊ നമ്മളുടെ ബുയോങ് പറയും എനിക്കെന്തോ എൻ്റെ ഓർമ്മ തിരിച്ചു വന്നതുപോലൊക്കെ തോന്നി. അപ്പൊ അവൻ ചോദിക്കും നിനക്കിത് ഒന്നുകൂടെ ഒന്ന് അണയ്ക്കാൻ പറ്റുമോ? അവിടെ നമ്മളുടെ ബുയോങ് അതിന് ട്രൈ ചെയ്യും. എന്നാൽ അവിടെ തീ ചെറുതായിട്ടൊന്ന് അനങ്ങത്തതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇത് കാണുന്നേയും നമ്മളുടെ ജിയാങ്ങിനും ബുയോങ്ങിനൊക്കെ ഭയങ്കര സന്തോഷമാവും. അവിടെയായിട്ട് നമ്മളുടെ ബുയോങ് അവളുടെ വയറ്റിലായിട്ട് കൈ വെച്ചേക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ ജിയാങ് ചോദിക്കും അല്ല നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നീ യഥാർത്ഥ പ്രഗ്നന്റ് ആയതുപോലെ ആണല്ലോ ഇപ്പൊ ബിഹേവ് ചെയ്തോണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ബുയോങ് ആണെങ്കിൽ അവനൊരു കിസ് അങ്ങ് കൊടുക്കും. എന്നിട്ട് അവൾ അവിടെ ഭയങ്കര സന്തോഷിച്ച് നിൽക്കും. പെട്ടെന്ന് തന്നെ അവളുടെ തോള് നന്നായിട്ട് വേദനിക്കാൻ തുടങ്ങും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ അമ്മ അവിടെ ഇരുന്നിട്ട് ആ ഗോൾഡൻ കളറിലെ ആ നൂലില്ലേ അതെടുത്ത് വെച്ചിട്ട് അതിനെ ഇങ്ങനെ മന്ത്രം യൂസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. നമ്മളുടെ ബുയോങ്ങിന്റെ മുതുകത്തായിട്ട് അവരാ നൂല് വെച്ചിട്ട് തന്നെ തയ്ച്ചു വെച്ചിട്ടില്ലേ അതിപ്പോ അവൾക്ക് നല്ലതുപോലെ വേദനിക്കുന്നുണ്ട്. അവളുടെ അമ്മ ഇപ്പൊ ഇങ്ങനെ ചെയ്യാനുള്ള മെയിൻ റീസൺ തന്നെ വേദനിച്ചിട്ടെങ്കിലും അവള് തിരിച്ചവളുടെ വീട്ടിലോട്ട് വരണമെന്ന് ആലോചിച്ചിട്ടാ. അവിടെ നമ്മുടെ വളർത്തമ്മയാണെങ്കിൽ ഇവക്ക് നല്ല ചികിത്സയൊക്കെ കൊടുക്കും. എന്നിട്ട് അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. നമ്മളുടെ ബുയോങ് ആണെങ്കിൽ വേദന കൊണ്ട് കിടന്ന് പൊളയും. അതേസമയം തന്നെ അവളുടെ അമ്മ എവിടെ നിന്ന് പറയുന്നുണ്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് വീട്ടിലോട്ട് വാ എന്ന്. അവിടെയായിട്ട് നമ്മളുടെ ജിയാങ് വരും. എന്നിട്ട് ആ നൂല് പോലത്തെ സംഭവത്തിനെ എടുത്ത് അവനങ്ങ് നശിപ്പിച്ചു കളയും. അപ്പൊ നമ്മളുടെ ബുയോങ്ങിന്റെ അമ്മ വയ്ക്കും നീ ഇപ്പൊ എന്തുവായി കാണിച്ച, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന്. ഉടനെ തന്നെ നമ്മളുടെ ജിയാങ് പറയും ഇത് കാരണം ബുയോങ്ങിന് നല്ല വേദന എടുക്കുന്നുണ്ട്. നിങ്ങളൊരു അമ്മയാണോ ഇങ്ങനെയാണോ സ്വന്തം മോളോട് ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് വന്ന് നമ്മളുടെ ബുയോങ്ങിനെ നോക്കുമ്പോൾ അവളിപ്പോൾ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. കുറച്ചു നേരം കഴിയുന്നത് നമ്മളുടെ ബുയോങ് എഴുന്നേക്കും. അവളുടെ വേദനയെല്ലാം ഇപ്പൊ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ആ സോളിനെയാണ്. അവൾക്കാണെങ്കിൽ നമ്മളുടെ ആ ജിന്നിന്റെ ആള് ഒരു മരുന്ന് എടുത്തു കൊടുക്കും. എന്നിട്ട് പറയും ഇതാണ് നിനക്കുള്ള ഈ മാസത്തെ മരുന്ന് എന്ന്. കൂട്ടത്തിൽ തന്നെ ബുയോങ്ങിന്റെ പടം കാണിച്ചിട്ട് പറയും ഈ പെങ്കുച്ചിനെ നീ കണ്ടുപിടിച്ച് കൊണ്ടുതരണം. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ബുയോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് പാർക്കും അതേപോലെ ഗുരുജിയും എല്ലാവരും വരുന്നതാണ്.
അവർ വന്നിട്ട് ചോദിക്കും, നീ യഥാർത്ഥത്തിൽ ജിയാങ്ങുമായിട്ട് കല്യാണം കഴിച്ചോ എന്ന്. അവിടെ നമ്മുടെ വളർത്തമ്മ പറയും, കല്യാണം പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല, അതിനുള്ള തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക എന്ന്. അവിടെ നമ്മളുടെ ബൂയോങ്ങും എല്ലാവരുടെ സോറി പറയും, കള്ളം പറഞ്ഞു എന്റെ പേരിൽ. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ജിയാങ്ങിനെയാ. അവനാണെങ്കിൽ സോൾ ഷിഫ്റ്റേഴ്സിന്റെ എല്ലാം പേരിൽ ഓരോ കല്ലറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ വന്ന് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യും. ഇവനെ കാണാഞ്ഞ് നമ്മളുടെ ബൂയോങ്ങും അവനെ തിരക്കി അതേ സ്ഥലത്തേക്ക് തന്നെ വരുന്നത്. എന്നാൽ അവൾ എത്തുന്നതും നമ്മുടെ ജിയാങ് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അവള് വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു കല്ലറയിലായിട്ട് അവളൊരു ചെറിയ സ്റ്റോൺ കാണും. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ മുതോക്കിന് ജിയാങ് പണ്ട് ഗിഫ്റ്റ് കൊടുത്ത ആ ബ്ലൂ സ്റ്റോണില്ലേ, അത് തന്നെയായിരുന്നു. ഇത് കാണുന്നത് നമ്മളുടെ ബൂയോങ്ങിന് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അവൾ അതെടുത്ത് കൈ വെക്കും. എന്നിട്ട് അവള് അവിടെയുള്ളൊരു നഗരത്തിലായിട്ട് വരും. അവിടെ നമ്മളുടെ സോളാണെങ്കിൽ ബൂയോങ്ങിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുക്കനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോളും അവളെ വാച്ച് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മളുടെ ബൂയോങ് ആണെങ്കിൽ ഈ സ്റ്റോൺ നോക്കിക്കൊണ്ട് നടക്കുന്നതും ആ ചെറുക്കൻ വന്ന് ഈ സ്റ്റോൺ തട്ടിയെടുത്തോണ്ടങ്ങ് പോകും. അങ്ങനെ നമ്മളുടെ ബൂയോങ് അവനെ ഫോളോ ചെയ്ത് വരും. ഈ ചെറുക്കൻ ഈ സ്റ്റോൺ നേരെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് നമ്മുടെ സോളിന്റെ കയ്യിലായിട്ടാണ്. അവിടെ നമ്മളുടെ ആ ജിന്നില്ലേ, അയാൾ പ്ലാൻ ചെയ്തേക്കുന്നത് തന്നെ നമ്മളുടെ ഈ ബൂയോങ്ങിന്റെ ആ ഒരു സോള് കണ്ടു കഴിഞ്ഞാൽ അവന് മനസ്സിലാവും ഇത് യഥാർത്ഥത്തിൽ നക്സുവിന്റെ സോളാണോ അല്ലയോ എന്ന്. അതിന് വേണ്ടിയിട്ടാണ് അയാൾ നമ്മുടെ സോളിനെ ഇതൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചേക്കുന്നത്. അങ്ങനെ നമ്മുടെ ബൂയോങ് ആണെങ്കിൽ ആ ചെറുക്കനെ ഫോളോ ചെയ്ത് ഒരു പ്രത്യേക സ്ഥലത്തായിട്ട് എത്തും. അവിടെയായിട്ട് അവൾക്കൊരു പ്രത്യേക എനർജി തന്നെ ഫീൽ ചെയ്യും. നമ്മുടെ ബൂയോങ്ങിന് മനസ്സിലാവത്തില്ല ഇവിടെ എന്തുവാ എന്ന്. അങ്ങനെ അവള് ആ റൂമിന്റെ അകത്തോട്ട് കയറും. അവിടെയായിട്ട് അവൾക്ക് ആ ലോക്കറ്റും കിട്ടും. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഒരു ഫോഗ് പോലത്തെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. ഇത് കാരണം നമ്മളുടെ ബൂയോങ് ഭയങ്കരമായിട്ട് ടെൻഷനാവും. അവൾക്ക് നന്നായിട്ട് അറിയാം ഇത് ശ്വസിച്ചു കഴിഞ്ഞാൽ അവള് ബോധം കെട്ട് പോവുക എന്ന്. അതേസമയം തന്നെ അവിടേക്ക് നമ്മളുടെ സിയോങ് വരും. അവൻ വന്നിരിക്കുന്നത് നമ്മളുടെ ആ സോളിനെ അന്വേഷിച്ച് തന്നെയായിരുന്നു. അവൻ അങ്ങനെ അകത്തോട്ട് കയറി വന്ന് നോക്കുമ്പോൾ അവിടെ എങ്ങും ആരെയും കാണത്തില്ല. പെട്ടെന്ന് തന്നെ ഒരു വെള്ളത്തിൽ നിന്ന് ചാടി എഴുന്നേക്കുന്ന നമ്മളുടെ ബൂയോങ്ങിനെ കാണുന്നേ. അവനങ്ങനെ ബൂയോങ്ങിനെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. അവരൊരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അവിടെ നമ്മളുടെ ബൂയോങ് പറയും, എനിക്ക് നിന്റെ ഉള്ളിലെയും ജിയാങ്ങിന്റെ ഉള്ളിലേക്കുള്ള എനർജിനെ നന്നായിട്ട് കാണാൻ പറ്റൂ എന്ന്. ഇതെല്ലാം നമ്മുടെ സോള് കേൾക്കും. അവളത് നേരെ വന്ന് നമ്മളുടെ ആ ജിന്നിന്റെ അടുത്ത് പറയും. ഇത് കേൾക്കുന്നേ ജിന്നു പറയും, അവക്ക് എനർജിനെ കാണാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവള് ബൂയോങ് ആണ്. നക്സും ജീവനോടെ ഇരിക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ ക്രൗൺ പ്രിൻസിനെയാണ്. ക്രൗൺ പ്രിൻസ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. അതായത് നമ്മുടെ ജിയാങ് ഇപ്പൊ ബൂയോങ്ങിനെ കല്യാണം കഴിക്കാൻ പോവുക എന്ന്. ഇത് കേൾക്കുന്നേ ക്രൗൺ പ്രിൻസ് പറയും, അവനൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ക്യൂനാണെങ്കിൽ അവരുടെ മുഖത്ത് എന്തോ ഒരു പ്രത്യേകതരം പൗഡർ ഇടുന്നുണ്ടെന്ന് നമ്മളുടെ ക്രൗൺ പ്രിൻസ് അറിയുന്നതാണ്. അങ്ങനെ അവര് അതെന്ത് പൗഡറാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു മാർക്കറ്റിലായിട്ട് വരും. അവിടെ നമ്മളുടെ ബൂയോങ്ങും ഉണ്ടായിരുന്നു. അവള് നമ്മളുടെ ക്രൗൺ പ്രിൻസുമായിട്ട് ഒന്ന് കൂട്ടിയിടിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ബൂയോങ്ങിനാണെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉള്ളൊരു ആമേനെ വാങ്ങിക്കണോ എന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അവള് കടം ചോദിക്കുന്ന നമ്മുടെ ക്രൗൺ പ്രിൻസിന്റെ അടുത്താ. എന്നാൽ അവൻ പറയും അവന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ബൂയോങ് ആണെങ്കിൽ ജിയാങ്ങിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാ. അവള് വീട്ടിലെത്തിയിട്ടും അവന്റെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയും, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് 2 പേര് വന്നിട്ടുണ്ട് എന്ന്. നമ്മളുടെ ബൂയോങ് ജിയാങ് ആണെന്ന് പറഞ്ഞ് വന്ന് നോക്കുമ്പോൾ അവിടെയായിട്ട് നമ്മളുടെ ഗുരുജിയുടെ ചെറുമോളായിട്ടുള്ള യൂനും അവളുടെ അസിസ്റ്റന്റും ആയിരുന്നു. ബൂയോങ് ജിയാങ്ങിനെ തിരക്കുമ്പോൾ ആ യൂൻ പറയും, അവൻ ഇന്നലെ ആ സ്കൂളിലുണ്ടായിരുന്നു, അവന് കുഴപ്പമൊന്നും ഇല്ല എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ബൂയോങ് ആണെങ്കിൽ ആ വളർത്തമ്മയെടുത്ത് പറയും, എനിക്ക് കുറച്ച് ബിസ്ക്കറ്റ് പാക്ക് ചെയ്ത് തരുമോ, ഞാനത് ജിയാങ്ങിന് കൊണ്ട് കൊടുത്തിട്ട് വരാം എന്ന്. അങ്ങനെ അവളാണെങ്കിൽ നമ്മളുടെ ഈ യൂനിന്റെ ഒക്കെ പുറകെ നടക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ബൂയോങ്ങിന്റെ കയ്യിലായിട്ട് ആ ബ്ലൂ സ്റ്റോൺ ഇരിക്കുന്ന കണ്ടിട്ട് യൂൻ ചോദിക്കും, നിനക്കിത് എവിടുന്നാ കിട്ടിയത് എന്ന്. അപ്പൊ അവള് പറയും, ഇത് ഞാൻ അതിന്റെ ഓണറിന് കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. ഉടനെ തന്നെ ആ യൂൻ പറയും, ഇത് നക്സുവിൻ്റെതാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ബൂയോങ്ങിന് ഒരുമാതിരിയായി. അവള് വേഗം തന്നെ ഇത് എവിടെ നിന്നാണോ കിട്ടിയത് ആ കല്ലറയുടെ അടുത്ത് തന്നെ കൊണ്ടുപോയി വെക്കുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ജിയാങ്ങിനെ. അവനിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ വളർത്തമ്മ പറയും, നീ ഇവിടെ ഉണ്ടോ? ബൂയോങ് നിന്നെ തിരക്കി ആ കൊട്ടാരത്തിലായിട്ട് വരാൻ ഒരുങ്ങുമായിരുന്നല്ലോ, നിന്നെ കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് അവള് നല്ല സങ്കടത്തിലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയാങ്ങിന്റെ കയ്യിരിക്കുന്ന ആ റെഡ് കളർ സ്റ്റോണില്ലേ, അത് ഗ്ലോ ആവാൻ തുടങ്ങും. ഇത് കണ്ടിട്ട് ജിയാങ് ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡായി. അവൻ വേഗം തന്നെ നമ്മുടെ മുതോക്കിന്റെ ആ കല്ലറയില്ലേ അതിന്റെ അടുത്തേക്ക് ഓടി വരും. വന്ന് നോക്കുമ്പോൾ അവിടെയായിട്ട് നമ്മുടെ ബൂയോങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവളുടെ കയ്യിലായിട്ട് ആ റെഡ് കളറിലെ സ്റ്റോണും ഉണ്ട്. പെട്ടെന്ന് തന്നെ ബൂയോങ് പറയും, എനിക്കിപ്പോ ഒരു കാര്യം ഓർമ്മ വന്നു, നമ്മൾ രണ്ടുപേരും കുറെ കാലമായിട്ട് ഇഷ്ടത്തിലായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജിയാങ് ഭയങ്കരമായിട്ട് ദേഷിച്ചിട്ട് അവളുടെ അടുത്ത് ചോദിക്കും, നീ എന്തുവായി പറയുന്നത്? നീ വെറുതെ അനാവശ്യമായിട്ട് കഥകൾ ഉണ്ടാക്കി പറയണ്ട എന്ന്. അപ്പൊ നമ്മളുടെ ബൂയോങ് പറയും, അല്ല സത്യമായിട്ടും എനിക്കിപ്പോ ഈ ഒരു കല്ലിൽ തൊട്ടപ്പോൾ കുറെ കാര്യങ്ങൾ ഓർമ്മ വന്നു. നീ എനിക്ക് ഈ കല്ല് തന്നിട്ട് നീ റെഡ് കളർ കല്ല് എടുക്കുവാന്നും പറഞ്ഞ് എനിക്ക് ഈ ബ്ലൂ കളർ തന്നു. ഞാൻ ഈ കല്ലിൽ തൊട്ടപ്പോൾ എനിക്ക് ഈ ഒരു മെമ്മറിയാണ് വന്നത്. എനിക്ക് തോന്നുന്നത് അതെന്റെ മെമ്മറി ആയിരുന്നു എന്നാ. ഇത്രയും പറഞ്ഞിട്ട് നമ്മളുടെ ബൂയോങ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കല്ലിനെ ഇരുന്ന സ്ഥലത്തേക്ക് വെക്കും. എന്നാൽ അവിടെ അടുക്കി വെച്ചിരുന്ന കല്ലെല്ലാം തറയിലോട്ട് വീണ് അവളുടെ കൈക്ക് പരിക്ക്
പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും കണ്ടിട്ട് നമ്മളുടെ ജിയാങ് വലിയ മൈൻഡൊന്നും ആക്കത്തില്ല. അവൻ അവിടെ നിന്ന് നടന്നങ്ങ് പോകും. നമ്മളുടെ ബൂയോങ് ആണെങ്കിൽ ആ കല്ലെല്ലാം അടുക്കി പിറക്കി വരുമ്പോൾ തന്നെ രാത്രി ആയായിരുന്നു. അവൾ അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് വരാൻ നേരത്ത് നല്ല ഇരുട്ടും അതേപോലെ തന്നെ കുറെ മൃഗങ്ങളുടെ സൗണ്ടൊക്കെ കേൾക്കും. നമ്മളുടെ ബൂയോങ്ങിന് നല്ല പേടിയാവും. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് കുറെ മിന്നാമിനുങ്ങുകൾ വരും. അത് വന്നിട്ട് നമ്മളുടെ ബൂയോങ്ങിന് അവൾക്ക് വേണ്ട വഴി കാണിച്ചു കൊടുക്കും. ഇത് കാണുന്നേം ബൂയോങ്ങിന്റെ പേടിയൊക്കെ മാറും. അവളുടെ തൊട്ട് പുറവെയായിട്ട് തന്നെ നമ്മളുടെ ജിയാങ്ങും ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ആ ക്രൗൺ പ്രിൻസിനെയാണ്. ക്രൗൺ പ്രിൻസ് ആണെങ്കിൽ നമ്മളുടെ ബൂയോങ് ഏത് ആമേനെയാണോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയത് ആ ആമേനെ വാങ്ങിക്കൊണ്ടാ വന്നേക്കുന്നത്. അതിന് പോസിറ്റീവ് എനർജി ആണെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് കണ്ണു തുറക്കുന്നയാ. അയാൾക്ക് ചുറ്റിനായിട്ട് കുറെ ഡെഡ് ബോഡീസ് ഉണ്ടായിരുന്നു. ഇത് കാണുന്നതും അയാൾ ഭയങ്കരമായിട്ടും പേടിച്ചു പോകും. അയാൾ അവിടുന്ന് പേടിച്ചോടുന്നതും അവിടെയായിട്ട് നമ്മളുടെ നക്സുവിന്റെ ആ ഒരു ആത്മാവിനെ കണ്ടതുപോലെ അയാൾക്ക് ഫീൽ ചെയ്യും. അയാൾ പെട്ടെന്ന് തന്നെ ആൾക്കൂട്ടത്തിലോട്ട് ഇറങ്ങി വന്നിട്ട് അവിടെ കിടന്ന് ബഹളം വെക്കും. എല്ലാവരും കൂടെ അയാളെ രക്ഷിക്കും. അപ്പൊ അയാൾ പറയും ഞാൻ നക്സുവിനെ കണ്ടു എന്ന്. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ സോളിന്റെയും അവളുടെ ആൾക്കാരുടെയും പണിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന എല്ലാവരും നമ്മുടെ നക്സുവിനെ പേടിക്കാൻ തുടങ്ങുന്നേ. എല്ലാവരും അതിന്റെ പേരിൽ ഓരോ മന്ത്രങ്ങളൊക്കെ എഴുതിയിട്ട് അതൊക്കെ നല്ലതുപോലെ മാർക്കിൽ വിറ്റഴിയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുന്നേ രാജാവ് നമ്മളുടെ ജിയാങ്ങിനെ വിളിച്ചിട്ട് പറയുന്നതാണ് ഇവിടെ ഇപ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുകയാണ് നക്സുവിന്റെ കാര്യത്തിൽ. നീ അവളെ പിടിച്ച് അങ്ങ് കൊന്നു കളയണം. ഉടനെ തന്നെ ജിയാങ് പറയും ഇപ്പൊ നക്സു എന്ന് പറയുന്ന ഒരു ആത്മാവേ ഇല്ല, പിന്നെ എന്തിനാണ് ഞാൻ പിടിച്ച് കൊന്നു കളയേണ്ടത്? അങ്ങനെ ഒരു സംഭവം എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ജിയാങ് അവിടെ നിന്നങ്ങ് നടന്നു പോകും. പിന്നീട് കാണിക്കുന്ന ആ സോളിനെയാണ്. ഇപ്പോ ആ ഒരു റൂമർ വരുത്തിയ ആളില്ലേ അയാളുടെ അടുത്ത് പറയുക നീ ഇനിയിപ്പോ ഇവിടെ എങ്ങും നിൽക്കരുത്, ഇവിടെ നിന്ന് കുറച്ച് നാൾ മാറി നിൽക്കണം എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മളുടെ സിയോങ് ആണെങ്കിൽ ബുയോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നേ. എന്നിട്ട് അവളുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകാൻ ഒരുങ്ങും. പെട്ടെന്ന് തന്നെ ബുയോങ് അവൻ്റെ അടുത്ത് പറയും നിന്റെ എനർജി ഇപ്പോൾ നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട്, നീ ഇപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട സമയമായി, നീ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യണം എന്ന്. എന്നാൽ നമ്മളുടെ സിയോങ് പറയും നീ അതങ്ങ് ഇഗ്നോർ ചെയ്താരെ, ഇനിയിപ്പോൾ നീ അത് മൈൻഡ് ആക്കേണ്ട കാര്യമില്ല എന്ന്. അവിടെ നമ്മളുടെ ബുയോങ് അവനായിട്ട് കുറച്ച് ബിസ്ക്കറ്റ് കൊടുക്കും. ഇത് കാണുന്നത് സിയോങ് പറയും ഇത് ജിയാങ്ങിന്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് ആണ്. ഉടനെ തന്നെ നമ്മളുടെ ബുയോങ് ചോദിക്കും അപ്പൊ നിന്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് ഏതാണ്? ഉടനെ തന്നെ സിയോങ് ഒരു ബിസ്ക്കറ്റിന്റെ പേര് പറയും. ഇത് കേൾക്കുന്നതും ബുയോങ് പറയും അയ്യോ അത് നല്ല എക്സ്പെൻസീവ് അല്ലേ, അത് ഞാൻ പിന്നീട് വാങ്ങിത്തരാം എന്ന്. അവിടെ നമ്മളുടെ സിയോങ് ആണെങ്കിൽ ഇവളുടെ മുഖം തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ പറയും എനിക്ക് നിന്നെ കാണുന്നതും ഒരാളെയാണ് ഓർമ്മ വരുന്നത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ആ ക്യൂനില്ലേ അവരാണെങ്കിൽ ആ ഗ്രാമത്തിലുള്ള എല്ലാ സുന്ദരി പെൺപിള്ളേർക്കും വേണ്ടിയിട്ട് ഒരു കോണ്ടസ്റ്റ് തന്നെ റെഡിയാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് രാജാവിന്റെ അടുത്ത് വന്നിട്ട് അപ്രൂവലൊക്കെ ചോദിക്കും. രാജാവ് അങ്ങനെ കൊടുക്കുകയും ചെയ്യും. ഇതിന്റെ ഇൻവിറ്റേഷൻ നമ്മളുടെ ബൂയോങ്ങിനും കിട്ടിയിട്ടുണ്ട്. ഇത് കാണുന്ന നമ്മുടെ വളർത്തമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും. അവരാണെങ്കിൽ അങ്ങനെ നമ്മുടെ ബൂയോങ്ങിനെ ഭയങ്കര കിടിലമായിട്ടൊക്കെ ഒരുക്കും. അതായത് ചെരുപ്പ് ഡ്രസ്സ് എല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കൊണ്ടുവന്ന് അവളെ എല്ലാം ട്രൈ ചെയ്യിപ്പിക്കും. അവിടെ നമ്മളുടെ ബൂയോങ് ഇതെല്ലാം ട്രൈ ചെയ്യുന്നതും കറക്റ്റ് സമയത്ത് തന്നെ ജിയാങ് വരും. എന്നിട്ട് അവൾ അവസാനം ഇട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടിട്ട് പറയും ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ബുയോങ്ങിന് നല്ല സന്തോഷമായിരുന്നു. അപ്പൊ തന്നെ ജിയാങ് മാറ്റി പറയും ഡ്രസ്സ് കൊള്ളാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന്. നീ ആ പ്രോഗ്രാമിന് പോകുമ്പോൾ എല്ലാവരെ കാട്ടി സുന്ദരിയായിട്ടിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ പാക്ജിൻ ആണെങ്കിൽ വളർത്തമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയും ഇത് ജിൻചോയിനെ കാണുവാണെങ്കിൽ അവൾക്ക് കൊടുത്തേക്കണേ എന്ന്. ഇത് കാണുന്നേ നമ്മുടെ വളർത്തമ്മ പറയും ഇത് നല്ല ഭംഗിയുണ്ട് എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ബുയോങ് ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്താന്ന് വെച്ചാൽ അവള് ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങനെയുള്ള സംഭവമൊക്കെ കാണുന്നത്. അവിടെയായിട്ട് നമ്മുടെ പാക്ജിനിന്റെ ആൾക്കാർ നക്സുവിന്റെ റൂമർ വരുത്തിയ ആൾക്കാരെല്ലാം തേടി നടക്കുമായിരുന്നു. അവിടെയായിട്ട് ഇവര് സോളിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നടക്കും. കറക്റ്റ് സമയത്ത് തന്നെ സോളിനെ നമ്മുടെ സിയോങ് കണ്ടുപിടിക്കും. അതേസമയം തന്നെ നമ്മുടെ വളർത്തമ്മയില്ലേ അവര് വന്നിട്ട് അവിടെ എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യാൻ തുടങ്ങും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ബുയോങ്ങിന്റെ അടുത്ത് ഗാർഡനിലോട്ട് ചെല്ലാൻ പറയും. അവിടെ നമ്മളുടെ ജിയാങ് ആണെങ്കിൽ ബുയോങ്ങിനെ വിളിച്ച് പറയുന്നത് തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതിനാ നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്. ഇന്നത്തെ ദിവസം നക്സു എന്റെ ഭാര്യനെ കൊല്ലും. അത് കഴിഞ്ഞ് കാണിക്കുന്ന അവിടെ എല്ലാ പ്രോഗ്രാംസും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ബുയോങ് അവിടെ ഒറ്റയ്ക്കിരിക്കുമായിരുന്നു. അതേസമയം തന്നെ നമ്മളുടെ ആ ക്യൂനിനെ കാണിക്കും. അവരുടെയും അതേപോലെ തന്നെ ആ ജിന്നിന്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നമ്മളുടെ ബുയോങ്ങിനെ കൊന്നിട്ട് അതിന്റെ കുറ്റം മൊത്തം നമ്മളുടെ നക്സുവിന്റെ തലയിലായിട്ട് വെച്ചു കൊടുക്കുക എന്നായിരുന്നു. അവിടെ എല്ലാവരും നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ അക്കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി അവളാണെങ്കിൽ ഒരു സോൾ ഷിഫ്റ്റർ ആയിരുന്നു. അവള് പെട്ടെന്ന് തന്നെ രൂപം മാറി വന്നിട്ട് നമ്മളുടെ ബുയോങ്ങിനെ അങ്ങ് കുത്തു. പെട്ടെന്ന് തന്നെ അവിടെ ഇരിക്കുന്ന നമ്മളുടെ ക്യൂനില്ലേ അവരവിടെ കിടന്ന് ബഹളം വെച്ച് പറയും അയ്യോ നക്സു ആണെങ്കിൽ ബുയോങ്ങിനെ കൊന്നേ എന്നും പറഞ്ഞിട്ട്. അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചു തന്നെ നമ്മളുടെ ബുയോങ് ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നേ, പകരം
അവളുടെ ഒരു ഇല്യൂഷൻ മാത്രമായിരുന്നു. അത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാഞ്ഞങ്ങ് പോവും. അവളുടെ ആ ആത്മാവ് ഇങ്ങനെ മാഞ്ഞു പോകുന്ന കണ്ടിട്ട് എല്ലാവരും ഭയങ്കര ഷോക്കായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ വളർത്തമ്മ വന്നിട്ട് പറയും ബൂയോങ്ങിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, അവൾ ഇവിടെ സേഫ് ആണെന്ന് പറഞ്ഞിട്ട് ബൂയോങ് അവിടേക്ക് നടന്നു വരും. യഥാർത്ഥത്തിൽ ഇതെന്ന് പറയുന്നത് നമ്മളുടെ ബൂയോങ്ങിന്റെ അമ്മയുടെ പണിയായിരുന്നു. അവരുടെ ഫാമിലിയിലുള്ള ഒരു ഉപകരണത്തിൽ നിന്ന് വന്ന ഒരു ആത്മാവായിരുന്നു ഇത്. ബൂയോങ്ങിന്റെ അമ്മ ഇപ്പൊ അതിനെ തിരിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിപ്പോ അവിടെ നിന്ന് മാഞ്ഞു പോയത്. അവളെ സഹായിക്കാൻ വേണ്ടിട്ട് അവളുടെ അമ്മ ഇങ്ങനെ ചെയ്തേ. അവിടെയായിട്ട് നമ്മളുടെ ജിയാങ് ആണെങ്കിൽ നക്സു എന്ന് പറഞ്ഞു വന്ന ആ സോൾ ഷിഫ്റ്റർ ഇല്ലേ, അതിനെ അങ്ങ് കൊന്നു കളയും. അതും പബ്ലിക്കായിട്ടാ കൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ രാജാവ് അവനെ വിളിച്ചിട്ട് ചോദിക്കും, യഥാർത്ഥത്തിൽ അത് നക്സു തന്നെയായിരുന്നോ, അവളെ നീ കൊന്നു കളഞ്ഞോ? അപ്പൊ നമ്മളുടെ ജിയാങ് അതേ എന്ന് സമ്മതിച്ചു കൊടുക്കും, അവളെ നക്സു തന്നെയായിരുന്നു എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ സിയോങ് ആണെങ്കിൽ സോളിനെ പിടിച്ചെടുത്ത് ചോദിക്കുന്നയാ, നീയാണോ എനിക്ക് എപ്പോഴും ആ മരുന്ന് തരുന്നത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോള് ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. എന്താന്ന് വെച്ചാൽ അവൻ ഇതുവരെയും ആ മരുന്ന് എടുത്തില്ല എന്നാണ് അവന്റെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായ. അവള് പറയും, ആ മരുന്ന് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് നല്ല വേദനയായിരിക്കും എന്ന്. കൂട്ടത്തിൽ തന്നെ അവള് ചോദിക്കും, ഞാൻ അയച്ചതുകൊണ്ടാണോ നീ ആ മരുന്ന് ഇത്രയും നാളും കഴിക്കാഞ്ഞത്? അവിടെ നമ്മളുടെ സിയോങ് പറയും, എനിക്ക് എന്തായിരുന്നാലും സത്യം അറിയണം, എനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ മാസ്റ്റർ ലീ ഗുരുജിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. ഗുരുജിയാണെങ്കിൽ മാസ്റ്റർ ലീനെ വിഷ് ചെയ്യുന്നതും അയാള് പറയും, ഞാൻ എന്റെ രോഗീനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ജിയാങ് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ചികിത്സിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. ഇത് കേൾക്കുന്നതും നമ്മളുടെ ഗുരുജി ചോദിക്കും, ബുയോങ്ങിനെ പറ്റിയാണോ ഈ പറയുന്നേ? ബൂയോങ് അവിടെ ഭയങ്കര ടെൻഷനിലായിരുന്നു. ഇന്ന് അവള് തലനാരിഴയ്ക്കല്ലേ രക്ഷപ്പെട്ടത്. അവിടെ നമ്മളുടെ ജിയാങ് ഇല്ലായിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും അവൾ ഇന്ന് ചത്തുപോയാന്. അതേപോലെ തന്നെ നമ്മളുടെ ജിയാങ്ങിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ നമ്മളുടെ മുതോക്കിനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ ഓർമ്മകളിൽ മുഴുകിയിട്ട് അവൻ നല്ലതുപോലെ ഡ്രിങ്ക് ചെയ്യാനും തുടങ്ങും. അവിടെ അവൻ പഴയ കാര്യങ്ങളെല്ലാം ആലോചിക്കും. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ മുതോക്ക് അവനെ വിളിക്കുന്നത് പോലെ അവന് ഫീൽ ചെയ്യും. അവൻ നോക്കുമ്പോൾ എന്തുവാ അവന്റെ മുമ്പിലായിട്ട് മുതോക്ക് നിൽക്കുന്ന പോലെ അവന് തോന്നുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അത് നമ്മളുടെ ബൂയോങ് ആയിരുന്നു. അവളാണെങ്കിൽ അവന്റെ അടുത്ത് വന്നിട്ട് അവനെ സമാധാനിപ്പിക്കാൻ ഒരുങ്ങും. ഇത് കാണുന്നതും നമ്മളുടെ ജിയാങ്ങിന്റെ കണ്ണിൽ കണ്ണുനീര് വരും. അവനാണെങ്കിൽ ഇത്രയും വർഷത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് നമ്മളുടെ മുതോക്കിനെ പറ്റി ആലോചിച്ച് ഇത്ര ഇമോഷണൽ ആവുന്നത്. അവിടെ നമ്മളുടെ ബൂയോങ് അവനെ കെട്ടിപ്പിടിക്കും. രണ്ടുപേരും കൂടി അങ്ങനെ ഒരുമിച്ച് കിടക്കുന്നതും നമ്മളുടെ ജിയാങ് അവക്കൊരു കിസ് കൊടുക്കും. എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മളുടെ സിയോങ്ങും സോളും കൂടി സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അവിടെ നമ്മളുടെ സോള് ചോദിക്കും, അല്ല നിനക്ക് എന്നെ ഒട്ടും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ നീ ആ മരുന്ന് എടുക്കാത്തത്? ഉടനെ തന്നെ നമ്മുടെ സിയോങ് പറയും, അങ്ങനെയൊന്നുമല്ല, എനിക്ക് യഥാർത്ഥത്തിൽ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയണമായിരുന്നു. എൻ്റെ എനർജി എല്ലാം പോയി. ഞാൻ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് സത്യം അറിയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇവിടെയായിട്ട് നമ്മുടെ സോളെല്ലാം പറയും, അതായത് അവൾക്ക് ആ മരുന്ന് കൊടുക്കുന്നത് നമ്മുടെ ജിന്നാണെന്നും പോരാത്തതിന് നമ്മുടെ ബൂയോങ്ങിനെ പറ്റി അതായത് നക്സുവിനെ പറ്റിയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള റൂമേഴ്സ് പരത്തുന്നതെല്ലാം ജിന്നാണ് എന്ന്. ഇതൊക്കെ കേൾക്കുന്നതും സിയോങ്ങിന് ഭയങ്കര ദേഷ്യം വരും. അവനവിടെ പറയും, ഇനി മേല നമ്മൾ രണ്ടുപേരും മീറ്റ് ചെയ്യാനും പാടില്ല, നമ്മൾ രണ്ടുപേരും ഒന്നും സംസാരിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് അവനവിടെ നിന്നങ്ങ് പോവും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ജിൻചോയിനെയാണ്. അവളാണെങ്കിൽ ഇപ്പൊ നമ്മുടെ പാക് ജിന്നിനെ കണ്ടിട്ട് അവൻ അവൾക്ക് കൊടുത്ത ഗിഫ്റ്റിന്റെ ബോക്സ് ഇല്ലേ അതങ്ങ് തിരിച്ചു കൊടുക്കും. ഇത് കാണുന്നേ നമ്മളുടെ പാക് ജിന്നിന് ഭയങ്കര സങ്കടമാവുമെങ്കിലും അവനത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ലവേഴ്സ് തമ്മിൽ കൈമാറുന്ന ഒരു മന്ത്രം പോലത്തെ ഒരു സംഭവമായിരുന്നു. ഇത് കണ്ട് അവൻ ഷോക്കാവും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിൻചോയി ആണെങ്കിൽ അവൻ കൊടുത്ത ആ ഹെയർ പിന്നില്ലേ അത് അവളുടെ തലയിലായിട്ട് കുത്തും. എന്നിട്ട് അവനൊരു ഉമ്മയും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ബുയോങ്ങിനെയാണ്. അവൾ ഉറക്കം എഴുന്നേക്കാൻ നേരത്ത് അവൾക്ക് നമ്മളുടെ മുതോക്കിന്റെ കുറേ ഓർമ്മകളൊക്കെ വരും. അവൾക്ക് തന്നെ മനസ്സിലാവത്തില്ല ഇവിടെ എന്തോ സംഭവിക്കുന്നതെന്ന്. അവൾ വിചാരിക്കുന്നതന്നെ ആ ലോക്കറ്റ് കാരണമാണ് അവൾക്ക് ഇങ്ങനെയുള്ള മെമ്മറീസ് വരുന്നത് എന്നാ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ആ വീട്ടിലുള്ള എല്ലാവരും നമ്മുടെ ബുയോങ്ങിനെ തിരക്കുന്നതാണ്. നമ്മുടെ വളർത്തമ്മ സഹിതം അവിടെയായിട്ട് ജിയാങ് വരുന്നതും അവൻ തിരക്കുമ്പോൾ പറയും ബുയോങ്ങിനെ കാണാനില്ല എന്ന്. അങ്ങനെ നമ്മുടെ ജിയാങ്ങും തിരക്കി ഇറങ്ങും. അവൻ ആദ്യമേ തന്നെ വരുന്നത് ആ കല്ലറയില്ലേ അതിന്റെ അടുത്തായിട്ടായിരുന്നു. എന്നാൽ അവളെ അവിടെ എങ്ങും കാണത്തില്ല. അവൻ അങ്ങനെ നഗരത്തിലൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ബുയോങ് അവിടെ നിൽക്കുന്ന കാണും. പെട്ടെന്ന് തന്നെ അവൻ വന്നിട്ട് പറയും, നിന്നെ വീട്ടുകാരെല്ലാം തിരക്കുന്നുണ്ട്, നീ എവിടെ പോയേക്കുമായിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ബുയോങ് പറയും, ഞാൻ കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. എന്നാൽ നമ്മുടെ ബുയോങ്ങിന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ജിയാങ്ങിന് അവളുടെ കാര്യത്തിൽ ചിന്തയുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ക്രൗൺ പ്രിൻസിനെയാ. അവനിപ്പോൾ ഭയങ്കര ഡൗട്ടിലായിരുന്നു. ജിയാങ് അവനെ സംബന്ധിച്ച് ഒരു എതിരാളിയാണോ അതോ ജിന്ന് പറഞ്ഞ് ഇതൊക്കെ ഉണ്ടാക്കുന്നതാണോ എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ജിന്ന് അവനെ വിളിക്കുന്നു എന്ന് പറയും. പെട്ടെന്ന് തന്നെ നമ്മുടെ ക്രൗൺ പ്രിൻസ് പറയും, ഇല്ല ഞാൻ ജിയാങ്ങിനെ വൈഫിനെ കാണാൻ വേണ്ടിയിട്ട് പോവുക എന്ന്. കൂട്ടത്തിൽ തന്നെ അവന്റെ ആ ഒരു ആമയില്ലേ അതിന് നല്ല സുഖമില്ല
ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ക്രൗൺ പ്രിൻസ് പറയും ഇതിനെ വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ആക്കണം എന്ന്. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ ജിയാങ്ങും ബുയോങ്ങും വരും. അവൾ ഈ ആമനെ കാണുന്നതും പറയും ആമയ്ക്ക് നല്ല തണുക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റിയെന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയാങ് ആണെങ്കിൽ ആ ആമയുടെ വെള്ളമില്ലേ അതങ്ങ് ചൂടാക്കി കൊടുക്കും. ഇതെല്ലാം നമ്മുടെ ക്രൗൺ പ്രിൻസും വന്ന് കാണും. അവൻ എന്നിട്ട് വിചാരിക്കും അവൻ എനിക്കൊരു എതിരാളിയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ ഇത്ര കൈൻഡ് ആയിട്ടിരിക്കുന്നത്, ഒരിക്കലും അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല എന്ന്. അവിടെ നമ്മുടെ ക്രൗൺ പ്രിൻസിനാണെങ്കിൽ ജിയാങ്ങിന്റെ ഒരു ഇല്യൂഷനൊക്കെ കാണും. അവിടെ ജിയാങ് പറയുന്നതിന് ഞാൻ ഇതെല്ലാം ചെയ്തത് നിനക്ക് വേണ്ടിയിട്ടാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ ജിയാങ്ങും ബുയോങ്ങും കൂടി നടന്നു പോകുന്നിടത്ത് ബുയോങ് ജിയാങ്ങിന്റെ അടുത്ത് താങ്ക് യു പറയുന്നതാ ആ ആമയ്ക്ക് സഹായം ചെയ്തേന്. അതേപോലെ തന്നെ അവൾ അവന്റെ കൈ കോർത്തു പിടിച്ചിട്ട് പറയും ഞാൻ നിന്റെ കൂടെ എന്നും ഉണ്ടാവും എന്ന്. ഇത് കാണുന്നത് നമ്മുടെ ജിയാങ്ങിനാണെങ്കിൽ മുതോക്കിനെ ഓർമ്മ വരുന്നത്. പെട്ടെന്ന് തന്നെ അവൻ ആ കൈ അങ്ങ് എടുത്ത് മാറ്റും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ജിയാങ് ആണെങ്കിൽ വളർത്തമ്മയെടുത്ത് വന്നിട്ട് അവരുടെ കൈയും ഇതേപോലെ പിടിക്കുന്നതാണ്. എന്നിട്ട് അവൻ നോക്കും. എങ്കിലും അവനാണെങ്കിൽ ബുയോങ്ങിന്റെ കയ്യിൽ പിടിച്ച ആ ഒരു ഫീല് ഈ വളർത്തമ്മയുടെ കൈ പിടിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന്. അവിടെ നമ്മുടെ വളർത്തമ്മയാണെങ്കിൽ ജിയാങ്ങിനെ നല്ലതുപോലെ ഉപദേശിക്കും. നീ നിന്റെ ഭാര്യനെ നന്നായിട്ട് നോക്കണം, അവളെ നീ സംരക്ഷിച്ചേ പറ്റത്തുള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ബുയോങ്ങിന്റെ അമ്മ അവളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നയാ. എന്നിട്ട് പറയും നീ തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വരണോ എന്ന്. എന്നാൽ ബുയോങ് പറയും അതിന് പറ്റത്തില്ല, ഞാനിപ്പോൾ കല്യാണം കഴിച്ചേലേ, ഞാനിപ്പോൾ ജിയാങ്ങിന്റെ കൂടെ തന്നെ നിൽക്കണോ എന്ന്. എന്നാൽ അവളുടെ അമ്മ അത് സമ്മതിക്കാൻ ഒട്ടും റെഡി ആവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജിയാങ്ങിനെയാ. അവനാണെങ്കിൽ മാസ്റ്റർ ലീനെ കാണും. അവിടെ വെച്ചിട്ട് അവൻ അറിയും അതായത് മാസ്റ്റർ ലീ ആണ് നമ്മുടെ ബുയോങ്ങിനെ ചികിത്സിച്ചത് എന്ന്. ഇത് കേട്ട് അവൻ ഭയങ്കര ഷോക്കായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ജിയാങ് ആണെങ്കിൽ തിരിച്ചവന്റെ വീട്ടിലോട്ട് വരാൻ നേരത്ത് ബുയോങ് അവനെ കണ്ട് സംസാരിക്കാൻ വരുന്നയാ. അവള് പറയും ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാ എന്ന്. അവിടെ നമ്മുടെ ജിയാങ് അവളുടെ കൂടെ പോവാൻ വേണ്ടിയിട്ട് റെഡി ആവത്തില്ല. അതുകൊണ്ട് തന്നെ അവള് ഓക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോവും. പിന്നീട് ജിയാങ് ആണെങ്കിൽ വളർത്തമ്മയുടെ ഒന്ന് ചോദിക്കുമ്പോൾ അവരാ പറയുന്നത് നീ എന്തായിരുന്നാലും നല്ല പരിപാടിയാണ് കാണിച്ചത്. ബുയോങ് അവളുടെ വീട്ടിൽ പോയി അവളുടെ അമ്മ അവളെ വിളിച്ചുകൊണ്ടുപോയി, നീ അവളുടെ കൂടെ ചെന്നില്ല എന്നുണ്ടെങ്കിൽ അവളെ അവളുടെ അമ്മ വീട്ടിൽ കൊണ്ടുപോകുന്നാ പറഞ്ഞിരുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സോളാണെങ്കിൽ ബുയോങ്ങിന്റെ അമ്മനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നയാ. എന്നിട്ട് അവള് പറയും നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ആ മോളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യഥാർത്ഥ മകളൊന്നും അല്ല, എനിക്കറിയാം യഥാർത്ഥ ബുയോങ് ആരാ എന്ന്. ഇത് കേൾക്കുന്നതും അവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ ബുയോങ് അവളുടെ ആ തൊഴിമാരൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് നടന്നു വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ ബുയോങ്ങിന്റെ അമ്മയാണെങ്കിൽ സോളിനിട്ട് നല്ലൊരു അടിയങ്ങ് വെച്ചു കൊടുക്കും. അവളവിടെ ബോധം കെട്ട് വീഴും. അതേസമയം തന്നെ നമ്മുടെ ബുയോങ് നടന്നു വരും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ജിയാങ്ങും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ പാർക്കിലെ അയാൾക്കാണെങ്കിൽ നല്ല സുഖമില്ലായിരുന്നു. അത് നമ്മുടെ വളർത്തമ്മ അറിയും. അവർ പെട്ടെന്ന് തന്നെ അയാളെ നോക്കാൻ വേണ്ടിയിട്ട് വരും. അവിടെ നമ്മുടെ പാർക്ക് ഒഴിക്കുന്നത് നീ അപ്പം മാസ്റ്റർലീനെ കാണാനല്ലേ പോയത്, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവിടെ നമ്മുടെ വളർത്തമ്മ പറയുന്നത് ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നിങ്ങളെ നല്ലതുപോലെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് പാർക്കിനെ നല്ലതുപോലെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും. അവിടെ നമ്മുടെ പാർക്ക് പറയും എനിക്ക് അസുഖം കുറയുന്നത് വരെ നീ ഇവിടെ തന്നെ നിൽക്കണോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സിയോങ്ങിന്റെ അടുത്തില്ലേ അവന്റെ അടുത്ത് നമ്മുടെ സോളിന്റെ അസിസ്റ്റന്റ് ഒരുത്തം വന്നിട്ട് പറയുന്നതാ സോളാണെങ്കിൽ ജിൻ ഫാമിലി പോയായിരുന്നു, അവൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന്. പോരാത്തതിന് അവ സത്യമെല്ലാം പറയും. അവിടെയുള്ള ആ ബുയോങ് എന്ന് പറഞ്ഞ പെൺകുട്ടി നമ്മളുടെ ആ സ്കൂളിൽ നിന്ന് വന്ന കണ്ണ് കാണാത്ത പെൺകുട്ടി തന്നെയായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സിയോങ്ങിനെല്ലാം മനസ്സിലാവും, അതായത് ഈ ബുയോങ് എന്ന് പറഞ്ഞ വേറെ ആരുമല്ല നമ്മുടെ മുതോക്ക് തന്നെയാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജിയാങ്ങും ബുയോങ്ങും കൂടി വന്നിട്ട് അവളുടെ അമ്മയടുത്ത് പറയുന്നതാ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊരു റൂം വേണം, ഞങ്ങൾ ആദ്യമായിട്ടല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടേക്ക് വന്നത് എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ക്രൗൺ പ്രിൻസ് ആണെങ്കിൽ ജിന്നിന്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നതാ. അവിടെ അയാൾ പറയുന്നത് തന്നെ ആ ജിൻ ഫാമിലിനെ ഞാനൊരു ഫയർ ബേർഡിനെ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ പോവുക എന്നാ. ഇത് കേൾക്കുന്നേ ക്രൗൺ പ്രിൻസിനെ കൊണ്ട് ശരിയായിട്ട് തോന്നില്ല. അവൻ പറയും ഞാൻ ഒരിക്കലും ഇതിന് കൂട്ട് നിൽക്കത്തില്ല എന്ന്. എന്നാൽ നമ്മുടെ ജിന്നാണെങ്കിൽ ക്രൗൺ പ്രിൻസിനെ ഭയങ്കരമായിട്ട് വരട്ടാൻ തുടങ്ങും. അതായത് നമ്മുടെ ജിയാങ്ങിന്റെ സത്യമില്ലേ അയാൾ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ബുയോങ്ങിന്റെ അമ്മയാണെങ്കിൽ സോളിനെ പിടിച്ചെടുത്തിട്ട് ചോദിക്കുന്നത് നിനക്ക് യഥാർത്ഥത്തിൽ എന്റെ മോളെ പറ്റി എന്തുവാ അറിയാവുന്നത്. അപ്പൊ നമ്മുടെ സോള് പറയും എനിക്കറിയാം നിങ്ങളുടെ മോള് വേറെ ആരുമല്ല ആ നക്സു തന്നെയാ എന്ന്. ഇത് കേട്ടിട്ട് നമ്മളുടെ ബുയോങ്ങിന്റെ അമ്മ ഭയങ്കരമായിട്ട് ഷോക്കായി പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ബുയോങ്ങും ജിയാങ്ങും കൂടി നടക്കാനായിട്ട് ഇറങ്ങുകയാണ്. അവിടെ ആൾക്കാരെ കാണുന്നത് നമ്മുടെ ബുയോങ് പെട്ടെന്ന് തന്നെ ജിയാങ്ങിനെ പിടിച്ചുകൊണ്ടങ്ങ് ഒളിക്കാനായിട്ട് ഇറങ്ങും. അപ്പൊ നമ്മുടെ ജിയാങ് നോക്കും നീ എന്തുവായി കാണിക്കുന്നതെന്ന്. അപ്പൊ ബുയോങ് പറയും ആൾക്കാരെ കണ്ട് ഒളിച്ചൊളിച്ച് എനിക്കതങ്ങ് ശീലമായി പോയി എന്ന്. അവിടെയായിട്ട് ബുയോങ് ജിയാങ്ങിന്റെ കയ്യിലായിട്ട് മുതോക്ക് എങ്ങനെയാണോ പിടിക്കുന്നത് അതേപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നതും നമ്മുടെ ജിയാങ്ങിന് ഒരുമാതിരി ഫീൽ ചെയ്യും. അവരാണെങ്കിൽ അവളുടെ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവൻ അവളുടെ അടുത്ത് പറയും എനിക്ക് നിന്നെ കാരണം ഭ്രാന്ത് പിടിക്കുമെന്നാ തോന്നുന്നേ എന്ന്. അവിടെ നമ്മളുടെ ബുയോങ് പറയും നീയാണെങ്കിൽ ഏത് പെൺകുട്ടിയുടെ ഓർമ്മയിലാണ് നിൽക്കുന്നത്, ഞാൻ വേണമെങ്കിൽ അവളെ മറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാം, അവൾ എന്തൊക്കെയാണോ ചെയ്തത് ഞാൻ അതെല്ലാം ചെയ്തു തരാൻ വേണ്ടിയിട്ട് റെഡിയാണ്. ഇതൊക്കെ കേൾക്കുന്നതിന് നമ്മളുടെ ജിയാങ് പറയും അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും ഇല്ല എന്ന്. അതേസമയം തന്നെ അവിടേക്ക് നമ്മുടെ സിയോങ് വരും. അവൻ വന്നിട്ട് പറയും ഞാൻ ഇവിടേക്ക് ഒരാളെ തേടിയാ വന്നത് എന്ന്. അതേസമയം തന്നെ നമ്മുടെ ബുയോങ്ങിന്റെ അമ്മയാണെങ്കിൽ സോളിനെ നല്ലതുപോലെ ടോർച്ചർ ചെയ്യുമായിരുന്നു. അവളുടെ അടുത്ത് ചോദിക്കും ഇതെല്ലാം നിനക്ക് എങ്ങനെ അറിയാവുന്നത്, ആ ജിന്ന് പറഞ്ഞിട്ടാണോ? ഇത് കേൾക്കുന്നതിന് നമ്മളുടെ സോളാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കത്തില്ല. അവിടെയായിട്ട്
അവിടെയായിട്ട് നമ്മുടെ ഈ ബുയോങ്ങിന്റെ അമ്മ ഇവക്ക് വിഷം കൊടുക്കാനായിട്ട് ഇറങ്ങും. പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മുടെ ജിയാങ് വരും. അവൻ വന്നിട്ട് പറയും, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം, നിങ്ങളുടെ സീക്രട്ട് റൂമിലോട്ട് എന്നെ ഒന്ന് കൊണ്ടുപോകണം. അങ്ങനെ നമ്മുടെ ബുയോങ്ങിന്റെ അമ്മ അവനെ കൊണ്ടുപോകാനായിട്ട് ഇറങ്ങും. ആ തക്കം നോക്കിയിട്ട് നമ്മുടെ സിയോങ്ങും അതേപോലെ തന്നെ ബുയോങ്ങും കൂടി വന്നിട്ട് സോളിനെ രക്ഷിക്കാനായിട്ട് ഇറങ്ങും. അവിടെ സോള് നമ്മളുടെ ബുയോങ്ങിന്റെ അടുത്ത് ചോദിക്കും, നീ യഥാർത്ഥത്തിൽ ബുയോങ് തന്നെയാണോ, നീ അങ്ങനെ തന്നെയാണോ വിചാരിക്കുന്നത് എന്ന്. എന്നാൽ നമ്മുടെ ബുയോങ് ഒന്നും പറയത്തില്ല. സിയോങ് അവളെ എടുത്തോണ്ടങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ബുയോങ്ങിന്റെ അമ്മയാണെങ്കിൽ നമ്മുടെ ജിയാങ്ങിന് ആ ഫയർ ബേർഡിന്റെ ആത്മാവില്ലേ അതിനെ കാണിച്ചു കൊടുക്കുന്നതാ. അവിടെ നമ്മുടെ ജിയാങ്ങും അതേപോലെ ബുയോങ്ങിന്റെ അമ്മയും തമ്മിൽ ചെറിയൊരു വഴക്കാവും. നമ്മുടെ ജിയാങ് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ബുയോങ് നമ്മളുടെ ജിയാങ്ങിന്റെ അടുത്ത് പറയുന്നതാ, സിയോങ് ഒരാളെ രക്ഷിക്കാൻ വന്നില്ലേ, അതൊരു പെൺകുട്ടിയായിരുന്നു, അവളുടെ പേര് സോൾ എന്നായിരുന്നു എന്ന്. അതേസമയം തന്നെ നമ്മുടെ സോളാണെങ്കിൽ സിയോങ്ങിന്റെ അടുത്ത് പറയും, യഥാർത്ഥത്തിൽ അത് ബുയോങ് അല്ല, ബുയോങ്ങിന്റെ ദേഹത്ത് ഉള്ള ആത്മാവായിട്ടുള്ള നക്സു ആണ് എന്ന്. അവൾ ഇപ്പോഴും ജീവനോടെയുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ സിയോങ് നല്ല ഷോക്കായിരുന്നു. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ ബുയോങ് വരും. ഇവളെ കാണുന്നത് നമ്മുടെ സിയോങ്ങിന് ഓർമ്മ വരുന്നത് പണ്ടത്തെ നക്സുവിനെയാണ്. അവൻ അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ബുയോങ് വന്നിട്ട് ചോദിക്കും, നീ ഓക്കെ അല്ലേ എന്ന്. എന്നാൽ നമ്മുടെ സിയോങ് അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഞാനിപ്പോ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, യഥാർത്ഥത്തിൽ സിയോങ്ങിന് നക്സുവിനെ ഭയങ്കര ഇഷ്ടമല്ലേ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ വളർത്തമ്മ വന്നിട്ട് ജിയാങ്ങിന്റെ അടുത്ത് പറയുന്നതാ, അതായത് അവർ കല്യാണം കഴിക്കാൻ പോവുക എന്ന്. അതും വേറെ ആരെയല്ല, നമ്മുടെ പാർക്കിനെ തന്നെയാണ്. ഇത് കേൾക്കുന്നത് നമ്മുടെ ജിയാങ് ഭയങ്കര ഷോക്കാവും. അവിടെ രണ്ടുപേരും ഭയങ്കര ഇമോഷണൽ ആയിട്ട് കെട്ടിപ്പിടിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ പാർക്കിനെയാ. അയാളാണെങ്കിൽ അവിടെയായിട്ടൊരു മീറ്റിംഗ് തന്നെ കണ്ടക്ട് ചെയ്യും. അതായത് അയാളുടെ സ്കൂളിന്റെ അടുത്തായിട്ട്. അവിടെയായിട്ട് എല്ലാവരും ഒരു കേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രാഗന്റെ ഒരു ബേർഡ് ഇല്ലേ, അതിന്റെ ഒരു ശില്പം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ വീണാലും അവിടുത്തെ വെള്ളമെല്ലാം വലിച്ചെടുത്ത് അവിടെ വരൾച്ച ഉണ്ടാക്കുന്ന ടൈപ്പ് കേഴ്സ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതെല്ലാവരും കണ്ടുപിടിച്ചെല്ലാം കൂട്ടിവെക്കും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ പാർക്കിന്റെ കല്യാണത്തിന് എല്ലാവരും അയാളെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ സിയോങ്ങിന്റെ അങ്കിളില്ലേ, അയാളെ ആയിരുന്നു. അയാളിപ്പോ ഒരു ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്നാൽ അയാൾ വിചാരിച്ചതുപോലെ വലിയൊരു ബോട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അയാൾ അവിടെ നിൽക്കുന്ന ആൾക്കാരത്ത് പറയും, പെട്ടെന്ന് തന്നെ കുറച്ച് ബോട്ടുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്യണം എന്ന്. അതേപോലെ തന്നെ കാണിക്കും ഇവന്റെ ആൾക്കാരാണെങ്കിൽ ഓരോ ബോട്ടിനകത്ത് വന്നിട്ട് കുറച്ച് ഈ ഡ്രാഗന്റെ ബേർഡിന്റെ ആ ശില്പം ഇല്ലേ, അതിനെ വെള്ളത്തിലെല്ലാം വലിച്ചെറിയുന്നത്. അതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ആ വെള്ളമെല്ലാം വറ്റിപ്പോവാൻ വേണ്ടിയിട്ട്. ഇവരുടെ പ്ലാൻ എന്തുവാന്നൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നേ ജിയാങ് വന്നിട്ട് നമ്മുടെ മാസ്റ്റർലി എടുത്ത് പറയുന്നതാ, അവൻ ഈ ഒരു പ്രശ്നത്തിൽ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട് എന്ന്. അവിടെ മാസ്റ്റർലി പറയും, നീ എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നീ രാജാവായിട്ട് മാറും. എനിക്ക് നന്നായിട്ടറിയാം കിങ് സ്റ്റാറോട് കൂടി ജനിച്ചത് വേറെ ആരുമല്ല, അത് നീ തന്നെയാ എന്ന്. അവിടെയായിട്ട് നമ്മുടെ ജിയാങ് ആണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ പാർക്കാണെങ്കിൽ അവൻ്റെ അടുത്ത് സത്യമെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ ആയിട്ട് അവന്റെ അച്ഛനും രാജാവും തമ്മിൽ സോൾ ഷിഫ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെയാണ് നീ ജനിച്ചത്, അതുകൊണ്ടാണ് നിനക്ക് കിങ് സ്റ്റാർ ഉള്ളത് എന്ന്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ജിയാങ് ഭയങ്കരമായിട്ട് തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ പാർക്കാണെങ്കിൽ ജിയാങ്ങിനെ നന്നായിട്ട് വാൺ ചെയ്യും. അതായത് നീ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അവസാനം വലിയൊരു പ്രശ്നത്തിലായിരിക്കും വന്ന് അവസാനിക്കുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് എല്ലാ മേഘസും കൂടി ചേർന്നിട്ട് ആ ഫയർ ബേർഡിന്റെ ആ സ്റ്റാച്ചു ഇല്ലേ, അതെല്ലാ പുഴയെന്നും കണ്ടുപിടിക്കുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ പാർക്ക് വന്നിട്ട് ബുയോങ്ങിന്റെ അടുത്ത് ചോദിക്കും, നിനക്ക് യഥാർത്ഥത്തിൽ എനർജി കാണാൻ പറ്റുമോ എന്ന്. അവിടെ ബുയോങ് അതേ എന്ന് പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ബുയോങ് ഇങ്ങനെ വെള്ളത്തിൽ പോകാൻ നേരത്ത് അവിടെയായിട്ട് ഒരു പാലം കാണുന്നതും അവൾ അതിൽ പിടിച്ച് കയറാൻ വേണ്ടി നോക്കുന്നതാ. പെട്ടെന്ന് തന്നെ അവൾക്ക് ഓർമ്മ വരും, അവൾ മുമ്പ് ഇതേപോലെ ചെയ്തിട്ടുണ്ട് എന്ന്. അവൾക്ക് മനസ്സിലാവത്തില്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന്. അതേപോലെ തന്നെ നമ്മുടെ ബുയോങ് ആണെങ്കിൽ ആ നക്സുവും ജിയാങ് കൂടി വന്ന് നിന്ന് ഒരു മരത്തിന്റെ മുമ്പിലില്ലേ അവിടെ വന്ന് നോക്കും. യഥാർത്ഥത്തിൽ ജിയാങ് ഇതിനെപ്പറ്റി അവളുടെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മളുടെ ബുയോങ്ങിന് ഓർമ്മ വരും, അതായത് അവള് പണ്ട് ഈ മരത്തിന്റെ മുകളിലായിട്ട് കയറിയിട്ടുണ്ട് എന്ന്. എന്നാൽ അവൾക്ക് എന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിയത്തില്ല. അവിടെയായിട്ട് നമ്മുടെ ജിയാങ്ങും വരും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സിയോങ്ങിനെയായിരുന്നു. അവനിപ്പോ നല്ല പെയിൻ എടുക്കുന്നുണ്ടായിരുന്നു. സോള് വന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് എന്താ പ്രശ്നമെന്ന്. എന്നാൽ നമ്മുടെ സിയോങ് പറയും, എനിക്കിനി നിന്റെ സഹായത്തിന്റെ ആവശ്യമില്ല എന്ന്. എന്നാൽ സോള് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ നിനക്ക് മെഡിസിൻ കൊണ്ടുതരാം, അത് കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് പെയിൻ നല്ലതുപോലെ കുറയും. അവിടെയായിട്ട് നമ്മുടെ ജിൻ അറിയും, അതായത് ഇപ്പൊ സോളിനെ കാണാനില്ല എന്ന്. അങ്ങനെ ജിന്നിന്റെ ആൾക്കാരെ പറഞ്ഞു വിട്ട് സോളിനെ അന്വേഷിക്കാൻ പറയും. അതേസമയം തന്നെ നമ്മുടെ സിയോങ് ആണെങ്കിൽ സോളിനെ വേറൊരു സ്ഥലത്തോട്ട് പറഞ്ഞു വിടാൻ നോക്കുമായിരുന്നു. അവൻ പറയും, നീ വേറെ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കുക എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ സിയോങ് ആണെങ്കിൽ നക്സുവിന്റെ ആ ഒരു ഓടക്കുഴലില്ലേ അതിനെ എടുത്തു വെച്ചിട്ട് അവനങ്ങ്
നശിപ്പിച്ച് കളയുന്നതാ. എന്നിട്ട് വിചാരിക്കും അവളെ ഇന്ന് ഞാൻ തീർക്കുക തന്നെ ചെയ്യൂ എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ സിയോങ് ആണെങ്കിൽ ബൂയോങ്ങിനെ വിളിച്ചുകൊണ്ട് ഒരു നദിയുടെ അടുത്തായിട്ട് വരുന്നതാണ്. അവിടെ വെച്ചിട്ട് അവൻ ഇവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഇന്ന് ഞാൻ ഇതിനൊരു അന്ത്യം കുറിക്കുമെന്നും പറഞ്ഞിട്ട് അവനവന്റെ വാളെടുത്ത് രണ്ടുപേർക്കും കൂടി അങ്ങ് കുത്തുകൊടുക്കും. എന്നാൽ ഇതെല്ലാം നമ്മുടെ സിയോങ് മനസ്സിൽ വിചാരിക്കുന്നതായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ ജിന്നിന്റെ ആൾക്കാരില്ലേ, അവര് നമ്മുടെ സോളിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവളെ പിടിച്ചോണ്ട് വന്ന് നല്ലതുപോലെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങും. അത് നമ്മളുടെ സോളിന്റെ അസിസ്റ്റന്റ് കാണും. അവൻ നേരെ വന്നിട്ട് നമ്മുടെ സിയോങ്ങിന്റെ അടുത്ത് പറയും, എന്റെ ലേഡീനെ ഒന്ന് രക്ഷിക്കണം, അവളിപ്പോ ഭയങ്കര അപകടത്തില്ല എന്ന്. അതേസമയം തന്നെ നമ്മുടെ ബൂയോങ് വന്നിട്ട് ജിയാങ്ങിന്റെ അടുത്ത് പറയും, സിയോങ്ങിന്റെ അവസ്ഥ ഇപ്പൊ ഭയങ്കര മോശമാണ്, അവന്റെ കയ്യിൽ ഇപ്പൊ ഒട്ടും എനർജി ഇല്ല, അവന്റെ ദേഹത്തായിട്ട് ഒരു പ്രത്യേകതരം വോമിനെ ഞാൻ കണ്ടായിരുന്നു, അതാണെങ്കിൽ അവന്റെ ആ ഒരു എനർജിനെ എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുക എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ സിയോങ് ആണെങ്കിൽ സോളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്ത് വരുന്നതാണ്. അവനവിടെ നല്ലതുപോലെ ഫൈറ്റ് ചെയ്യും. അവന്റെ മാക്സിമം എനർജി എടുത്തിട്ട് എല്ലാവരോടെ ഫൈറ്റ് ചെയ്യുന്നതും അവന്റെ എനർജി എല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അവന്റെ നെഞ്ചിൽ നല്ലതുപോലെ വേദന എടുക്കാൻ തുടങ്ങും. അവന്റെ കണ്ണിലായിട്ട് റെഡ് കളർ കാണുന്നതും അവിടെ നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവും, അതായത് സോളിന്റെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു വേമാണെങ്കിൽ ഇപ്പൊ നമ്മളുടെ സിയോങ്ങിന്റെ ദേഹത്താണ് ഉള്ളത് എന്ന്. അവനത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സോളാണെങ്കിൽ ഇവന്മാരെ തടയാൻ വേണ്ടിയിട്ട് അയാളുടെ കാലിലായിട്ട് അവളൊരു കത്തി എടുത്തങ്ങ് കുത്തും. ഉടനെ തന്നെ ഇയാളാണെങ്കിൽ നമ്മുടെ സോളിനെ വലിച്ചെടുത്തങ്ങ് എറിയും. നമ്മുടെ സോളിന് അപകടം പറ്റാൻ പോകുന്നത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ സിയോങ് ആണെങ്കിൽ അവളെ കവർ ചെയ്ത് വന്ന് നിൽക്കും. അവന്റെ മുഖത്തായിട്ട് നല്ലൊരു പരിക്കും പറ്റും. അവിടെ നമ്മളുടെ സോളാണെങ്കിൽ ഇവനെ നോക്കിയിട്ട് മനസ്സിൽ വിചാരിക്കുന്നത് തന്നെ, അവസാന നിമിഷം ഇവനെ കാണുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, എന്റെ വേൾഡ് അവസാനിക്കുന്നത് തന്നെ ഇവനെ കണ്ടുകൊണ്ടാണല്ലോ എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ എങ്ങും മരിച്ചു പോകും. സിയോങ്ങിന്റെ ശക്തിയെല്ലാം വീക്കാണെന്ന് കണ്ടിട്ട് അവന്മാര് സിയോങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതും കറക്റ്റ് സമയത്ത് തന്നെ അവിടേക്ക് നമ്മളുടെ ജിയാങ് വരും. അവനാണെങ്കിൽ നമ്മളുടെ സിയോങ്ങിനെ കയറി പിടിച്ചിട്ട് ചോദിക്കും, നിനക്ക് എന്ത് പറ്റിയെന്ന്. സിയോങ് അവിടെ നമ്മുടെ ജിയാങ്ങിന്റെ അടുത്ത് സോറി പറഞ്ഞ് അവനങ്ങ് ബോധം കെട്ട് വീഴും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയാങ് അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, ഇവിടെയുള്ള ഒറ്റ മനുഷ്യനും ഇന്ന് ജീവനോടെ പോവത്തില്ല എന്ന്. എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മുടെ ജിയാങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. അവനാണെങ്കിൽ അവിടെ നിൽക്കുന്ന എല്ലാവരത്തും പറയും, നിങ്ങൾ ആരും ഇന്ന് ജീവനോടെ പോവത്തില്ല എന്ന്. അങ്ങനെ അവൻ അവിടെ ഉള്ളവരെ എല്ലാം നല്ലതുപോലെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. അവിടെ ഉള്ള ഒരുത്തിനടുത്ത് ചോദിക്കും, നമ്മുടെ സിയോങ്ങിന് എന്താ സംഭവിച്ചതെന്ന്. അപ്പൊ അവൻ പറയും, സോളിന്റെ ദേഹത്തുണ്ടായിരുന്ന വേം ഇപ്പോ നമ്മുടെ സിയോങ്ങിന്റെ ദേഹത്താ ഉള്ളത്, അതെങ്ങനെയാ വന്നതെന്ന് അവനും അറിയത്തില്ല എന്ന്. ഇത് കേട്ടുടനെ തന്നെ നമ്മുടെ ജിയാങ് അവനെ അങ്ങ് കൊന്നുകളയും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ആ ഗുരുജിയാണെങ്കിൽ സിയോങ്ങിനെ ചികിത്സിക്കുന്നതാ. അപ്പൊ അയാൾ പറയും, സിയോങ്ങിന്റെ അവസ്ഥ ഇപ്പൊ ഭയങ്കര മോശമാണ്, അവനെ രക്ഷിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന്. എന്താ സംഭവിച്ചെന്ന് ഇവിടെ ആർക്കും തന്നെ കറക്റ്റായിട്ട് അറിയത്തില്ല. അവിടെ അവർ സംസാരിക്കുന്നത് തന്നെ സിയോങ്ങിന്റെ അച്ഛനെങ്ങാണം ഇവൻ എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങും വെച്ചേക്കത്തില്ല, എല്ലാവരും കൊന്നു കളയൂ എന്നൊക്കെയാ. നമ്മളുടെ സിയോങ്ങിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനി അവസാനമായിട്ട് ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ, അത് സക്സസ് ആവോ ഇല്ലെന്ന് തന്നെ ആർക്കും അറിയത്തില്ല എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മളുടെ ജിയാങ് ആണെങ്കിൽ ജിന്നിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ജിയാങ് നല്ല ദേഷ്യത്തിലായിരുന്നു. അവനാണെങ്കിൽ ആ വരുന്ന വഴിയിലുള്ള എല്ലാ ആൾക്കാരെയും അടിച്ചു തെറിപ്പിച്ചിട്ടാ വരുന്നത്. ജിന്നു ആണെങ്കിൽ നമ്മളുടെ ജിയാങ്ങിനോട് ഫൈറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ ജിയാങ് വന്നിട്ട് പറയും, എന്തൊക്കെയായിരുന്നാലും ഇന്ന് ജിന്നിനെ കൊണ്ടല്ലാണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല എന്ന്. അവിടേക്ക് എല്ലാ സൈനികരും എത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ക്രൗൺ പ്രിൻസും വരും. ക്രൗൺ പ്രിൻസിനെ കാണുന്നതും ജിയാങ് ക്രൗൺ പ്രിൻസിന്റെ കഴുത്തിലായിട്ട് വാള് വയ്ക്കും. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നമ്മുടെ ജിയാങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വരും. അവിടെയായിട്ട് നമ്മുടെ പാർക്കില്ലേ, അയാളുടെ സൈനികരുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറയും, ഞാനും ജിയാങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വന്നിരിക്കുന്നത് എന്ന്. അവിടെയായിട്ട് നമ്മുടെ ക്രൗൺ പ്രിൻസ് പറയും, നീ എന്നെ ഒന്ന് വിശ്വസിക്കും, ഞാൻ എന്തായിരുന്നാലും ഉടനെ ജിന്നിനെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വരാമെന്ന്. ഇത് കേട്ടിട്ട് നമ്മളുടെ ജിയാങ് അതിന് സമ്മതിക്കും. നമ്മുടെ ക്രൗൺ പ്രിൻസ് ആണെങ്കിൽ ജിന്നിന്റെ അടുത്ത് വന്നിട്ട് പറയും, നിങ്ങൾ എന്തിനാണ് സിയോങ്ങിന്റെ ദേഹത്തായിട്ട് ആ വേമിനെ ആഡ് ചെയ്തത് എന്ന്. എന്നാൽ ഇവിടെ ജിന്നു പറയും, ഞാൻ സിയോങ്ങിനെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ആ വേമിനെ ആഡ് ചെയ്തത് സോളിന്റെ ദേഹത്ത് മാത്രമാണ്, അതെങ്ങനെ അവന്റെ ശരീരത്തിൽ എത്തിയെന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ നമ്മുടെ ക്രൗൺ പ്രിൻസ് പറയും, നിങ്ങൾ അവനെ രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സിയോങ്ങിന്റെ ഫാമിലി വന്ന് നിങ്ങളെ എല്ലാവരെയും കൊന്നുകളയും, അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പോംവഴി ചെയ്തേ പറ്റത്തുള്ളൂ. ഇവിടെ ഇയാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് വേറെ ആരുമല്ല, നമ്മളുടെ ജിന്നിന്റെ ആ ഒരു ഫാമിലിയിലെ, അതായത് ബൂയോങ്ങിന്റെ അമ്മ, അവർക്ക് മാത്രമേ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ നമ്മളുടെ ജിന്നാണെങ്കിൽ ഒന്നും നോക്കാണ്ട് ബൂയോങ്ങിന്റെ അമ്മയെടുത്ത് വന്നിട്ട് ക്ഷമയൊക്കെ ചോദിച്ചിട്ട് ഹെൽപ്പ് ചെയ്യൂ എന്ന് ചോദിക്കും. എന്നാൽ നമ്മുടെ ബൂയോങ്ങിന്റെ അമ്മ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആവത്തേ ഇല്ല. അവിടെയായിട്ട് നമ്മുടെ ആ ജിന്നു പറയും, എന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഈ ഫാമിലിയിലെ ഒരു മെമ്പർ അല്ലേ. യഥാർത്ഥത്തിൽ ബൂയോങ്ങിന്റെ അമ്മയുടെ സ്റ്റെപ്പ് ബ്രദറാണ് കേട്ടോ നമ്മുടെ ഈ ജിന്നെന്ന് പറയുന്നത്. അയാൾ അങ്ങനെ പറയുന്നതും നമ്മുടെ ബൂയോങ്ങിന്റെ അമ്മയ്ക്ക് വേറൊരു മാർഗ്ഗം ഇല്ലാണ്ട് അവർ പറയും,
ഓക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ ജിന്നാണെങ്കിൽ നമ്മളുടെ ജിയാങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അത് നമ്മളുടെ ബുയോങ്ങിന്റെ അമ്മേനെയും കൂട്ടിയിട്ടാണ് വരുന്നത്. എന്നിട്ട് പറയും സിയോങ്ങിനെ രക്ഷിക്കാനുള്ളൊരു മാർഗം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന്. അവിടെ ബുയോങ്ങിന്റെ അമ്മയും പറയും ഓക്കെ ഞാൻ ഇവനെ സഹായിക്കാൻ റെഡിയാണ്, ഇവൻ എൻ്റെ ബ്രദർ ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന്. അവിടെ നമ്മളുടെ ജിയാങ് ആണെങ്കിൽ ജിന്നിന് വാണിംഗ് കൊടുക്കും. അതായത് നമ്മുടെ സിയോങ്ങിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ജിന്നിനെ വെറുതെ വിടത്തില്ല, അവനെ കൊന്നു കളയൂ എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ബുയോങ്ങിന്റെ അമ്മയാണെങ്കിൽ അവിടെ നമ്മളുടെ ജിയാങ്ങിന്റെ അടുത്തും പാർക്കിന്റെ അടുത്തും എങ്ങനെ സിയോങ്ങിനെ രക്ഷിക്കാം എന്നുള്ളൊരു മാർഗം പറഞ്ഞു കൊടുക്കുന്നതാ. അവനെ രക്ഷിക്കണമെങ്കിൽ ഫയർ ബേഡിനെ യൂസ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ബുയോങ്ങിനെ അവിടെ തിരിച്ചേൽപ്പിക്കാനും പറയും. ഇത് കേൾക്കുന്നത് നമ്മുടെ ജിയാങ് ആണെങ്കിൽ ഒരു മാർഗവും ഇല്ലാണ്ട് അതിന് റെഡിയാവും. അവിടെ നമ്മുടെ പാർക്ക് ചോദിക്കും അല്ല ഈ ഒരു ഫയർ ബേഡിനെ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമല്ലേ. എന്നാൽ നമ്മുടെ ബുയോങ്ങിന്റെ അമ്മ പറയുന്നത് സിയോങ്ങിനെ രക്ഷിക്കാൻ ആകെപ്പാടെ ഈ ഒരു മാർഗമേ ഉള്ളൂ എന്നാ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ സിയോങ്ങിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ നിൽക്കുന്നതാണ്. അവിടെ നമ്മുടെ ഗുരുജി ആണെങ്കിൽ പറയും അതായത് ഇവനെ രക്ഷിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന മുത്തിനകത്ത് അവന്റെ എനർജീനെ എല്ലാം അബ്സോർബ് ചെയ്തെടുക്കും. എന്നിട്ട് ഈ മുത്തിനെ ആരെങ്കിലും ഒരാൾ വായിൽ വെച്ചിട്ട് ഫയർ ബേർഡിന്റെ അടുത്തായിട്ട് എത്തിക്കണം. ഇവിടെയായിട്ട് നമ്മുടെ ഗുരുജി പറയുന്നത് തന്നെ ജിൻഷോ എടുത്ത് ചെയ്യാനാ. എന്നാൽ നമ്മളുടെ പാക്ജിനാണെങ്കിൽ പറയും അവക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നയാള് പ്രഗ്നന്റ് ആവാനൊന്നും പാടില്ല. അവനിപ്പോ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ ബുയോങ് പറയും അത് ഞാൻ ചെയ്യാം, ഞാനും ജിൻ ഫാമിലിയിലെ മോളല്ലേ എന്ന്. അവിടെയായിട്ട് നമ്മുടെ ഗുരുജി പറയുന്നുണ്ട് ആ ഫയർ ബേർഡിനെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സ്വർണത്തിന്റെ ആവശ്യമുണ്ട് എന്ന്. അവിടെ നമ്മളുടെ ജിയാങ് പറയും എത്ര സ്വർണം വേണമെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, എൻ്റെ കയ്യിൽ ഒരുപാട് സ്വർണം ഉണ്ടെന്നും പറഞ്ഞാൽ അവനത് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. എല്ലാവരെയും കണ്ട് ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു. നമ്മളുടെ ജിയാങ്ങിന് രാജാവ് കൊടുത്ത ഉപഹാരമാണ് ഇതല്ല. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സിയോങ്ങിന്റെ വായിലായിട്ട് ആ മുത്തങ്ങ് വെക്കും. എന്നിട്ട് ഗുരുജി ആണെങ്കിൽ അയാളുടെ പവേഴ്സ് യൂസ് ചെയ്ത് ആ മുത്തിനകത്തോട്ട് നമ്മുടെ സിയോങ്ങിന്റെ പവേഴ്സിനെല്ലാം ആക്കിയെടുക്കും. അതിൻ്റെ അകത്തായിട്ട് ആ വേമും കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മുത്തിനെ എടുത്ത് നമ്മളുടെ ബുയോങ്ങിന്റെ വായിലായിട്ട് വെച്ചു കൊടുക്കും. അവൾ ഇത് വായിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് സംസാരിക്കാനോ വാ തുറക്കാനോ പാടില്ല. അങ്ങനെ അവർ നേരെ വരുന്നത് തന്നെ ആ ഫയർ ബേർഡ് ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തായിട്ടാണ്. അതിന് ചുറ്റുമായിട്ട് നമ്മളുടെ ജിയാങ്ങിന്റെ ആ സ്വർണ്ണ കട്ടികളിലെ അതെല്ലാം അടുക്കിയും വെച്ചിട്ടുണ്ട്. അവിടെയായിട്ട് നമ്മുടെ ക്രൗൺ പ്രിൻസും ഉണ്ട്. യഥാർത്ഥത്തിൽ ക്രൗൺ പ്രിൻസും ബുയോങ്ങും നേരിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പരസ്പരം രണ്ടുപേർക്കും അറിയത്തില്ല. അതായത് ക്രൗൺ പ്രിൻസ് ആണെന്നും അതേപോലെ തന്നെ ഇതാണ് ബുയോങ് എന്നും. അവിടെ വെച്ചിട്ട് നമ്മുടെ ക്രൗൺ പ്രിൻസ് ബുയോങ്ങിനെ കണ്ട് ഭയങ്കര ഷോക്കാവും. അതായത് നമ്മുടെ ജിയാങ് കല്യാണം കഴിച്ച പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഇവള് തന്നെയാണെന്ന് അറിഞ്ഞിട്ട് അവിടെയായിട്ട് നമ്മുടെ ക്രൗൺ പ്രിൻസ് ബുയോങ്ങിനെ എടുത്ത് ആ ഒരു ഗോൾഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നില്ലേ അതിൻ്റെ അകത്തായിട്ട് എടുത്തങ്ങ് കയറ്റും. ഇത് കാണുന്നേ നമ്മളുടെ ജിയാങ്ങിന് ചെറിയൊരു ജലസ് അടിക്കും. അവിടെയായിട്ട് ബുയോങ് ആണെങ്കിൽ അവളുടെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഫയർ ബേർഡിനെ ആക്ടിവേറ്റ് ആക്കും. അതിൻ്റെ പവേഴ്സ് വെച്ചിട്ട് അവസാനം ആ ഒരു വേമില്ലേ അതിനെ അങ്ങ് പുറത്തെടുക്കും. അവളുടെ കൈ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അവിടെയായിട്ട് നമ്മളുടെ ക്രൗൺ പ്രിൻസ് ആ വേമിനെ നശിപ്പിച്ചും കളയും. അങ്ങനെ അവളുടെ കൈയൊക്കെ കെട്ടി കഴിയുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ ജിയാങ് ആണെങ്കിൽ ബുയോങ്ങിനെ അതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് അവളെയും കൊണ്ട് വേഗം തന്നെ സിയോങ്ങിന്റെ അടുത്തേക്ക് ചെല്ലും. അവിടെ ചെന്നിട്ട് സിയോങ്ങിന്റെ വായിലായിട്ട് ആ ഒരു മുത്തില്ലേ അതിനെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കും. അങ്ങനെ അവനിപ്പോ ഓക്കെ ആയിട്ടുണ്ട്. അവിടെ നമ്മളുടെ ജിയാങ് ആണെങ്കിൽ ബുയോങ്ങിന്റെ അടുത്ത് വന്ന് താങ്ക് യു ഒക്കെ പറയും. അവനിപ്പോ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ തന്നെ ബുയോങ്ങിന്റെ അടുത്ത് പറയും നീ ഇനി തിരിച്ച് നിന്റെ വീട്ടിലോട്ട് പോവേണ്ടതായിട്ടുണ്ട് എന്ന്. ബുയോങ് പറയും എനിക്ക് എൻ്റെ അമ്മേനെ നന്നായിട്ട് അറിയാം, അമ്മ മിക്കവാറും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയതേ ഈ ഒരു കാര്യം പറഞ്ഞിട്ടായിരിക്കും എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സിയോങ് കണ്ണു തുറക്കുന്നതാ. അവനിപ്പോൾ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടുണ്ട്. അവിടെ ഉള്ള ഒരാളുടെ അടുത്ത് സോളിനെ പറ്റി ചോദിക്കുമ്പോൾ അയാൾ പറയും ആ പെൺകുട്ടി മരിച്ചുപോയി എന്ന്. എല്ലാവരും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ട്രൈ ചെയ്തു, അതേപോലെ തന്നെ ബുയോങ് നിന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറയും. നമ്മളുടെ സിയോങ് ഇപ്പോൾ നല്ല ഓക്കെ ആയിരുന്നു. അവനിപ്പോൾ വേദനയൊന്നും എടുക്കുന്നില്ല. അവിടെയായിട്ട് നമ്മുടെ മാസ്റ്റർ ലീ വരും. മാസ്റ്റർ ലീ അവിടെ പറയും അതായത് ബുയോങ്ങിനെ 3 വർഷമായിട്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹമാണ് എന്ന്. ഉടനെ തന്നെ നമ്മളുടെ സിയോങ് ചോദിക്കും സത്യത്തിൽ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്, അവൾ യഥാർത്ഥത്തിൽ നക്സു അല്ലേ? അപ്പോൾ നമ്മുടെ മാസ്റ്റർ ലീ എല്ലാം ക്ലിയർ ആക്കി കൊടുക്കും. യഥാർത്ഥത്തിൽ അവളുടെ ബോഡി എന്ന് പറഞ്ഞത് ബുയോങ്ങിന്റെ തന്നെയാണ്, എന്നാൽ അവളുടെ ഉള്ളിലുള്ള ആത്മാവ് നക്സുവിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് നക്സുവിന്റെ പവേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ഇതൊക്കെ കേട്ടിട്ട് നമ്മളുടെ സിയോങ് ഭയങ്കര ഷോക്കായി പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ബുയോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് ജിയാങ് അവളുടെ വീട്ടിൽ വരുന്നതാ. അപ്പൊ നമ്മളുടെ ബുയോങ് എന്തിനാ വന്നേന്ന് ചോദിക്കുന്നതും ജിയാങ് പറയും നിനക്ക് എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഐസ് സ്റ്റോണിനെ കാണാൻ പറ്റത്തില്ലേ, അതെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ മരിച്ചു പോവും. ഇത് കേൾക്കുന്നേ നമ്മുടെ ബുയോങ്ങിന് ഭയങ്കര ദേഷ്യം വരും. അതായത് അവളെ യൂസ് ചെയ്തിട്ട് ആ ഒരു സ്റ്റോണിനെ പുറത്തെടുക്കാനാണോ ഇവൻ ട്രൈ ചെയ്യുന്നത് എന്ന് ആലോചിച്ചിട്ട്. എന്നാൽ നമ്മുടെ ജിയാങ് പറയും അതിനൊന്നും വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടേക്ക് വന്നത്, നിന്നെ തിരിച്ചെൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ. ഇവിടെ നമ്മളുടെ ജിയാങ്ങിന് ഇപ്പോൾ ബുയോങ്ങിൻ്റെ അടുത്ത് ചെറിയ ഫീലിങ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അവിടെയായിട്ട് അവനൊന്നും നോക്കത്തില്ല, നമ്മളുടെ ബുയോങ്ങിന് ഒരു കിസ് അങ്ങ് കൊടുക്കും. ഇത് കാണുന്നേ ബുയോങ് ഭയങ്കര ഷോക്കായി.
ആയായിരുന്നു. അവിടെ നമ്മളുടെ ജിയാങ് പറയും, ഞാൻ നിന്റെ അമ്മേനെ പറഞ്ഞ് സമ്മതിപ്പിക്കാം നിന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ പാർക്കും വളർത്തമ്മയും എല്ലാവരോടും ചേർന്നിട്ട് നമ്മളുടെ ബുയോങ്ങിന്റെ അമ്മേനെ എങ്ങനെ സമ്മതിപ്പിക്കുക എന്നുള്ള പ്ലാനിങ് നടത്തുമായിരുന്നു. അതായത് നമ്മളുടെ ജിയാങ്ങിന്റെയും ബുയോങ്ങിന്റെയും കല്യാണത്തിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ബുയോങ് ആണെങ്കിൽ സിയോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. അവനിപ്പോ ഇവിടെ നിന്ന് പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ സിയോങ് പറയും, ഞാൻ എപ്പോഴും എന്റെ സ്വപ്നത്തില് ഒരാളെ സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കും. ഇത് കേൾക്കുന്നത് നമ്മളുടെ ബുയോങ് ചോദിക്കും, എന്താ നമ്മൾ രണ്ടുപേരും മുമ്പ് എപ്പോഴേലും കണ്ടിട്ടുണ്ടോ എന്ന്. ഇത് കേൾക്കുന്നേ സിയോങ് പറയും, നിനക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? നിനക്ക് നീ ആരാണെന്ന് അറിയാൻ ഒരു ആഗ്രഹവും ഇല്ലേ? നീ എവിടെയാണോ ജനിച്ചു വളർന്നത് അവിടെ നീ പോയി വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തിന്റെ പേര് പറയും. അതായത് നമ്മളുടെ നക്സുവിന്റെ ആ ഒരു കാടിന്റെ പേരാ പറയുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് നിന്റെ സത്യം എല്ലാം മനസ്സിലാവും, നീ അത് മനസ്സിലാക്കിയേ പറ്റത്തോളം എന്നൊക്കെ നമ്മളുടെ സിയോങ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. പിന്നീട് കാണിക്കുന്ന സിയോങ് നേരെ നമ്മളുടെ ആ സോളിന്റെ ഡെഡ് ബോഡി കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. അവളുടെ ഡെഡ് ബോഡിയുടെ മുകളിലായിട്ട് നമ്മളുടെ സിയോങ് കൊടുത്ത ആ പച്ചക്കൊടയും ഉണ്ടായിരുന്നു. ഇത് കാണുന്നതും സിയോങ്ങിന് ഓർമ്മ വരുന്നത് അന്ന് അവൻ ആ കൊട കൊടുത്ത കാര്യമാണ്. അതേപോലെ തന്നെ നമ്മളുടെ ബുയോങ് അവളുടെ കയ്യിലുള്ള ആ ലോക്കറ്റില്ലേ അതെടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലാവും, അതായത് അവൾക്ക് ഇങ്ങനെ ഫ്ലാഷായി വന്നുകൊണ്ടിരിക്കുന്ന ആ മെമ്മറീസില്ലേ അതൊന്നും വേറെ ആരുടെയല്ല അവളുടെ ഇത് തന്നെയാ എന്ന്. അങ്ങനെ അവൾ വന്നിട്ട് നമ്മളുടെ ജിയാങ്ങിന്റെ അടുത്ത് പറയും, എനിക്കിപ്പോ കുറെ മെമ്മറീസ് ഇങ്ങനെ ഫ്ലാഷായി വരുന്നുണ്ട്. അത് കാണുമ്പോഴല്ലേ എനിക്ക് തോന്നുന്നത് അതെല്ലാം എൻ്റെ മെമ്മറീസ് ആണെന്ന്. അതുകൊണ്ട് തന്നെ എനിക്കൊരു സ്ഥലം വരെ പോവേണ്ടതായിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മളുടെ ബുയോങ് ആ നക്സുവിന്റെ സ്ഥലമില്ലേ അവിടെ പോണമെന്ന് ജിയാങ്ങിന്റെ അടുത്ത് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജിയാങ് അതിന് സമ്മതിക്കും. എന്നിട്ട് പറയും, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോളാം എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ സിയോങ് ആണെങ്കിൽ ബുയോങ്ങിന്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ, ബുയോങ്ങിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ അവൻ പറയുന്നത് തന്നെ നക്സുവിന്റെ ആത്മാവല്ലേ നമ്മളുടെ ബുയോങ്ങിന്റെ ദേഹത്തുള്ളത്, അവളുടെ മെമ്മറീസ് ഉടനെ തന്നെ തിരിച്ചു വരും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ആപത്താണ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ ബുയോങ് ആണെങ്കിൽ ആ കല്ലറയില്ലേ അതിന്റെ അടുത്തായിട്ട് വന്ന് നിൽക്കുന്നതാണ്. അവളാണെങ്കിൽ ഇപ്പൊ ആ സ്റ്റോൺ നോക്കിക്കൊണ്ട് നിൽക്കുക. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ഗുരുജിയുടെ ആ ചെറുമോളില്ലേ അവള് വരും. അവക്കിപ്പോ നമ്മളുടെ ബുയോങ്ങിൽ നല്ല ഡൗട്ട് ഉണ്ട്, അതായത് അവള് തന്നെയാണോ നക്സു എന്നും ആലോചിച്ചിട്ട്. എല്ലാവരും നക്സുവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുമല്ലേ. അവിടെയായിട്ട് നമ്മളുടെ ഈ യൂനാണെങ്കിൽ പറയാൻ തുടങ്ങും, അതായത് ഇവിടെ ഉള്ളവരുടെ എല്ലാം കല്ലറയെന്ന് പറയുന്നത് സോൾ ഷിഫ്റ്റേഴ്സിന്റെ ആണ്, അതിനകത്ത് ഒരെണ്ണം നക്സുവിന്റെ ഇതുമാണ്, നീയാണ് യഥാർത്ഥത്തിലുള്ള നക്സു എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഈ യൂൻ അവളുടെ കയ്യിലിരുന്ന് ഒരു മരുന്നെടുത്ത് നമ്മുടെ ബുയോങ്ങിന്റെ ദേഹത്തങ്ങ് ഒഴിക്കും. അതിനകത്തുള്ള ആ മരുന്ന് നമ്മുടെ ബുയോങ്ങിന്റെ കണ്ണിലും തട്ടിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടേക്ക് സിയോങ് വരും. എന്നിട്ട് നമ്മളുടെ ഈ യൂനിനെ അങ്ങ് തടയും. അങ്ങനെ നമ്മുടെ ബുയോങ് അവിടെ നിന്ന് പോവും. പെട്ടെന്ന് തന്നെ നമ്മുടെ സിയോങ് ചോദിക്കും, അല്ല നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, നിനക്ക് എന്തോ ഒരു തെറ്റിദ്ധാരണയാ പറ്റിയിരിക്കുന്നേ എന്ന്. അവിടെ നമ്മളുടെ ഈ യൂൻ ചോദിക്കുന്നത് ഇവളല്ലേ യഥാർത്ഥത്തിലുള്ള നക്സു എന്ന. ഇവിടെ വെച്ച് ഈ സീൻ കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ബുയോങ് ആണെങ്കിൽ ഫേസ് കഴുകാൻ വേണ്ടിയിട്ട് ഒരു നദിയിലെടുത്ത് വന്നിരിക്കുന്നതാ. അവിടെയായിട്ട് അവൾക്ക് അവളുടെ കണ്ണ് ബ്ലൂ കളറിൽ കാണും. അതേപോലെ തന്നെ അവള് നേരെ നക്സു എപ്പോഴും ആ ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന മരവില്ലേ അതിന്റെ അടുത്തായിട്ട് വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ ബുയോങ്ങിന് കുറെ ഓർമ്മകളൊക്കെ വരും, അതായത് നമ്മുടെ ജിയാങ്ങിന്റെ കൂടെ സ്പെൻഡ് ചെയ്ത കുറെ മൊമെന്റ്സ്. ഇതെല്ലാം കാണുന്നതും ബുയോങ്ങിന് ഉറപ്പാവും, അതായത് ഇതെല്ലാം അവളുടെ സ്വന്തം മെമ്മറീസ് ആണ് എന്ന്, അതായത് അവള് തന്നെയാണ് നക്സു എന്ന്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ചെറിയ ബുയോങ് ഇല്ലേ അവള് പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മളുടെ ബുയോങ്ങിന്റെ അടുത്ത് പറയും, ഈ ബോഡിയുടെ യഥാർത്ഥ ഓണർ എന്ന് പറഞ്ഞ ബുയോങ് ആണ്. നക്സുവിന്റെ ആത്മാവ് ഉടനെ തന്നെ ഈ ശരീരം വിട്ടു പോവും. അപ്പോ പിന്നെ കൺട്രോൾ ഏറ്റെടുക്കുന്നത് ബുയോങ്ങിന്റെ ആത്മാവ് തന്നെ ആയിരിക്കും എന്ന്. ഇത് കേട്ടിട്ട് നമ്മുടെ ബുയോങ്ങിന് നല്ല വിഷമം വന്നിട്ടുണ്ടായിരുന്നു. അവൾ അങ്ങനെ സിയോങ്ങിന്റെ വീട്ടിലായിട്ട് വന്നിരുന്ന് നല്ലതുപോലെ ഇരുന്ന് കരയും. അവിടെയായിട്ട് നമ്മുടെ സിയോങ് അവിടെ ഉള്ളൊരു സെർവന്റിന്റെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിക്കും, ജിയാങ്ങിന്റെ അടുത്ത് പറയണം ബുയോങ് ഇവിടെയായിട്ട് ഇരിപ്പുണ്ട് എന്ന്. അങ്ങനെ നമ്മുടെ ജിയാങ് അവളെ കാണാൻ വേണ്ടിയിട്ട് വരും. അവിടെ നമ്മളുടെ ബുയോങ് നല്ല സങ്കടത്തിലായിരുന്നു. അവള് പറയും, എനിക്കിപ്പോ എല്ലാം ഓർമ്മ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കിനി ഒരിക്കലും നിന്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന്. ജിയാങ് അവിടെ എന്താ ഓർമ്മ വന്നേന്ന് ചോദിക്കും. എന്നാൽ നമ്മളുടെ ബുയോങ് അതൊന്നും പറയാൻ റെഡി ആവത്തില്ല. അവൾ വേഗം തന്നെ അവളുടെ വീട്ടിലോട്ടേക്ക് പോവും. ബുയോങ് അവളുടെ ആ പഴയ റൂമില്ലേ അവിടേക്ക് ചെല്ലും. അവിടെയായിട്ട് നമ്മുടെ ജിയാങ് വരും. എന്നിട്ട് അവൻ പറയും, കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ റൂം നശിപ്പിച്ച് കളയേണ്ടതായിരുന്നു, നീ ഈ റൂമിൽ തന്നെ നിൽക്കാനാണോ പ്ലാൻ? എന്തായിരുന്നാലും ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിയാങ് അവിടെ നിന്നങ്ങ് പോവും. അത് കേൾക്കുന്നത് നമ്മുടെ ബുയോങ്ങിന് നല്ല സങ്കടം വന്നിട്ട് അവൾ നല്ലതുപോലെ ഇരുന്ന് കരയും. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മളുടെ ജിയാങ്ങിനാണെങ്കിൽ ഒരു ഡ്യൂട്ടി കിട്ടുന്നതാ, അതായത് നോർത്തിലുള്ള ഒരു ജനറലായിട്ട്. അങ്ങനെ അവന് അവിടേക്ക് പോവേണ്ടതായിട്ട് വരും. അതേസമയം തന്നെ നമ്മളുടെ ആ ക്രൗൺ പ്രിൻസിന്റെ ആമയില്ലേ അതാണെങ്കിൽ നടന്ന് നമ്മളുടെ മാസ്റ്റർ ലീയുടെ അടുത്തായിട്ട് എത്തുന്നതാ. ഇത് കാണുന്ന മാസ്റ്റർ ലീ പറയും, ഇതിന് നല്ല പോസിറ്റീവ് എനർജി ഉണ്ട്, ഇത് എന്തിനെയോ തേടിക്കൊണ്ടിരിക്കുക എന്ന്.
അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ആ ഡ്രാഗന്റെ സ്റ്റാച്യൂസിനെ എല്ലായിടത്തു നിന്നും കിട്ടുന്നതാണ്. അതേപോലെ തന്നെ അത് കിട്ടുന്ന ആ നദികളെല്ലാം ഉണങ്ങി വരണ്ടുകൊണ്ട് ഇരിക്കുമായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ജിന്നാണെങ്കിൽ ജിൻചോയിനെ അവിടേക്ക് വിളിക്കുന്നതാണ്. എന്നാൽ നമ്മളുടെ ബുയോങ് പറയും, വേണ്ട, നീ പോവേണ്ട ആവശ്യമില്ല, ഞാൻ പൊക്കോളാം. എന്താന്ന് വെച്ചാൽ ഈ ഫാമിലിയുടെ മൂത്ത മോള് ഞാൻ തന്നെയല്ലേ. യഥാർത്ഥത്തിൽ നമ്മളുടെ ജിന്നും അതേപോലെ തന്നെ ബുയോങ്ങിന്റെ അമ്മയുമായിട്ട് അവിടെ ഒരു വലിയ വഴക്ക് തന്നെ നടന്നിട്ടുണ്ട്. ഈ ജിന്നെന്ന് വെച്ചാൽ ബുയോങ്ങിന്റെ അമ്മയുടെ സ്റ്റെപ്പ് ബ്രദറാണ്. അയാൾക്കാണെങ്കിൽ ജിൻ ഫാമിലിയിലുള്ള എല്ലാ സ്വത്തുക്കളുടെ അവകാശം വേണം. ജിൻ ഫാമിലിയിൽ ഒരുപാട് പ്രഷ്യസ് ആയിട്ടുള്ള ഒരുപാട് മാന്ത്രിക ഉപകരണങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം അയാൾക്ക് സ്വന്തമാക്കാനാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ അയാള് ബുയോങ്ങിന്റെ അമ്മയുടെ കുറെ തെറ്റുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് അതെല്ലാം കൂടി ചേർത്ത് നാളെ ഒരു അസംബ്ലി കൂട്ടി അവിടെ വെച്ചിട്ട് ബുയോങ്ങിന്റെ അമ്മേനെ എല്ലാത്തിന്റെയും ലീഡർഷിപ്പിൽ നിന്നും പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ് അയാൾ വരട്ടും. അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടും കൂടെ തന്നെ ആ ജിൻ ഫാമിലിയുടെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ കളറിലെ ബാഡ്ജുണ്ട്, അതും അയാൾക്ക് വേണമെന്ന് പറയും. അത് കിട്ടുന്നവരായിരിക്കും ആ ജിൻ ഫാമിലിയുടെ അടുത്ത ലീഡർ. ജിൻ ഇപ്പോ നമ്മുടെ ബുയോങ്ങിനെ അവിടേക്ക് വിളിച്ചിരിക്കുന്നതും ആ ഒരു ബാഡ്ജും കൊണ്ട് വരാൻ വേണ്ടിയിട്ടാ. വരുന്ന വഴിയിൽ നമ്മുടെ ബുയോങ്ങിന് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും. അതായത് ജിന്നാണ് അവളെ കുഞ്ഞിലെ വന്ന് മീറ്റ് ചെയ്തതും അവളെ മാനിപ്പുലേറ്റ് ചെയ്ത് എല്ലാവർക്കും എതിരെയുള്ള നക്സു എന്ന് പറയുന്ന ഒരു അസാസിനാക്കി മാറ്റിയതും എല്ലാം ജിന്നാണെന്ന് അവൾ ഓർക്കും. അവളിപ്പോൾ അയാളെ കാണുന്നതിൽ നല്ല എക്സൈറ്റഡും ആയിരുന്നു. അവൾ അങ്ങനെ നടന്നു വരുന്ന വഴിയിൽ വെച്ചിട്ട് നമ്മളുടെ ആമയിലെ അതിനെ കാണും. ഇത് കാണുന്നതും അവളങ്ങ് ഭയങ്കര സർപ്രൈസ്ഡ് ആയി പോവും. കൂട്ടത്തിൽ തന്നെ ആ ആമേനെയും കൊണ്ട് നമ്മളുടെ ബുയോങ് ആ ജിന്നിനെയും അതേപോലെ തന്നെ ബുയോങ്ങിന്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വരും. ബുയോങ്ങിന്റെ അമ്മയാണെങ്കിൽ അവളുടെ അടുത്ത് ചോദിക്കും, നീ എന്തിനാ ഇതിനകത്ത് ആവശ്യമില്ലാണ്ട് തലയിടുന്നത് എന്ന്. അവിടെ ബുയോങ് വന്നിരിക്കുന്നതന്നെ അവരുടെ ആ ഒരു ഫാമിലി ബാഡ്ജ് കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ. നമ്മളുടെ ബുയോങ്ങിന്റെ അമ്മ ആ ഒരു ബാഡ്ജിനെ ജിന്നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അയാളുടെ മുമ്പിലായിട്ട് മുട്ടുകുത്തി ഇരിക്കാനായിട്ട് ഒരുങ്ങുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ ബുയോങ് ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്തായിരുന്നാലും ഈ ഒരു ബാഡ്ജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മളുടെ ഫാമിലിയിൽ ആരും ഇല്ല എന്ന് കരുതിയിട്ടാണോ? എനിക്ക് അതിനുള്ള പവേഴ്സ് ഉണ്ട്, ഞാനത് പ്രൂവ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബാഡ്ജ് വാങ്ങിക്കാണ്ടിരിക്കുവോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്നേം ജിന്ന് അതിന് സമ്മതിക്കും. അവൻ ചോദിക്കും, നിനക്ക് ഓർമ്മയൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെയാ നിനക്ക് നിന്റെ പവേഴ്സ് കിട്ടാൻ? നീ നിന്റെ പവേഴ്സ് എൻ്റെ മുമ്പിൽ പ്രൂവ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യത്തില്ല എന്ന്. അവിടെ നമ്മളുടെ ബുയോങ് അവളുടെ അമ്മയെടുത്ത് പറയും, നിങ്ങൾ നിങ്ങളുടെ മോളുടെ പവേഴ്സിൽ വിശ്വസിക്കണം എന്ന്. അങ്ങനെ നമ്മളുടെ ജിന്നാണെങ്കിൽ ഇവ കൊടുത്തിരിക്കുന്ന ടാസ്ക് തന്നെ ഒരു വലിയൊരു പ്രിസൺ പോലത്തെ സംഭവമുണ്ട്. അതൊരു മാജിക്കലായിട്ടുള്ള പ്രിസണാണ്. അതിനകത്ത് പോയിട്ടുള്ള ആരും തന്നെ ഇതുവരേക്കും തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ അയാൾ പറയും, യഥാർത്ഥത്തിൽ ബുയോങ്ങിന്റെ പവേഴ്സ് വെച്ചിട്ട് അവൾക്ക് നിഷ്പ്രയാസം അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റും. നിങ്ങളുടെ ഈ ഒരു ബാഡ്ജിനെ ഞാൻ ഇതിൻ്റെ അകത്തോട്ടിടാം. നീ പോയി ഈ ഒരു ബാഡ്ജ് കണ്ടുപിടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിന്റെ കഴിവിനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും നിന്റെ ആ ഒരു കഴിവിൻ്റെ പേരിൽ ഞാനിത് സ്വന്തമാക്കാതിരിക്കുകയും ചെയ്യാം എന്ന് പറയും. ഇത് കേൾക്കുന്ന ബുയോങ് അതിന് റെഡിയാവും. അവിടെയായിട്ട് ബുയോങ്ങിന്റെ അമ്മ ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ക്രൂരതയല്ലേ എന്ന്. എന്താന്ന് വെച്ചാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ പോലും പോയിട്ട് ഇതുവരെയും അതിൽ നിന്ന് തിരിച്ചു വന്നിട്ടില്ല. എന്നാൽ നമ്മളുടെ ബുയോങ് അതിന് റെഡിയായിരുന്നു. അവളുടെ കയ്യിലായിട്ട് ആ ആമയും ഉണ്ട്. അങ്ങനെ ആ ഒരു ബാഡ്ജ് തേടി നമ്മളുടെ ബുയോങ് അതിന്റെ അകത്തോട്ട് ചെന്ന് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് അതൊരു വലിയ സ്ഥലമായിരുന്നു. ഇത് കണ്ട് നമ്മളുടെ ബുയോങ് ഭയങ്കര ഷോക്കാകും. എന്താന്ന് വെച്ചാൽ ഇത്രയും ചെറിയൊരു ബാഡ്ജ് ഇത്രയും വലിയൊരു സ്ഥലത്ത് നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാനാ എന്ന് ആലോചിച്ചിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ കാട് പോലെ ഉണ്ടായിരുന്നു. അവളുടെ കൂടെ തന്നെ ആ ആമയും ഉണ്ട്. അവൾ അതിനെ ഫോളോ ചെയ്താൽ നടന്നു പോകുന്നത്. അങ്ങനെ ഒരു കാട്ടിലായിട്ട് എത്തുന്നതും അവിടെ ഒരു അസ്ഥിക്കൂടത്തിന്റെ അകത്തായിട്ട് ബ്ലൂ കളറിൽ എന്തോ ഒന്ന് നല്ലതുപോലെ തിളങ്ങുന്നത് കാണും. നമ്മുടെ ബുയോങ് നല്ലതുപോലെ ക്യൂരിയസ് ആയിട്ട് അതെടുക്കാൻ ചെല്ലുന്നതും അവിടെയായിട്ട് ഒരു സോൾ ഷിഫ്റ്ററിന്റെ ആത്മാവ് വന്ന് നമ്മുടെ ബുയോങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. അതൊരു മോൺസ്റ്ററിനെ പോലെ ഉണ്ടായിരുന്നു. ഇത് കണ്ട് ബുയോങ് നല്ലതുപോലെ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവും. എന്നാൽ അവൾക്കാണെങ്കിൽ ഇനി രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാന്നറിയുന്നതും പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ജിയാങ് വന്ന് അവളെ എങ്ങി രക്ഷിക്കും. അവനവിടെ നോക്കുമ്പോൾ എന്തുവാ, നമ്മളുടെ ബുയോങ്ങിന്റെ കണ്ണ് നല്ലതുപോലെ തിളങ്ങി നിൽക്കുക. അവൻ ചോദിക്കും, ഇതെന്തുവാ നിന്റെ കണ്ണില് എന്ന്. നീ യഥാർത്ഥത്തിൽ ആരാ എന്നും ചോദിക്കും. ഇവിടെ നമ്മളുടെ ബുയോങ് അവനെ കണ്ട് ഭയങ്കര ഷോക്കായിട്ട് നിൽക്കും. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മളുടെ ബുയോങ് ആണെങ്കിൽ ജിയാങ്ങിന്റെ അടുത്ത് സത്യം പറയുന്നതാ. അതായത് അവൾ യഥാർത്ഥത്തിൽ ഈ ബോഡിയുടെ ഓണറല്ല, പകരമായിട്ട് വേറൊരു ആത്മാവാണ് ഈ ബോഡിയിലുള്ളത് എന്ന്. അവളിവിടെ പറയും, ഈ ബ്ലൂ മാർക്ക് എന്നാണോ എന്റെ കണ്ണിൽ വന്നത് അന്ന് തൊട്ട് എനിക്ക് എല്ലാം ഓർമ്മയുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജിയാങ് ഭയങ്കരമായിട്ട് ഷോക്കാവും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മളുടെ ക്രൗൺ പ്രിൻസും വരും. ഇവനെ കാണുന്നതും ജിയാങ് പെട്ടെന്ന് തന്നെ ബുയോങ്ങിന്റെ കണ്ണങ്ങ് പൊത്തിപ്പിടിക്കും. ക്രൗൺ പ്രിൻസ് വന്നിട്ട് ചോദിക്കുന്നത് തന്നെ ഇവിടെ എല്ലാം ഓക്കെ അല്ലേ എന്ന. ജിയാങ് അതെ എന്ന് പറയുന്ന ക്രൗൺ പ്രിൻസ് അവിടെ നിന്ന് പോവും. അവിടെയായിട്ട് ജിയാങ് നമ്മളുടെ ബുയോങ്ങിന്റെ അടുത്ത് പറയും, നീ എന്തായിരുന്നാലും ഈ കണ്ണിലെ മാർക്ക് ആരും തന്നെ കണ്ടുപിടിക്കാൻ അനുവദിക്കരുത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ബുയോങ്ങിന്റെ അമ്മ മാസ്റ്ററിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതാ. അവര് പറയും,
പറയും എന്റെ മോളുടെ ദേഹത്തായിട്ട് ആ നക്സുവിന്റെ ആത്മാവിന് ഇപ്പൊ എല്ലാം ഓർമ്മ വന്നതുപോലെ തോന്നുന്നേന്ന്. എന്നാൽ നമ്മുടെ മാസില്ലി അവിടെ പറഞ്ഞ് മനസ്സിലാക്കും അതുകൊണ്ട് വേറെ ആപത്തൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ ബൂയോങ്ങിന്റെ ആത്മാവും അവളുടെ ശരീരത്തിൽ തന്നെയുണ്ട്, അതുകൊണ്ട് അവൾക്ക് യാതൊരു ആപത്തും സംഭവിക്കത്തില്ല എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ബൂയോങ്ങും ജിയാങ്ങും അതേപോലെ ക്രൗൺ പ്രിൻസും കൂടി ചേർന്നിട്ട് നമ്മളുടെ ആ അസ്ഥിക്കൂടത്തിനകത്തിരുന്ന ഐ സ്റ്റോൺ പോലത്തെ സംഭവമില്ലേ അത് വന്നിട്ട് എടുക്കുന്നതാ. അവര് നോക്കുമ്പോൾ ഇത് ഐ സ്റ്റോണിനെ പോലെ തന്നെ ആയിരിക്കുന്നേ. അവിടെ നമ്മുടെ ബൂയോങ് പറയും ഇതും ഒരു ഐ സ്റ്റോൺ തന്നെയാണ്, എങ്കിൽ ഇതിനകത്ത് ആകാശത്തിലെ പവേഴ്സ് ഇല്ല, നമ്മളുടെ ജിയാങ്ങിന്റെ ഐ സ്റ്റോണില് അതിന്റെയും പവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഐ സ്റ്റോൺ യൂസ് ചെയ്തിട്ട് ഒരു മനുഷ്യന്റെ ആത്മാവിനെ വലിച്ചെടുക്കാനൊക്കെ നിഷ്പ്രയാസം സാധിക്കുമെന്ന് നമ്മുടെ ബൂയോങ് പറയും. അവിടെയായിട്ട് നമ്മുടെ ബൂയോങ് പറയുന്നുണ്ട് ഈ അസ്ഥിക്കൂടം ഉറപ്പായിട്ടും നമ്മളുടെ ജിൻ ഫാമിലി തന്നെ ആരെങ്കിലും ഒരാളുടെ ആയിരിക്കുമെന്ന്. ക്രൗൺ പ്രിൻസ് അവിടെ നമ്മളുടെ ജിയാങ്ങിന്റെ അടുത്ത് പറയും ജിന്നിന് ഇപ്പൊ ഒരുപാട് സോൾ ഷിഫ്റ്റേഴ്സ് കൂടെയുണ്ട്, അയാളാണെങ്കിൽ ഈ ഒരു ഐ സ്റ്റോൺ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് മാർഗവും ചൂസ് ചെയ്യും, അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിന്റെ കൂടെ നിൽക്കുന്നത് എന്ന് പറയും. നമ്മളുടെ ജിയാങ് ആണെങ്കിൽ ക്രൗൺ പ്രിൻസിനെ കാണാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. യഥാർത്ഥത്തിൽ ക്രൗൺ പ്രിൻസിനാണെങ്കിൽ ഐ സ്റ്റോണിന്റെ പവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ, എന്നാൽ ക്രൗൺ പ്രിൻസ് അവന്റെ മൈൻഡ് തന്നെ ചേഞ്ച് ആക്കിയത് ആ ഒരു ആമേനെ കാരണമാ. എന്താന്ന് വെച്ചാൽ അവന് മനസ്സിലായിട്ടുണ്ട് എല്ലാവരെ ഹെൽപ്പ് ചെയ്യണമെന്ന്. പോരാത്തന്നെ നമ്മളുടെ ക്രൗൺ പ്രിൻസിന്റെ ആമ അവനെ കളഞ്ഞിട്ട് അവിടെ നിന്നും പോയിട്ടും ഉണ്ടായിരുന്നു. അത് കാരണം ക്രൗൺ പ്രിൻസിന് നല്ല സങ്കടവും ഉണ്ട്. നമ്മളുടെ ജിയാങ്ങിന്റെ അടുത്ത് പാർക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് തന്നെ ജിന്നിന്റെ പ്ലാനൊക്കെ നല്ല ഈസി ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. അയാളുടെ മെയിൻ ഉദ്ദേശം തന്നെ ആ ഒരു ഫയർ ബേർഡിനെ ആക്ടിവേറ്റ് ആക്കണം എന്നൊക്കെയാ. എന്നാൽ ആ ഫയർ ബേർഡ് ആക്ടിവേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബൂയോങ് വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. ഇവിടെയായിട്ട് നമ്മളുടെ ക്രൗൺ പ്രിൻസ് ആണെങ്കിൽ ജിയാങ്ങിന്റെ അടുത്ത് പറയും ഞാൻ അതുകൊണ്ട് തന്നെയാണ് ബൂയോങ്ങിനെ ഈ ഒരു സ്പെല്ലിനകത്തോട്ട് കയറാൻ തന്നെ സമ്മതിച്ചത്, അല്ലെങ്കിൽ ജിൻ ഇവളെ യൂസ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ച് വെച്ചേനെ എന്ന്. അവിടെ നമ്മളുടെ ജിന്നാണെങ്കിൽ ക്രൗൺ പ്രിൻസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അവൻ ഇന്നത്തെ ദിവസം അവന്റെ ആ ഒരു സീക്രട്ട് ഏജൻസിനെ മീറ്റ് ചെയ്യിപ്പിക്കാം, പോരാത്തതിന് അവരെ വെച്ചിട്ട് നമ്മളുടെ ആ ജിൻ ഫാമിലിനെ തകർത്ത് അവരുടെ പവേഴ്സ് എല്ലാം സ്വന്തമാക്കാമെന്ന്. ഇതെല്ലാം നമ്മുടെ ക്രൗൺ പ്രിൻസ് വന്നിട്ട് ജിയാങ്ങിന്റെ അടുത്തും പറയും അതായത് ഇപ്പൊ നമ്മളുടെ ബൂയോങ്ങിനെ ഒരു ഗേറ്റ് വഴി കടത്തി വിട്ടേക്കുക എന്നൊക്കെ. അവിടെയായിട്ട് നമ്മുടെ ക്രൗൺ പ്രിൻസിന്റെ ആ ആമയില്ലേ അത് എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് നമ്മുടെ ക്രൗൺ പ്രിൻസ് ഭയങ്കര ഷോക്കാവും. എന്താന്ന് വെച്ചാൽ ബൂയോങ് അവളുടെ കൂടെ ഈ ഒരു ആമേനെയും കൊണ്ടുപോയിട്ടില്ലായിരുന്നോ, അതാണെങ്കിൽ അതിന്റെ വഴി കണ്ടുപിടിച്ച് നമ്മുടെ ക്രൗൺ പ്രിൻസിന്റെ അടുത്ത് എത്തിയിട്ടുമുണ്ട്. അങ്ങനെയാണ് നമ്മളുടെ ജിയാങ്ങും അതേപോലെ ക്രൗൺ പ്രിൻസും ആ ഒരു വാതിൽ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തൂടി നമ്മളുടെ ബൂയോങ്ങിന്റെ സ്ഥലത്തായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സിയോങ് ആണെങ്കിൽ ഗുരുജിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. അവനിപ്പോ ഒരു മരുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് കൊണ്ടൊന്ന് കാണിക്കുമ്പോൾ ഗുരുജി പറയും ഈ മരുന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂറത്തേക്ക് സൗണ്ട് ഒന്നും കേൾക്കത്തില്ല, നമ്മൾ ഒരാളുടെ കൺട്രോളിലായി പോകുമെന്ന്. യഥാർത്ഥത്തിൽ സിയോങ്ങിന് ഈ മരുന്ന് കൊടുത്തതിന് നമ്മുടെ സോളിന്റെ അസിസ്റ്റന്റ് ഇല്ലേ അവനായിരുന്നു. അവിടെ സോളാണെങ്കിൽ അവളുടെ അസിസ്റ്റന്റ് അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് മുതോക്കിന്റെ കാര്യത്തിൽ അവൾക്ക് നല്ല സങ്കടമുണ്ട്, ജിൻ അവളെ കൺട്രോൾ ചെയ്ത് ഒരുപാട് ആൾക്കാരെ കൊല്ലിപ്പിച്ചായിരുന്നു എന്ന്. നമ്മുടെ സിയോങ്ങിന് ഇപ്പോൾ സത്യം എല്ലാം മനസ്സിലായിട്ടുണ്ട്, അതായത് നക്സു അല്ല യഥാർത്ഥത്തിൽ ആൾക്കാരെ കൊന്നത്, പകരം ജിന്നായിരുന്നു അവളെ കൺട്രോൾ ചെയ്ത് ഒരു പപ്പറ്റിനെ പോലെ യൂസ് ചെയ്തത് എന്ന്. അങ്ങനെ നമ്മുടെ സിയോങ് അവിടെ പാർക്കിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും ജിയാങ്ങിനെ യഥാർത്ഥത്തിൽ കൊന്നത് നക്സു അല്ല, പകരം ആ ജിന്നാണ് അവളെ മാനിപ്പുലേറ്റ് ചെയ്തത് എന്ന്. അവിടെ നമ്മുടെ പാർക്ക് പറയും ജിയാങ്ങിന് മാത്രമേ ഇനി നമ്മളുടെ ജിന്നിനെ തടയാൻ പറ്റത്തുള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ക്രൗൺ പ്രിൻസിനെയാ. അവനവിടെ പറയും അതായത് അവനിപ്പോൾ എമർജൻസി ആയിട്ട് ആ ജിന്നിനെ കാണാൻ പോയേ പറ്റത്തുള്ളൂ. എന്താന്ന് വെച്ചാൽ അവന്റെ സീക്രട്ട് ഏജൻസിനെ ഇന്ന് ക്രൗൺ പ്രിൻസിനെ മീറ്റ് ചെയ്യിപ്പിക്കുക എന്നാ പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ആ പാർക്കിനെയും അതേപോലെ സിയോങ്ങിനെയൊക്കെയാണ്. അവരവിടെ പറയുന്നുണ്ട് ഇന്ന് നമ്മളെല്ലാവരോട് ചേർന്നിട്ട് ജിന്നിനെ അറ്റാക്ക് ചെയ്യാൻ പോവാന്ന്. എന്താന്ന് വെച്ചാൽ അവനിപ്പോൾ ഒരുപാട് ദുഷ്ടത്തരല്ലേ കാണിച്ചു വെച്ചേക്കുന്നത്. അവിടെയായിട്ട് നമ്മുടെ വളർത്തമ്മയെടുത്ത് പാർക്ക് പറയാൻ തുടങ്ങും നീ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യണം, ഞങ്ങൾ എല്ലാവരും പോയി ഫൈറ്റ് ചെയ്തിട്ട് വരാമെന്ന്. അതേപോലെ തന്നെ നമ്മളുടെ സിയോങ് ഇല്ലേ അവനാണെങ്കിൽ ആ ജിന്നിന്റെ സീക്രട്ട് റൂമിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ജിയാങ്ങിനെയാണ്. അവനാണെങ്കിൽ അവിടെ ബൂയോങ്ങിന്റെ അടുത്ത് പറയും എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് നീ യഥാർത്ഥത്തിൽ ആരാ എന്ന്, നിന്നെ കൊണ്ട് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് ഇനി പുറത്തോട്ട് പോവത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് അവനവിടെ ഒരു പ്രോമിസ് ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ ആ ജിന്നില്ലേ അവനാണെങ്കിൽ ക്രൗൺ പ്രിൻസിനെ കൊണ്ടുവന്ന് അവന്റെ ആ ആൾക്കാരില്ലേ അതായത് സോൾ ഷിഫ്റ്റേഴ്സ് അവരെയൊക്കെ കാണിക്കുന്നതാ. ഇവിടെ നമ്മളുടെ ജിന്ന് പറയുന്നത് തന്നെ പണ്ട് ഇവിടെ തരിശു ഭൂമിയായിട്ട് കിടന്നപ്പോൾ ഒരു മേഘസ് ഈ ഒരു ഐസ്റ്റോണിന്റെ പവർ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ മഴ തന്നെ വരുത്തിച്ചത്. ആ ഒരു പ്രൊസീജിയർ തന്നെ നമ്മൾ ഇനിയും ഫോളോ ചെയ്യും, നമുക്ക് ഇവിടെ ഒരു വലിയ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കണം എന്നൊക്കെ നമ്മളുടെ ജിന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നേ നമ്മുടെ ക്രൗൺ പ്രിൻസ് അവിടെ പറയും എനിക്കെന്തോ ഇത് ശരിയായിട്ട് തോന്നുന്നില്ല,
പറ്റില്ല, നിങ്ങളിതെല്ലാം ഇവിടെ വെച്ച് നിർത്തണം എന്ന്. എന്നാൽ നമ്മളുടെ ജിന്ന് അതൊന്നും കേൾക്കാൻ റെഡിയായിരുന്നില്ല. ജിന്ന് പറയും, നിങ്ങൾ ഇവിടം വരെ എത്തിയിട്ട് എൻ്റെ കൂടെ നിൽക്കാതെ മാറിപ്പോകാൻ പോവുകയാണോ? ഇതൊരിക്കലും ശരിയല്ല, നിങ്ങൾ എൻ്റെ കൂടെ നിന്നേ പറ്റത്തോളം എന്ന് പറഞ്ഞ് ക്രൗൺ പ്രിൻസിനെ വരട്ടാൻ തുടങ്ങും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മളുടെ സിയോങ്ങും അതേപോലെ പാർക്കും അതേ ടൈമിൽ തന്നെ നമ്മളുടെ ജിയാങ്ങില്ലേ അവനും ആ ഒരു ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. അവിടെയായിട്ട് നമ്മുടെ ക്രൗൺ പ്രിൻസ് ജിന്നിൻ്റെ അടുത്ത് പറയും, ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൂടെയല്ല, പകരം ജിയാങ്ങിൻ്റെ കൂടെയായെന്ന്. ഞാൻ നിങ്ങളുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണെന്നും പറഞ്ഞിട്ട് അവിടെ വലിയൊരു ഫൈറ്റിംഗ് തന്നെ നടക്കും. നമ്മളുടെ ജിയാങ് ആണെങ്കിൽ ജിന്നിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വരും. അവനാണെങ്കിൽ അവിടെയായിട്ട് ഒരുപാട് ഇല്യൂഷണറി ഡോർസ് ക്രിയേറ്റ് ചെയ്യും. അവിടേക്ക് നമ്മളുടെ ജിയാങ് വന്നിട്ട് അവനും പലതായിട്ട് സ്പ്ലിറ്റായി നമ്മളുടെ ജിന്നിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കും. അവനവൻ്റെ പവേഴ്സ് ഫുള്ളി യൂസ് ചെയ്യുന്നുണ്ട്. അവിടെയായിട്ട് അവസാനം നമ്മളുടെ ഈ ജിയാങ് ജിന്നിനെ പിടിക്കുകയും ചെയ്യും. ഇവിടെ ജിയാങ് ആണെങ്കിൽ അവൻ്റെ പവേഴ്സിൻ്റെ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 79 സോൾജേഴ്സ് ഉണ്ടെങ്കിൽ അവനെ എല്ലാവരെയും ഒറ്റയടിക്ക് തന്നെ കൊന്നു കളയുന്നത്. അവസാനം നമ്മളുടെ ജിന്നാണെങ്കിൽ അവിടെ നിന്ന് പേടിച്ചോടിപ്പോവും. അവൻ എത്തുന്നത് തന്നെ നമ്മളുടെ ബുയോങ്ങിനെ ഒരു ജയിലിലോട്ട് പറഞ്ഞു വിട്ടില്ലേ, ആ ഒരു വാതിലിൻ്റെ മുമ്പിലായിട്ടായിരുന്നു. അവിടെ വന്ന് നോക്കുന്നതും ജിന്ന് കാണും. അതായത് അതിൻ്റെ സൈഡിലായിട്ട് ഐസ് സ്റ്റോൺ ഇരിക്കുന്നത്. അവൻ അങ്ങനെ അത് പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും അവൻ ആ ഗേറ്റിന്റെ അകത്തായിട്ട് അങ്ങ് പോകും. ഇപ്പം നമ്മുടെ ബുയോങ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ജിന്ന് വന്ന് നോക്കുമ്പോൾ ആ സെയിം അസ്ഥിക്കൂടത്തിന്റെ അകത്തായിട്ട് ഐസ് സ്റ്റോൺ ഇരിക്കുന്നതാണ്. അവനത് കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അതെടുത്ത് അങ്ങോട്ട് യൂസ് ചെയ്യാൻ വരുന്നതും അവിടേക്ക് നമ്മളുടെ ബുയോങ് വരും. അപ്പോൾ അവൻ പറയും, നീ എന്നെ ഇതിന് വേണ്ടിയിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന്. ബുയോങ് അങ്ങനെ ആ ഒരു പവേഴ്സൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ആക്കുന്നതും ആ ഒരു ഐസ് സ്റ്റോൺ അങ്ങ് ബ്ലാക്ക് കളറിലാവും. ഇവിടെയായിട്ട് ഈ ഐസ് സ്റ്റോൺ നമ്മളുടെ ജിന്നിന്റെ ആത്മാവില്ലേ അതിനെ അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ജിന്നിനൊന്നും മനസ്സിലാവത്തില്ല. അവൻ ചോദിക്കും, ഇവിടെ എന്തുവാ നടക്കുന്നേന്ന്. അവിടെ നമ്മളുടെ ബുയോങ് പറയും, നിങ്ങളും ഇപ്പോൾ ഒരു സോൾ ഷിഫ്റ്ററായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലേ മാസ്റ്ററെ എന്ന് അവളിങ്ങനെ ചോദിക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ജിന്നിനെ മനസ്സിലാവും, അതായത് ഇവക്കിപ്പോൾ നക്സുവിന്റെ ഓർമ്മയെല്ലാം വന്നിട്ടുണ്ട് എന്ന്. അതായത് ഇവിടെ നക്സു ആണെന്ന് അയാളിപ്പോൾ കൺഫേം ആക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ സിയോങ്ങും ക്രൗൺ പ്രിൻസും എല്ലാവരും കൂടി വന്നിട്ട് നമ്മളുടെ ജിയാങ്ങിനെ എഴുന്നേപ്പിക്കുന്നതാണ്. അവനിപ്പോൾ ഭയങ്കര വീക്കായിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാവരും ചോദിക്കും, അതായത് ബുയോങ്ങിനെ ഇനി രക്ഷിക്കണ്ടേ എന്ന്. ജിയാങ്ങിനിപ്പോൾ ഒരു ചുവട് പോലും വെക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മളുടെ ക്യൂനറിയും, അതായത് ജിന്നാണെങ്കിൽ ആ ഒരു ജയിലിലായിട്ട് പോയിട്ടുണ്ട് എന്ന്, ഇനി അവൻ ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്ന്. ഇത് കേട്ടിട്ട് ക്യൂൻ ഭയങ്കരമായിട്ട് വിഷമിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ ജിന്നിന്റെ കൂടെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യാൻ നിന്നത് തന്നെ അവർക്ക് ഈ ബോഡിയിൽ നിൽക്കണ്ട. ആക്ച്വലി ഈ ബോഡി എന്ന് പറയുന്നത് ആ വിച്ചിന്റെ ആയിരുന്നില്ലേ, അവരുടെ ബോഡി ഇപ്പോൾ യഥാർത്ഥത്തിൽ നശിച്ചു പോയില്ലേ. അതുകൊണ്ട് തന്നെ ക്യൂനിന് സോൾ ഷിഫ്റ്റ് ചെയ്യണം എന്ന ആഗ്രഹം. അങ്ങനെ അവരവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മളുടെ ബുയോങ് ആണെങ്കിൽ ആ ഒരു ജയിലിന്റെ അകത്തായിട്ട് ട്രാപ്പായി കിടക്കുന്നതാണ്. അവൾക്ക് തന്നെ അറിയത്തില്ല എങ്ങനെയാണ് ഇനി പുറത്തോട്ട് വരണ്ടേ എന്ന്. അവൾ യഥാർത്ഥത്തിൽ ജിൻ ഫാമിലിയുടെ ആ ഒരു ടോക്കൺ ഇല്ലേ അത് കണ്ടുപിടിച്ചിട്ടല്ലേ അവൾക്ക് വരാൻ പറ്റത്തുള്ളൂ. അവിടെ നോക്കുമ്പോൾ എന്തുവാ, നമ്മളുടെ ആമയാണെങ്കിൽ ഇവളുടെ മുമ്പിൽ കൂടി എവിടോട്ടോ നടന്നു പോകുന്നുണ്ട്. അത് പോകുന്നത് തന്നെ ഒരു വെള്ളത്തിന്റെ അടുത്തായിട്ടായിരുന്നു. നോക്കുമ്പോൾ അതിന്റെ അകത്ത് ആ ഒരു ടോക്കൺ കിടക്കുന്നതാണ്. അങ്ങനെ നമ്മളുടെ ബുയോങ് അത് എടുത്തുകൊണ്ട് പുറത്തേക്ക് വരും. ഇവിടെ നമ്മളുടെ ബുയോങ്ങിന്റെ അമ്മയ്ക്കും അവളുടെ അനിയത്തിക്കും ബുയോങ്ങിനെ കാണുന്നതിന് ഭയങ്കര സന്തോഷവും. അവിടെയായിട്ട് നമ്മളുടെ സിയോങ് ഇവളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സിയോങ് വന്നിട്ട് ബുയോങ്ങിന്റെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയും. അതായത് അന്ന് നമ്മുടെ നക്സുവിന്റെ ദേഹത്തായിട്ട് എല്ലാം കൺട്രോൾ ചെയ്തത് ആ ജിന്നായിരുന്നു. അവനൊരു കോഴ്സ് യൂസ് ചെയ്തിട്ട് അവളെ നല്ലതുപോലെ കൺട്രോൾ ചെയ്താണ് എല്ലാവരെയും കൊല്ലിച്ചത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ബുയോങ്ങിന് ഓർമ്മ വരും. അതായത് ആ ഒരു ടൈമിൽ അവളും എന്തോ ഒരു ബെല്ല് പോലത്തെ സംഭവം കേട്ടായിരുന്നു എന്ന്. ഇതറിയുന്നത് നമ്മളുടെ ബുയോങ്ങിന് കുറച്ച് ആശ്വാസമായിരുന്നു. അതേസമയം തന്നെ നമ്മളുടെ ജിയാങ്ങിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര വീക്കല്ലേ, അവന് ചുറ്റുമായിട്ട് കുറേ ആത്മാക്കൾ കിടന്ന് കറങ്ങുന്നുണ്ട്. അതായത് അവർക്ക് എല്ലാവർക്കും ഐ സ്റ്റോൺ വേണം എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ബുയോങ് ആണെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വന്നിട്ട് ആ ജിൻ ഫാമിലിയുടെ ടോക്കൺ കാണിച്ചിട്ട് പറയുന്നത്, ഞാനാണ് ഈ ഫാമിലിയുടെ മൂത്ത മോള്, ഞാനതുകൊണ്ട് ഇതിനെ സ്വന്തമാക്കി, ഇനി ഞാനായിരിക്കും ഇവിടുത്തെ ലീഡർ എന്ന്. പോരാത്തതിന് അവൾ പറയും, ജിന്നാണെങ്കിൽ ഐ സ്റ്റോണിനെ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ആ ജയിലിലായിട്ട് ട്രാപ്പായി കിടപ്പുണ്ട്, അവനിപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും എന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ആ ക്യൂനില്ലേ, അവരാണെങ്കിൽ ആ സിയോങ്ങിന്റെ അങ്കിളുമായിട്ട് ചേർന്നിട്ട് ജിന്നിപ്പോൾ ഏത് ജയിലിലാണോ ട്രാപ്പായി കിടക്കുന്നത് അതിന്റെ മുമ്പിലായിട്ട് വന്ന് അതിനകത്തായിട്ട് കയറി പോകുന്നതാ. അവിടെ ചെന്ന് നോക്കുമ്പോൾ ജിന്നിപ്പോൾ ഒരുവിധം മരിക്കാറായി കിടക്കുമായിരുന്നു. നമ്മളുടെ ഈ സിയോങ്ങിന്റെ അങ്കിളില്ലേ, അയാൾ അവിടെ ചെന്നിട്ട് ഇയാളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കും. പെട്ടെന്ന് തന്നെ ക്യൂനിനെ കാണുന്നതും ജിന്ന് എന്തോ ചെയ്യുമെന്നറിയാവോ, അവരുടെ ദേഹത്തുള്ള ആ ഒരു വൈറ്റ് സ്റ്റോണിന്റെ ഒരു ചെറിയ അംശമില്ലേ, അതായത് സോൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അതിനെ അങ്ങ് പുറത്തെടുക്കും. എന്നിട്ട് പറയും, നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളുടെ ഉള്ളിലായിട്ട് ഞാൻ ഈ ഒരു സംഭവം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. എന്നിട്ട് അയാൾ ആ ക്യൂനെ അങ്ങ് കൊന്നുകളയും. എന്നിട്ട് അവിടെയായിട്ട്
നമ്മുടെ ആ സിയോങ്ങിന്റെ അങ്കിളില്ലേ അയാളുമായിട്ട് നമ്മളുടെ ജിന്നാണെങ്കിൽ സോള് ഷിഫ്റ്റ് ചെയ്യും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഈ ജിന്നാണെങ്കിൽ സിയോങ്ങിന്റെ അങ്കിളുടെ ദേഹത്തായിട്ട് കയറിയിട്ട് നമ്മളുടെ ആ രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും മുമ്പിലായിട്ട് വരുന്നതാ. രാജാവ് നമ്മളുടെ ജിന്നെ കണ്ട് ഭയങ്കര ഷോക്കായിരുന്നു. അവിടെയായിട്ട് ജിന്നു പറയും ഞാനിപ്പോൾ സോൾ ഷിഫ്റ്റ് ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന്. രാജാവിന് അവന്റെ പവേഴ്സ് കണ്ടിട്ട് ഭയങ്കര ഇംപ്രസ്ഡ് ആവും. കൂടെ തന്നെ രാജാവിന്റെ കൂടെ ആയിട്ട് എല്ലാ മേജസും ഉണ്ടായിരുന്നു. അവരെല്ലാവരോട് ചേർന്ന് നമ്മളുടെ ജിന്നിന്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. ജിന്നിപ്പോൾ നല്ല വീക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ഒരു സെർവന്റിന്റെ ആ ഒരു ആത്മാവിനെ അയാൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അയാൾ ഭയങ്കര പവർഫുൾ ആവും. ഇവിടെയായിട്ട് നമ്മുടെ ക്രൗൺ പ്രിൻസ് ഇതെല്ലാം അറിയും. അതായത് രാജാവും ഇപ്പോൾ ആ ജിന്നിന്റെ കൂടെ ചേർന്നേക്കുവാണ്. കറക്റ്റ് സമയത്ത് തന്നെ അവിടേക്ക് ജിന്നു വരും. എന്നിട്ട് രാജാവും വന്നിട്ട് പറയും അതായത് ക്രൗൺ പ്രിൻസിന്റെ ആ ഒരു ഗോൾഡൻ ബാഡ്ജിനെ ഞാനിപ്പോൾ എടുത്ത് മാറ്റുക, ഇനി ക്രൗൺ പ്രിൻസിന് ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും പോകാൻ പറ്റത്തില്ല എന്ന്. അതേസമയം തന്നെ ഈ മേജസ് എല്ലാവരോട് ചേർന്നിട്ട് നമ്മളുടെ ആ ജിൻ ഫാമിലിയിലെ അവിടെ വന്നിട്ട് അവിടെയുള്ള ആ മാന്ത്രിക ഉപകരണങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഗുഹ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാ. എന്നാൽ നമ്മളുടെ ബൂയോങ്ങിന്റെ അമ്മ അതിന് റെഡി ആവത്തേ ഇല്ല. അവിടേക്ക് ജിൻ വന്നിട്ട് അവനവന്റെ പവേഴ്സ് യൂസ് ചെയ്ത് നമ്മുടെ ബൂയോങ്ങിന്റെ അമ്മേനെ അറ്റാക്ക് ചെയ്യും. എന്നിട്ട് പറയും ഞാൻ ആരാന്ന് നിനക്ക് മനസ്സിലായോ, ഞാൻ ജിന്നാണ്, എനിക്ക് ആ ഫയർ ബേർഡ് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ അയാൾ ഭയങ്കരമായിട്ട് ഫോഴ്സ് യൂസ് ചെയ്ത് ആ ഗുഹയ്ക്കകത്തോട്ട് കയറാൻ നോക്കും. നമ്മുടെ ബൂയോങ്ങിന്റെ അമ്മയുടെ അവസ്ഥ ഭയങ്കര മോശമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ജിൻജോയില്ലേ അവൾ അവിടുത്തെ ആ ഒരു ഗുഹയങ്ങ് ഓപ്പൺ ചെയ്തു കൊടുക്കും. അങ്ങനെ നമ്മുടെ ഈ ജിന്നാണെങ്കിൽ അകത്ത് കയറിയിട്ട് ആ ഫയർ ബേർഡിന്റെ ആ ഒരു സ്റ്റാച്ചു ഇല്ലേ അതിനെ എടുത്തുകൊണ്ട് പോകും. അത് ആ ഒരു ഗുഹയ്ക്കകത്ത് നിന്ന് എടുക്കുന്നതും പെട്ടെന്ന് തന്നെ ഗുഹ അവിടെ തകർന്ന് വീഴാനായിട്ട് ഒരുങ്ങും. അവിടെയായിട്ട് നമ്മളുടെ ഈ ബൂയോങ്ങിന്റെ അമ്മയാണെങ്കിൽ പറയും മോളെ നീ വേഗം തന്നെ പാർക്കിന്റെ അടുത്തൊക്കെ ചെന്ന് ഹെൽപ്പ് ചോദിക്കണം, അവർക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. അവിടെയായിട്ട് നമ്മളുടെ വളർത്തമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. വളർത്തമ്മയും അതേപോലെ ബൂയോങ്ങിന്റെ അമ്മയും കൂടി ചേർന്ന് ആ ഒരു ഗുഹയിലെ അത് തകർന്ന് വീഴുന്നതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരതിന്റെ അകത്തോട്ട് കയറും. എന്നിട്ട് ബൂയോങ്ങിന്റെ അമ്മ അവരുടെ ഫുൾ പവേഴ്സ് യൂസ് ചെയ്ത് അത് തകർന്ന് വീഴുന്നതിന് രക്ഷിക്കാൻ നോക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവിടെയായിട്ട് നമ്മുടെ പാർക്ക് വരുന്നതാണ്. അയാളാണെങ്കിൽ ആ ഗുഹയ്ക്കകത്ത് കയറാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ ഗുഹയ്ക്കകത്തോട്ട് എൻ്റർ ആവാനേ പറ്റത്തില്ല. അയാളുടെ മാക്സിമം പവേഴ്സ് ഒക്കെ യൂസ് ചെയ്യും. എന്നാൽ അവിടെയായിട്ട് നമ്മുടെ വളർത്തമ്മ പറയും നിങ്ങൾ എന്നെ മറന്നേരെ, എന്തായിരുന്നാലും നിങ്ങൾ എല്ലാവരുടെ പ്രതികാരം ചോദിക്കണം, നിങ്ങൾ പോയി ആ ഫയർ ബേർഡിന്റെ കാര്യം നോക്കെന്നും പറഞ്ഞിട്ട് നമ്മുടെ വളർത്തമ്മ പറഞ്ഞു വിടാൻ നോക്കും. അവിടെയായിട്ട് നമ്മുടെ ജിന്ന് വരും. എന്നിട്ട് നമ്മുടെ പാർക്കിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങും. പാർക്ക് ഇപ്പോൾ നല്ല സങ്കടത്തിലായിരുന്നു. അവൻ വന്ന് നോക്കുമ്പോൾ രാജാവും എല്ലാ മേജസും എല്ലാം കൂടി ഒരുമിച്ച് നിന്നിട്ട് ആ ഒരു ഫയർ ബേർഡിനെ ആക്ടിവേറ്റ് ആക്കി ആൾക്കാരെല്ലാം കൊല്ലാനുള്ള പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇത് കാണുന്നത് നമ്മുടെ പാർക്ക് പറയും ഞാൻ ഒരിക്കലും നിങ്ങളെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കത്തില്ല, ഞാൻ ഉറപ്പായിട്ട് ഇത് തടയുമെന്നും പറഞ്ഞിട്ട് പാർക്ക് അവന്റെ മാക്സിമം പവേഴ്സ് യൂസ് ചെയ്ത് അവിടെ നല്ലതുപോലെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അവനാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ആ ഒരു ഫയർ ബേർഡിന്റെ സ്റ്റാച്ചുവിനെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഒരുങ്ങുന്നതും പെട്ടെന്ന് തന്നെ അവിടേക്ക് ജിന്ന് വന്നിട്ട് നമ്മുടെ പാർക്കിനെ ബാക്കിൽ നിന്ന് കുത്തും. അങ്ങനെ നമ്മുടെ പാർക്ക് അവിടെ മരിച്ചു വീഴും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജിയാങ് അവിടേക്ക് നടന്നു വരുന്നത് നമ്മളുടെ ആ പാർക്കിന്റെ സ്കൂളിലായിട്ട് 3 ഡെഡ് ബോഡീസിന്റെ ആ ഒരു ബോക്സ് ഇരിക്കുന്ന കാണുന്ന. ഇത് കണ്ടാവും ഭയങ്കര ഷോക്കായി പോകും. അവിടെ നമ്മളുടെ ജിൻജോയും പാക് ജിന്നും ഒക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. ഈ 3 പേരുടെയും ഡെഡ് ബോഡി എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല നമ്മളുടെ പാർക്കും വളർത്തമ്മയും അതേപോലെ തന്നെ ബൂയോങ്ങിന്റെ അമ്മയും ആയിരുന്നു. ഇതിനകത്ത് നമ്മുടെ വളർത്തമ്മയുടെയും ബൂയോങ്ങിന്റെ അമ്മയുടെയും പൊടി പോലും ഇല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഗുഹ ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പാർക്ക് നിൽക്കുന്ന സ്ഥലമില്ലേ അവിടെ ഫുള്ള് തീ കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അയാളുടെയും ബോഡി കിട്ടിയിട്ടില്ല. ഇവിടെയായിട്ട് നമ്മുടെ ക്രൗൺ പ്രിൻസും അതേപോലെ തന്നെ സിയോങ്ങും ഒക്കെ പറയും ഈ ശവകുടീരും എല്ലാം ഇപ്പൊ കാലിയാണ്. പോരാത്തിന്റെ രാജാവ് ഇപ്പൊ ആ ജിന്നിന്റെ കൂടെ ചേർന്നിട്ട് എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുവാണ്, അതും ആ ഫയർ ബേർഡിനെ യൂസ് ചെയ്ത്. ഇവിടെ നമ്മുടെ ജിയാങ് എല്ലാവരുടെയും പറയും യഥാർത്ഥത്തിൽ ഇവർ 3 പേര് ഇപ്പോഴും ജീവനോടെയുണ്ട്, ആർക്കും ഒന്നും തന്നെ പറ്റിയിട്ടില്ല എന്ന്. ഇവിടെ എന്തുവാ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബൂയോങ് ഇല്ലേ അവൾക്ക് അവളുടെ പവേഴ്സ് എല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അവള് തന്നെയാണ് ആ ഒരു ഗുഹയ്ക്കകത്തോട്ട് എൻ്റർ ആയിട്ട് എല്ലാവരും രക്ഷിച്ചത്. നമ്മുടെ മാസ്റ്റർ ലീക്കാണെങ്കിൽ അവൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഫയർ ബേർഡ് എവിടെയാന്ന്. അങ്ങനെ മാസ്റ്റർ ലീ അത് തിരക്കി വരുമ്പോഴത്തേക്ക് അവിടെ വെച്ചിട്ട് നമ്മളുടെ മാസ്റ്റർ ലീ ആണെങ്കിൽ പാർക്കിനെ കാണും. അങ്ങനെ പാർക്കിനെയും രക്ഷിച്ചെടുക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ജിയാങ് നല്ല സങ്കടത്തിലായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിലായിട്ട് ഇപ്പോൾ ആ 2 ജെയ്ഡും ഇരിക്കുന്നത് കാണും. നമ്മുടെ മാസ്റ്റർ ലീ ബൂയോങ്ങിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നക്സുവിന്റെ സോള് ഉടനെ തന്നെ ബൂയോങ്ങിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയേ പറ്റത്തുള്ളൂ എന്ന്. അത് ഉടനെ തന്നെ വിട്ടുപോവുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ മാസ്റ്റർ ലീ ആണെങ്കിൽ ജിയാങ്ങിനും ബൂയോങ്ങിനും വേണ്ടിയിട്ട് ഒരു വെഡിങ് തന്നെ കണ്ടക്ട് ചെയ്യും. അതായത് 2 പേരും മാത്രമേ ഉള്ളത്. അവിടെ അവർ 2 പേരും നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. അവിടെയായിട്ട് നമ്മുടെ ബൂയോങ് ആണെങ്കിൽ ജിയാങ്ങിന്റെ അടുത്ത് വന്നിട്ട് പറയും അതായത് നമ്മൾ 2 പേരും ഒരിക്കലും മീറ്റ് ചെയ്യാനേ പാടില്ലായിരുന്നു, നമ്മൾ 2 പേരുടെയും ഫേറ്റേ അങ്ങനെയാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ബൂയോങ് ഭയങ്കര സങ്കടപ്പെട്ട് ജിയാങ്ങിന്റെ കയ്യിലായിട്ട് കോർത്തു പിടിക്കും. എന്നിട്ട് അവൻ ആ 2 സ്റ്റോണും അങ്ങ് കൊടുക്കും. അവിടെയായിട്ട് നമ്മുടെ ബൂയോങ് അവസാനമായിട്ട് അവന്റെ മുഖത്ത് നോക്കിയ ഐ ലവ് യു പറഞ്ഞ് അവിടെ ബോധം കെട്ടങ്ങി വീഴും.
അതായത് ഇപ്പൊ നക്സുവിന്റെ ആത്മാവ് കംപ്ലീറ്റ്ലി അവളുടെ ശരീരത്തിൽ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് ബൂയോങ്ങിന്റെ ആത്മാവാണ്. യഥാർത്ഥത്തിൽ ബൂയോങ് എന്ന് പറയുന്നത് 200 വർഷങ്ങൾക്ക് മുന്നേ നമ്മളുടെ ഈ ഐസ് സ്റ്റോൺ കണ്ടുപിടിച്ച മാസ്റ്റർ ഇല്ലേ, അയാളുടെ കാമുകിയായിട്ടുള്ള ഒരു പെണ്ണിനെ പറ്റി പറയുന്നില്ലേ, ഒരു ലവ് ലെറ്റർ എഴുതിയ പെണ്ണ്, അവളുടെ അതേ പുനർജന്മം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബൂയോങ്ങിന് ഇത്രയും ഡിവൈൻ പവേഴ്സ് ഉള്ളത്. അവള് തന്നെയാണ് ജിൻ ഫാമിലിയിലുള്ള ആ ഒരു ഗുഹ തന്നെ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ പവേഴ്സിനെ കംപ്ലീറ്റ്ലി ഇപ്പൊ യൂസ് ചെയ്യാൻ തന്നെ പറ്റുന്നുണ്ട്. നമ്മുടെ ജിയാങ് നല്ല സങ്കടത്തിലായിരുന്നു. എന്താന്ന് വെച്ചാൽ നക്സു അവനെ ഒരിക്കൽ കൂടി ഉപേക്ഷിച്ചിട്ട് പോയില്ലേ, അതാലോചിച്ചിട്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മളുടെ ക്രൗൺ പ്രിൻസ് ആണെങ്കിൽ ജിയാങ്ങിന്റെ അടുത്ത് വന്ന് പറയുന്നതാ, അതായത് ഇപ്പൊ ക്രൗൺ പ്രിൻസിന് ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അവന്റെ കയ്യിലുള്ള ആ ഗോൾഡൻ ബാഡ്ജ് തന്നെ ഇപ്പൊ നഷ്ടപ്പെട്ടു എന്ന്. അവിടെ നമ്മുടെ ജിയാങ് അവന്റെ കയ്യിലുള്ള കിങ് സ്റ്റാറിന്റെ ആ ഒരു ഗോൾഡൻ ബാഡ്ജില്ലേ, അതെടുത്ത് നമ്മുടെ ക്രൗൺ പ്രിൻസിന് കൊടുക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്ന ജിന്നാണെങ്കിൽ എല്ലാവരുമായിട്ട് ചേർന്നിട്ട് ആ ഫയർ ബേർഡിനെ ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ ക്രൗൺ പ്രിൻസ് കിങ്ങിനെ കാണാൻ വേണ്ടി വരും. എന്നിട്ട് പറയും, അതായത് രാജാവിന്റെ കിങ് സ്റ്റാറോട് കൂടി ജനിച്ചത് ഞാനാണ്, എൻ്റെ കയ്യിലാണ് ഇപ്പോൾ ആ ബാഡ്ജ് ഉള്ളത്, അതുകൊണ്ട് ഞാനാണ് ഇനി മുതൽ ഇവിടുത്തെ രാജാവ് എന്ന്. അങ്ങനെ അവിടെ വലിയൊരു ഫൈറ്റ് തന്നെ നടക്കും. എല്ലാവരും യുദ്ധം ചെയ്യാൻ തുടങ്ങും. അതേസമയം തന്നെ നമ്മുടെ സിയോങ് ആണെങ്കിൽ ബൂയോങ്ങിനെയും കൊണ്ട് ആ ഫയർ ബേർഡ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു. അവളും ഇപ്പോൾ ഇവരുടെ കൂടെ ചേർന്നിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ മാക്സിമം ട്രൈ ചെയ്യുന്നത്. അതേസമയം തന്നെ നമ്മളുടെ ജിൻജോയില്ലേ, അവളാണെങ്കിൽ വെള്ളത്തിലെല്ലാം കിടക്കുന്ന ആ ഫയർ ബേർഡിന്റെ സ്റ്റാച്ചു ഇല്ലേ, അതിനെ എല്ലാം എടുത്ത് നശിപ്പിക്കാൻ നോക്കും. അതേസമയം തന്നെ നമ്മളുടെ ജിന്നാണെങ്കിൽ ആ മേഘസുമായിട്ടെല്ലാം ചേർന്നിട്ട് ആ ഫയർ ബേർഡിന്റെ ആ ഒരു സ്റ്റാച്ചു ഇല്ലേ, അതിനെ ആക്ടിവേറ്റ് ആക്കാൻ നോക്കുന്നേ, അതങ്ങ് പെട്ടെന്ന് തീ പിടിക്കും. ഇത് ചെയ്തത് വേറെ ആരുമല്ല, നമ്മളുടെ ജിയാങ് തന്നെയായിരുന്നു. ഇത് കാണുന്നത് എല്ലാവരും പറയും, നീ എന്തുവായി കാണിക്കുന്നത്, ഇത് കാരണം ഞങ്ങൾ എല്ലാവരും മരിച്ചു പോകത്തില്ലേ എന്ന്. എന്നാൽ നമ്മളുടെ ജിയാങ് അതിലൊന്നും കേടേ അല്ലായിരുന്നു. അവൻ പറയും, നിങ്ങളെപ്പോലുള്ളവരാരും ജീവിക്കാൻ ഒട്ടും അർഹരല്ല, നിങ്ങൾ നാട്ടുകാരെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ നോക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഫയർ ബേർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ്. ഇതിനെ ഒരിക്കൽ ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നീട് അത് പുറത്ത് വരാണ്ട് ഒരിക്കലും നമുക്കതിനെ ഡീആക്ടിവേറ്റ് ആക്കാനേ പറ്റത്തില്ല. ഫയർ ബേർഡ് പുറത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ഥലവും തീ പിടിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. അവിടെ നമ്മുടെ ജിയാങ് ആണെങ്കിൽ ആ ഫയർ ബേർഡിന്റെ ആ ഒരു സ്റ്റാച്ചു ഇല്ലേ, അതിന് ചുറ്റാക്കിയിട്ട് നല്ലതുപോലെ തീ കൊടുത്തു. അതിനകത്തായിട്ട് നമ്മളുടെ ജിന്നും ബാക്കിയുള്ള മെഗസ് എല്ലാവരും കരിഞ്ഞ് ചാമ്പലായി പോവും. അവിടെയായിട്ട് എല്ലാവരും യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. വന്ന് നോക്കുമ്പോൾ എന്തുവാ, നമ്മളുടെ ജിയാങ് നിൽക്കുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ പോലും ഇല്ല, എല്ലാം കത്തിക്കരിഞ്ഞ് ചാമ്പലായിട്ടുണ്ട്. അവന്റെ കയ്യിലായിട്ട് ആ ഫയർ ബേർഡിന്റെ മുട്ടയും ഇരിപ്പുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ പറയും, ഇത് വേഗം തന്നെ ബുയോങ്ങിനെ എത്തിക്കണം, അവൾ ഇതിനെ ആക്ടിവേറ്റ് ആക്കും, നമുക്കപ്പോൾ പ്ലാൻ അനുസരിച്ച് തന്നെ എന്താന്ന് വെച്ചാൽ ചെയ്യാവെന്ന്. അങ്ങനെ നമ്മളുടെ സിയോങ് വേഗം തന്നെ ഇത് ബുയോങ്ങിന്റെ കൊണ്ടു കൊടുക്കും. അവൾ അങ്ങനെ ആ ഒരു ഫയർ ബേർഡിന്റെ മുട്ടേനെ നല്ലതുപോലെ ആക്ടിവേറ്റ് ആക്കി അതിനകത്തുനിന്ന് ഫയർ ബേർഡ് പുറത്തോട്ട് വരും. അത് നേരെ പറന്ന് മുകളിലോട്ടാ പോകുന്നത്. ദൂരെ ഒരു സ്ഥലത്തായിട്ട് നമ്മളുടെ ജിയാങ് അതിനെ പ്രതീക്ഷ നിൽക്കുന്നുണ്ടായിരുന്നു. ജിയാങ് യഥാർത്ഥത്തിൽ കിങ് സ്റ്റാറിൽ ജനിച്ചല്ലേ, അവനാണെങ്കിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഫുൾ പവേഴ്സ് ഉണ്ട്. അതിന് പുറമെയായിട്ട് നമ്മളുടെ ബൂയോങ് അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവന്റെ നിഴലായിട്ടും കൂടെയുണ്ട്. ഇവിടെയായിട്ട് ആ ഫയർ ബേർഡ് നേരെ വരുന്നതേ നമ്മളുടെ ജിയാങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവനും അവന്റെ ഫുൾ പവേഴ്സ് എടുത്തിട്ട് ആ ഒരു ഫയർ ബേർഡിനെ അറ്റാക്ക് ചെയ്ത് കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കും. അതിലവർ സക്സസ് ആവുകയും ചെയ്യും. ഈ ഒരു സംഭവം കാണുന്നതും എല്ലാവരും ഭയങ്കര ഷോക്കായി പോയായിരുന്നു. എന്താന്ന് വെച്ചാൽ ഫയർ ബേർഡ് എന്ന് പറഞ്ഞാൽ നാശം വിതയ്ക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒന്നല്ലേ. അവിടെയായിട്ട് ഇതെല്ലാം സക്സസ് ആവുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ ബൂയോങ് അവിടെ ബോധം കെട്ടങ്ങ് വീഴും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ബൂയോങ്ങിന്റെ ഉള്ളിലുള്ള 2 സോൾസിനെയാണ്. ഒന്നെന്ന് വെച്ചാൽ യഥാർത്ഥത്തിലെ ബൂയോങ്ങിൻ്റെതും മറ്റേത് നമ്മളുടെ നക്സുവിൻ്റെതും. അവിടെ ബൂയോങ് ആണെങ്കിൽ നമ്മളുടെ നക്സുവിൻ്റെ അടുത്ത് പറയും, നിനക്ക് വേണമെങ്കിൽ ഈ ബോഡീനെ കൈയടക്കാം. യഥാർത്ഥത്തിൽ ഞാൻ എന്തിനാണോ ജനിച്ചത് അതിന്റെ ജന്മ ഉദ്ദേശം ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഈ ബോഡിയിൽ നിൽക്കണമെന്ന് ഒരാവശ്യവും ഇല്ല. യഥാർത്ഥത്തിൽ ബൂയോങ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആ ഒരു രാജകുമാരിയുടെ സെയിം സോള് തന്നെയല്ലേ, അവൾക്കത് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മുടെ നക്സുവിന് അവളുടെ ആ ഒരു ബോഡീനെ വിട്ടുകൊടുത്തിട്ട് യഥാർത്ഥ ബൂയോങ് അവളുടെ ആ ശരീരത്തിൽ നിന്ന് തന്നെ മാഞ്ഞങ്ങ് പോവും. അത് കഴിഞ്ഞ് കാണിക്കുന്ന 1 വർഷത്തിന് ശേഷമുള്ള സംഭവമാണ്. അവിടെയായിട്ട് നമ്മുടെ പാർക്കും അതേപോലെ തന്നെ നമ്മുടെ വളർത്തമ്മയും കൂടി 2 ഇരട്ടക്കുട്ടികളെ ഇരുന്ന് ഹാൻഡിൽ ചെയ്യുന്നത് കാണിക്കും. അത് വേറെ ആരുടെയല്ല, നമ്മുടെ പാക് ജിന്നിനെയും അതേപോലെ തന്നെ ജിൻജോയില്ലേ, ഇവരെ 2പേരുടെയും കുട്ടികളായിരുന്നു. അവിടെയായിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ വളർത്തമ്മയ്ക്കും വൊമിറ്റിംഗ് ടെൻഡൻസി വരും. ഇത് കാണുന്നത് നമുക്ക് മനസ്സിലാവും, അതായത് ഇവിടെ നമ്മുടെ വളർത്തമ്മയും പ്രഗ്നന്റ് ആണ് എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മളുടെ സിയോങ്ങിനെയായിരുന്നു. അവനാണെങ്കിൽ ഇപ്പോൾ അവന്റെ നാട്ടിലോട്ട് തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുക. അവന്റെ വീട്ടിലുള്ള എല്ലാ സ്വത്തുക്കളുടെ അവകാശിയായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഗുരുജിനെ കാണിക്കും. ഗുരുജിയുടെ ചെറുമോൾ ഇപ്പോൾ നമ്മുടെ ക്രൗൺ പ്രിൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയിരിക്കുമായിരുന്നു. അവിടെ
കാര്യമായിട്ട് ഗുരുജി ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അതായത് അയാളുടെ ചെറുമോൾ ഇനിയിപ്പോൾ അടുത്ത മഹാറാണിയാവാൻ പോകുക എന്ന് ആലോചിച്ചിട്ട്. എന്നാൽ നമ്മുടെ ക്രൗൺ പ്രിൻസിന് അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ക്രൗൺ പ്രിൻസ് അവൻ്റെ ഗുരുജിയായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെ നമ്മുടെ മാസ്റ്റർ ലീനെയാണ്. മാസ്റ്റർ ലീ ആണെങ്കിൽ അവിടെയുള്ള കുട്ടികൾക്കെല്ലാം നമ്മുടെ ജിയാങ്ങിൻ്റെയും ബൂയോങ്ങിൻ്റെയൊക്കെ വലിയ വലിയ സ്റ്റോറീസൊക്കെ പറഞ്ഞു കൊടുക്കും. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ജിയാങ്ങിനെയും ബൂയോങ്ങിനെയാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. രണ്ടുപേരും ആ മരത്തിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്നത് കാണിക്കും. അവിടെ നമ്മളുടെ ജിയാങ്ങും ബൂയോങ്ങും കൂടി ചെയ്യുന്നത് തന്നെ ജിൻ ഫാമിലിയിലുള്ള ആ ഗുഹയില്ലേ, അതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു പോയ ഒരുപാട് സ്പിരിറ്റ് ഉണ്ടായിരുന്നു. അതിനെയെല്ലാം കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർക്കാണെങ്കിൽ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സ്പിരിറ്റ് ഉള്ളതുപോലെ ഫീൽ ചെയ്യും. അങ്ങനെ അവരതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകും. നമ്മളുടെ ജിയാങ് നോക്കാൻ നേരത്തെ ഒരു ഗുഹയിൽ നിന്ന് ഒരു പൂച്ചയുടെ ആത്മാവ് ഇറങ്ങി വരുന്നത് കാണിക്കും. പെട്ടെന്ന് തന്നെ അവനവൻ്റെ വാൾ ഇങ്ങനെ വലിച്ചുരുന്നത് വെച്ചിട്ടാണ് നമ്മളുടെ ഈ സെക്കൻഡ് സീസൺ ഇവിടെ അവസാനിക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സീരീസ് ആണ് കേട്ടോ ഇത്. എനിക്ക് ഈ ഒരു ആൽക്കമി ഓഫ് സോൾ എന്ന് പറയുന്ന സീരീസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് തന്നെ നമ്മുടെ മുദോക്കിൻ്റെ ക്യാരക്ടറായിരുന്നു. അതേപോലെ തന്നെ ഒരു ഫേവറേറ്റ് ക്യാരക്ടറാണ് നമ്മുടെ ജിയാങ്ങിൻ്റെ ക്യാരക്ടർ. അവൻ്റെ ആദ്യത്തെ ചൈൽഡിഷ്നെസ്സും അതേപോലെ തന്നെ രണ്ടാമത്തെ സീസണിലുള്ള അവൻ്റെ മെച്യൂർഡ് ലുക്കും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു സൂപ്പർ ഹിറ്റ് സീരീസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ അടുത്തൊരു സൂപ്പർ ഹിറ്റ് ഡ്രാമയായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.